ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഫൈനൽ ലാബ് റാപ്പിഡ് റിവിഷൻ പ്രോഗ്രാമിൽ എൻ്റെ അവസാനത്തെ ചാപ്റ്ററാണ്. സോ എൻ്റെ അവസാനത്തെ ചാപ്റ്റർ പോലെ തന്നെ കെമിസ്ട്രിയിലെ അവസാന ചാപ്റ്ററുകളിൽ ഒന്നായിട്ടുള്ള പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ റെലവൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതായത് നമ്മളുടെ ബോർഡ് എക്സാമിന്, നിങ്ങളുടെ +1 +2 ബോർഡ് എക്സാമിൻ്റെ സിലബസിൽ നിങ്ങൾ കഴിഞ്ഞ അക്കാദമിക് ഇയറിലൊക്കെ പഠിച്ച കുട്ടികളാണെങ്കിൽ പി ബ്ലോക്ക് ഇല്ല. പക്ഷേ നമ്മളുടെ നീറ്റിൻ്റെ സിലബസിൽ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നീറ്റിൻ്റെ സിലബസിൽ നമ്മൾ മുൻപ് ഉണ്ടായിരുന്ന പി ബ്ലോക്കിൻ്റെ എൻറ്റയർ ചാപ്റ്റർ അല്ല ഉള്ളത്. ആക്ച്വലി നീറ്റിൻ്റെ സിലബസിൽ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആൻഡ് ദെയർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു 13th ഗ്രൂപ്പ് ബോറോൺ ഫാമിലിയാണ് പറയുന്നതെങ്കിൽ അവിടെയുള്ള എലമെൻറ്റ്സ് ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നൈഹോണിയം. ഓക്കെ, ഈ എലമെൻറ്റ്സിൻ്റെ അവരുടെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, ജനറൽ ട്രെൻഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു പോവാം. ആൻഡ് കോമ്പൗണ്ടിനെ പറ്റി നീറ്റിൻ്റെ പുതിയ സിലബസിൽ എവിടെയും തന്നെ കോമ്പൗണ്ട് പഠിക്കാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ എലമെൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ പല കുട്ടികളും എന്ത് ചെയ്യുമായിരിക്കും, റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹൈഡ്രജൻ, റിയാക്ടിവിറ്റി ടുവേർഡ്സ് വാട്ടർ, റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഓക്സിജൻ, ഇതൊക്കെ പഠിച്ച് ലാസ്റ്റ് കുറച്ച് യൂസസ് ഒക്കെ പഠിച്ച് നിർത്തിക്കളയാന്ന്. പക്ഷെ അങ്ങനെയല്ല. അതായത് എലമെന്റ്സ് എന്ന് പറഞ്ഞപ്പോൾ കാർബൺ ഫാമിലിയിലേക്കൊക്കെ പോകുമ്പോൾ കാർബൺ ഫാമിലിയിൽ അല്ലോട്രോപ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ എലമെന്ററി സ്റ്റേറ്റിലുള്ള ആൾക്കാരെ ഒക്കെ നമ്മളെ പ്രോപ്പർട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറീനൊക്കെ പോലെയുള്ള അല്ലോട്രോപ്സ് ഇൻക്ലൂഡ് ചെയ്യണം. ഇനി ഓക്സിജൻ ഫാമിലിയൊക്കെ പോകുമ്പോൾ ഡൈ ഓക്സിജൻ, അതേപോലെ തന്നെ സൾഫറിൻ്റെ അല്ലോട്രോപ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കയറി പഠിക്കണം. അപ്പോൾ നമുക്ക് ഈ നീറ്റിൻ്റെ സിലബസിലുള്ള സംഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ ലൈവിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അല്ലാത്തതൊന്നും തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതായത് പഴയ സിലബസിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം ഓൾറെഡി കഴിഞ്ഞ 2024 നീറ്റിനും 2023 നീറ്റിനും ഇതേ സിലബസ് ആണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് നീറ്റിൻ്റെ സിലബസിൽ എവിടെയും തന്നെ കോമ്പൗണ്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. ചോദിച്ചത് കെമിക്കൽ ബോണ്ടിങ്ങിന്നോ അല്ലെങ്കിൽ ഓർഗാനിക്കിലൊക്കെ വരുന്ന PCl3 PCl5 കെമിക്കൽ റിയാക്ഷൻ പോലെ കണക്ട് ചെയ്ത് വേറെ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഡയറക്റ്റ്ലി പി ബ്ലോക്കിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. ഓക്കെ, സോ ഞാൻ ആദ്യം തന്നെ ഒരു 2-3 മിനിറ്റ് എടുത്ത് ഈ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പി ബ്ലോക്ക് പഠിക്കുന്ന പല കുട്ടികൾക്കും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കാതെ നമുക്ക് ഒഴിവാക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കോമ്പൗണ്ട് നോക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി അതല്ല, നിങ്ങളൊരു പ്രോ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് ഇനി വേറെ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കണം, കോമ്പൗണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസും കൂടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോ. പക്ഷേ സിലബസിൽ ഇല്ല, ചോദിക്കാൻ ചാൻസ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ. ചോദിക്കുകയാണെങ്കിൽ തന്നെ അത് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നമുക്ക് പി ബ്ലോക്ക് എലമെൻറ്റ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാ ക്ലാസ്സിലും വന്ന് പറയുന്നതാണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇത് കാണുന്ന പല കുട്ടികളും ഇപ്പോൾ ബോർഡ് എക്സാം ഏകദേശം കഴിയാനായി, ബോർഡ് എക്സാം കഴിഞ്ഞു എന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ഇനിയും നമ്മളെ ക്രാഷ് ബാച്ച് 20th മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയും ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാത്ത കുട്ടികളോട് പറയാനുള്ളത്, സോ ക്രാഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നീറ്റ് റിപ്പീറ്റേഴ്സിനും റിപ്പീറ്റ് ബാച്ചിനൊക്കെ എടുക്കുന്ന അതേ ഫാക്കൽറ്റീസിന് വെച്ചിട്ട് തന്നെയാണ് നമ്മളെ ക്രാഷ് പ്രോഗ്രാം. സോ നിങ്ങൾക്ക് എന്തായാലും അത് ഉപകാരപ്പെടുകയുള്ളൂ. അല്ലാണ്ട് ക്രാഷ് ആണ്, കുറച്ച് സമയമേ ഉള്ളൂ, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയത്ത് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് നമ്മൾ മാക്സിമം ചെയ്യുക. ക്രാഷിന് വന്ന് നീറ്റ് ക്രാക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ആ ക്രാഷ് ബാച്ചിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ നീറ്റിൻ്റെ ക്രാഷ് ബാച്ച് ഉണ്ട്. അതേപോലെ തന്നെ കീം എഞ്ചിനീയറിംഗ് ബാച്ചിലോട്ട് 27 മാർച്ചിന് ക്രാഷ് ബാച്ച് അതും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഇത്രയും കാലം ബോർഡ് എക്സാം മാത്രം നോക്കിയിരുന്ന് ഇനി അങ്ങോട്ട് നീറ്റിന് പ്രിപ്പയർ ചെയ്യാന്നുള്ളൊരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നീറ്റ് ഒരു റിപ്പീറ്റേഴ്സ് ബാച്ചിലോട്ട് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം നമ്മളുടെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എത്രത്തോളം യൂണിവേഴ്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കിയിട്ട് അഡ്മിഷൻ എടുക്കാം. ഓക്കെ, ദെൻ അതേപോലെ തന്നെ പബ്ലിക് സ്കൂളിൽ നിങ്ങളുടെ അനിയത്തികളൊക്കെ ഉണ്ടെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലോട്ട് +1 +2 കൂടെ തന്നെ എൻട്രൻസും കൂടി നമ്മളിപ്പോൾ കഴിഞ്ഞ JEE അഡ്വാൻസിലും അതേപോലെ തന്നെ നീറ്റിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കയറിപ്പോയ ഒരുപാട് മക്കളുണ്ട്. +2 കൂടെ നിങ്ങൾ ആലോചിക്കണം, +2 കൂടെ IIT-ലോട്ടും എയിംസിലോട്ടും അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിലോട്ടൊക്കെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര എന്താ പറയുക, ഒരു
അനുഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ കയറി പോകാനുള്ള ഒരു അവസരമാണത് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ. പിന്നെ നമ്മളുടെ ഈ ഓൺലൈൻ ജെഇ ബാച്ച് ഉണ്ട്, അതേപോലെ തന്നെ +1 +2 ഹോളിഡേ ബാച്ച് ഉണ്ട്. നിങ്ങൾ ഒരു സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മളുടെ ട്യൂഷൻ ബാച്ചിലോട്ട് ചെയ്യാം, ഹോളിഡേ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. ആൻഡ് ട്യൂഷൻ ബാച്ച് എന്ന് പറയുമ്പോൾ വെറുതെ നിങ്ങൾ ബോർഡ് എക്സാം മാത്രം പഠിപ്പിച്ച് പോകുന്നൊരു ബാച്ച് അല്ല. നമ്മൾ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാം നീറ്റ് സിലബസിൽ അല്ലെങ്കിൽ ജെഇ സിലബസിലാണ് കാര്യങ്ങൾ കൊണ്ടുപോവുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് മാർക്ക് കുറയും എന്നുള്ള പേടിയും വേണ്ട. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ബോർഡ് എക്സാം ഒക്കെ ഭയങ്കര ടഫായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ കുട്ടികൾക്കൊന്നും അതത്ര ടഫ് അല്ലായിരുന്നു. കാരണം നമ്മൾ അതൊക്കെ അവരുടെ ഏറ്റവും ബേസാണ് ഈ പറയുന്ന ടഫ് എന്ന് പറയുന്ന സാധനം ഈ ബോർഡ് എക്സാമിന് ചോദിച്ചാൽ. ഓക്കെ, ദെൻ അതിന് വേണ്ടി നിങ്ങൾക്ക് യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ് 2 ഏപ്രിൽ 2025 ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ 2 ഏപ്രിലിനാണ്, ഇനി വെറും 10 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ എന്തായാലും പോയിട്ട് ആ വീഡിയോസ് ഒക്കെ കാണുക. ദെൻ ഈ യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിലൂടെയാണ് നമ്മൾ ഇതിനൊക്കെ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ അനിയന്മാർക്കോ അനിയത്തികൾക്കോ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, സോ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് നീറ്റ് ക്രാക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നീറ്റ് 2025 നമ്മളുടെ ഏറ്റവും മുമ്പിലുള്ള നീറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലോട്ട് വേണ്ടി നമ്മൾക്ക് കഴിയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ എനിവേ, പി ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റ്സിനെ സംബന്ധിച്ച് നിങ്ങൾ പല ആൾക്കാരും ഒരു ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ട് ചിലപ്പം ഈ പി ബ്ലോക്ക് കാണുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇനി ഓൾറെഡി കണ്ട ആൾക്കാർക്കാണെങ്കിൽ ഇറ്റ്സ് എ റിവിഷൻ പ്രോഗ്രാം. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് സിലബസിലുള്ള ഇത്രയും കാലം നീറ്റിന് പ്രീവിയസ് ഇയറും നീറ്റും മറ്റ് APMT പോലുള്ള എൻട്രൻസിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പരമാവധി പറ്റുന്ന അത്രയും തിയറി പറഞ്ഞിട്ട് പോവാം. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ ഇതിൻ്റെ കൂടെ NCERTൻ്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ പി ബ്ലോക്ക് ഇല്ലെങ്കിൽ അത് നിങ്ങൾ എവിടെയെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ അതിൻ്റെ ഒരു കോപ്പിയും കൂടെ കയ്യിൽ വെച്ച് NCERT കൂടെ നന്നായിട്ട് വായിക്കുക. ബിക്കോസ് പി ബ്ലോക്കിൻ്റെ NCERT നല്ലതാണ്, വായിച്ചാൽ മനസ്സിലാവാത്ത ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഭയങ്കര സിമ്പിളായിട്ടാണ് അതിൻ്റെ എഴുതിയിട്ടുള്ളത്. നമുക്കങ്ങനെ വലിയൊരു എന്താ പറയുക മനസ്സിലാവാത്ത രീതിയിൽ. ഇപ്പോൾ DNF ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും. DNF പല സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് വായിക്കുമ്പോഴൊക്കെ ഓക്കെ അത് എന്താ ഉദ്ദേശം എന്ന് പോലും അങ്ങോട്ട് മനസ്സിലാവില്ല. പക്ഷേ പി ബ്ലോക്ക് അങ്ങനെയല്ല, വളരെ സിമ്പിളായിട്ട് സിമ്പിൾ വേർഡ്സിൽ എഴുതി പോയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ NCERT കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇതിൻ്റെ കൂടെ വായിക്കുക. ഓക്കെ, ദെൻ എന്താണ് നമുക്ക് ആദ്യം ഒരു പി ബ്ലോക്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. എന്താണ് പി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. അതായത് എലമെന്റ്സ് ഇൻ വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ ആർ എൻറ്ററിങ് ഇൻ ടു പി സബ്ഷെൽ. പി സബ്ഷെല്ലിലോട്ട് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് വിളിക്കുക. ആൻഡ് അവരുടെ പീരിയോഡിക് ടേബിളിലെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഹീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെക്കൻഡ് പീരീഡാണ്. അപ്പോൾ ആക്ച്വലി ഹീലിയത്തിന് നമ്മൾ പി ബ്ലോക്കിൽ കൺസിഡർ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ഹീലിയം ഒരു എസ് ബ്ലോക്ക് എലമെൻ്റ് ആണ്. പക്ഷേ പൊസിഷൻ വൈസ് ഹീലിയം എന്താണ്, ഒരു പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. അപ്പോൾ ഇവർ നമ്മൾ ഗ്രൂപ്പ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗ്രൂപ്പ് നമ്പർ 13 ബോറോൺ ഫാമിലി അല്ലേ, 14 കാർബൺ ഫാമിലി, 15 നൈട്രജൻ ഫാമിലി. നൈട്രജൻ ഫാമിലിയിൽ നമ്മൾ നിക്കോജൻസ് വിളിക്കാറുണ്ട്. ദെൻ ഓക്സിജൻ ഫാമിലി, ചാൽക്കോജൻസ്, ഹാലോജൻസ്, പിന്നെ ആരാണ് നോബിൾ ഗ്യാസസ്. അതായത് ഗ്രൂപ്പ് നമ്പർ നമ്മൾ പറയാം. ഗ്രൂപ്പ് നമ്പർ നമുക്ക് എത്ര പറയടാ, ഒരു മിനിറ്റ്. ഗ്രൂപ്പ് നമ്പർ 13 to 18. ആൻഡ് ഇനി പീരിയഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് സിംപ്ലി 1 to എത്ര പറയാം, 7 എന്ന് പറയാം. 1 to 7 എന്ന് പറയാം പീരിയഡ് നമ്പർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പൊസിഷന്. ആൻഡ് അടുത്തത് പൊസിഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് ഓരോരോ ഗ്രൂപ്പിലും ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഓരോരോ ഗ്രൂപ്പിൽ നിലവിലെ സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പക്ഷെ നമ്മളൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന നിലക്ക് പറയുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് 13th ഗ്രൂപ്പ് ബോറോൺ ആണ്. ഫസ്റ്റ് എലമെൻ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോറോൺ ഫാമിലിൻ്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓക്കെ ഞാൻ വേറെ പറയില്ല. NS to NP1 അല്ലേ, നമുക്കറിയാം പി ബ്ലോക്കിൽ എപ്പോഴും എസ്സിൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും. പിന്നെ പിയിലാണ് ഇലക്ട്രോൺ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ചിലപ്പോൾ അതിൻ്റെ മുമ്പുള്ള ഡി ഓർബിറ്റിലൊക്കെ ഫില്ല് ആയിട്ടുണ്ടാവും. നമുക്ക് അവിടേക്കൊക്കെ പോവാം. ജനറൽ കോൺഫിഗറേഷൻ ഇവിടെ NP2 NP3 NP4 NP5 NP6 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 ഇലക്ട്രോണാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ 3 ഇലക്ട്രോണെ കൊടുത്ത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഇവർ 4 ഇലക്ട്രോണെ കൊടുക്കും, അപ്പോൾ +4 ഓർ 4 ഇലക്ട്രോണെ വാങ്ങിക്കും, ഓർ എന്ത് ചെയ്യും 2 ഇലക്ട്രോണെ കൊടുക്കാം. അപ്പോൾ +4 +2 -4. ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5. നൈട്രജനെ സംബന്ധിച്ച് വാലൻസിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ 5 ഇലക്ട്രോണെ കൊടുക്കും +5, അല്ലെങ്കിൽ 3 ഇലക്ട്രോണെ വാങ്ങിക്കും, കണ്ടോ -3. ആൻഡ് അതിൻ്റെ ഇടയിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി ഓക്സിജൻ ഫാമിലിയിൽ 6 ഇലക്ട്രോണെ കൊടുക്കാം, അല്ലെങ്കിൽ 2 ഇലക്ട്രോണെ വാങ്ങിക്കാം. ദെൻ അതിൻ്റെ ഇടയിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദെൻ ഇവിടെ 7 ഇലക്ട്രോണെ കൊടുക്കാം. ദെൻ
ഒരു ഇലക്ട്രോൺ വാങ്ങിക്കാം. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ഗ്രൂപ്പിലും എന്ത് ചെയ്യാം പറയാം, ആരൊക്കെ ഏതൊക്കെ കാണിക്കുന്നുള്ളത്. ഓക്കെ, ദെൻ അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കഴിഞ്ഞാൽ ദെൻ ഒരു ജനറൽ കാര്യം എന്ന് പറഞ്ഞ് പറയാനുള്ളതാണ് മെറ്റാലിക് ക്യാരക്ടർ. അപ്പോൾ എന്താണ് മെറ്റാലിക് ക്യാരക്ടർ? മെറ്റാലിക് ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്കറിയാം മെറ്റാലിക് ക്യാരക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, നമ്മളുടെ ഇലക്ട്രോ പോസിറ്റിവിറ്റി ആണ് അല്ലേ. മെറ്റാലിക് ക്യാരക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോ പോസിറ്റിവിറ്റി. അപ്പോൾ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടറാണ് മെറ്റാലിക് ക്യാരക്ടർ നമ്മൾ അളക്കാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. എന്ത് കൂടും? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. അതായത് ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറയും. ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറയുമ്പോൾ ആക്ച്വലി മെറ്റാലിക് ക്യാരക്ടർ എന്താ ചെയ്യുക? മെറ്റാലിക് ക്യാരക്ടർ കുറയും. ഇനി അതേപോലെ തന്നെ ടോപ്പ് ടു ബോട്ടം ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. അതായത് ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടും. അതായത് മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും? മെറ്റാലിക് ക്യാരക്ടർ കൂടും. അതായത് ഇപ്പം നമ്മളൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ ആയിരിക്കും, താഴെ ആയിരിക്കും മെറ്റൽസ് വരാനുള്ള ചാൻസ്. അതായത് ഇതാ ഈ ഒരു ഏരിയയിൽ മെറ്റൽസും ഇവിടെ ആരായിരിക്കും? നോൺ മെറ്റൽസും ആയിരിക്കും. ഇതിൻ്റെ ഇടയിൽ ആരും ഉണ്ടാവും? മെറ്റലോയിഡ്സും ഉണ്ടാവും. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് മെറ്റാലിക് ക്യാരക്ടർ കുറയും, ടോപ്പ് ടു ബോട്ടം മെറ്റാലിക് ക്യാരക്ടർ കൂടും. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഓൺവേർഡ്സ് എന്ത് ചെയ്യുന്ന കാര്യമാണ്, പറയുന്ന കാര്യമാണ്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മെറ്റൽസ് ഉണ്ട്, അതേപോലെ തന്നെ നോൺ മെറ്റൽസ് ഉണ്ട്. അപ്പോൾ മെറ്റൽസും നോൺ മെറ്റൽസും ആണ് ഞാൻ എടുക്കണമെങ്കിൽ ഇവിടെ നോക്കട്ടോ, ഇത് സപ്പോസ് മെറ്റൽ ആണ്, ഇത് സപ്പോസ് എന്താണെന്ന് വിചാരിച്ചോ, നോൺ മെറ്റൽ ആണെന്ന് വിചാരിച്ചോ. സോ മെറ്റൽസിൻ്റെ കേസിൽ അവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി പൊതുവെ ലോ ആയിരിക്കും. ആൻഡ് നോൺ മെറ്റൽസിനെ സംബന്ധിച്ച് അവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി പൊതുവെ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഇലക്ട്രോ നെഗറ്റിവിറ്റി ലോ ഓർ ഹൈ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ഇവരെ പെട്ടെന്ന് ഒരു ഇലക്ട്രോണോ കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് മെറ്റൽസ്. അപ്പോൾ അവരുടെ അയണൈസേഷൻ എന്താൽപ്പി ഭയങ്കര കുറവായിരിക്കും. ആൻഡ് നോൺ മെറ്റൽസിനെ സംബന്ധിച്ച് അവർക്ക് ഒരു ഇലക്ട്രോണോ കൊടുക്കാൻ അത്ര താല്പര്യമൊന്നുമില്ല. അപ്പോൾ അയണൈസേഷൻ എന്താൽപ്പി ജനറലി ഹൈ ആയിരിക്കും. ഇനി ഇവരുണ്ടാക്കുന്ന ഒരു ബോണ്ട് ആണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഒരു മെറ്റൽ നോൺ മെറ്റൽ ബോണ്ട് എങ്ങനെയായിരിക്കും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. മെറ്റൽ നോൺ മെറ്റൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് സ്വാഭാവികമായിട്ടും ഭയങ്കര കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവ്, ഇവൻ്റെത് ഭയങ്കര കൂടുകയാണെങ്കിൽ ഇവിടുത്തെ ഡെൽറ്റ കൈ സ്വാഭാവികമായിട്ടും ഹൈ ആയിരിക്കും. ഭയങ്കര ഹൈ ആയിരിക്കും. ആൻഡ് മോസ്റ്റ് ഓഫ് ദ കേസസ് ഈ ഡെൽറ്റ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ 1.7 ആയിരിക്കും. ഇത് ഗ്രേറ്റർ ദാൻ 1.7 ആണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ബോണ്ട് ഏത് ബോണ്ട് ആവാനാ ചാൻസ് എന്നറിയോ? അയോണിക് ബോണ്ട് ആവാനാ ചാൻസ്. എന്ത് ബോണ്ട്? അയോണിക് ബോണ്ട്. ജനറൽ കാര്യമാണ്. ഇനി തിരിച്ച് ഒരു നോൺ മെറ്റൽ ബോണ്ട് ആണെങ്കിൽ ഈ ഡെൽറ്റ കൈൻ്റെ വാല്യൂ പൊതുവെ കുറവായിരിക്കും. ആൻഡ് നമുക്ക് ഡെൽറ്റ കൈ ഈസ് ലെസ് ദാൻ 1.7 എന്ന് പറയാം. ഡെൽറ്റ കൈ ഈസ് ലെസ് ദാൻ 1.7 ജനറലി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത് പ്രോബബ്ലി ഏതാവാനാ ചാൻസ് കൂടുതൽ? ഇത് കോവാലന്റ് ബോണ്ട് ആവാൻ ചാൻസ് എന്താണ്? ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം മെറ്റാലിക് ബോണ്ടിങ്ങിൽ നമ്മൾ അഡീഷണലി എന്ത് ചെയ്യേണ്ട കാര്യമാണ്? പഠിച്ച് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്തതാണ് അനോമലസ് പ്രോപ്പർട്ടീസ്. അനോമലസ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഫസ്റ്റ് മെമ്പേഴ്സ് നമ്മളുടെ കേസിൽ ബോറോണ്, അതേപോലെ തന്നെ കാർബൺ, പിന്നെ നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഈ എലമെൻസിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? എക്സെപ്ഷണൽ ആണ്. ദേ ഷോ എക്സെപ്ഷണൽ പ്രോപ്പർട്ടീസ്. ഈ എക്സെപ്ഷണൽ പ്രോപ്പർട്ടീസ് കാണിക്കണോണ്ടാണ് നമ്മൾ ആ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അനോമലസ് പ്രോപ്പർട്ടീസ് വിളിക്കുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഇവർ അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്? അത് എല്ലാ ഗ്രൂപ്പിലും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പറയാനുള്ളതാണ്. പക്ഷെ ഞാൻ പറയില്ല, ഞാനത് ഇവിടെ തന്നെ തീർക്കും. എന്തുകൊണ്ടാണ് ഇവർ അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്? സോ അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫസ്റ്റ് മെമ്പറാണ്. ഈ ഫസ്റ്റ് മെമ്പറിനെ സംബന്ധിച്ച് ഇവിടെ നോക്ക്, ഇതിപ്പോൾ ബോറോൺ ആവട്ടെ, കാർബൺ ആവട്ടെ, നൈട്രജൻ ആവട്ടെ, ഓക്സിജൻ ആവട്ടെ, ഇവരുടെ എല്ലാവരുടെയും സൈസ് എന്താണ്? സ്മോളർ ആണ്. സോ സ്മോളർ സൈസ് ആൻഡ് സ്മോളർ സൈസ് കാരണമുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ സ്മോളർ സൈസ് കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ ഫജാൻസ് റൂൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാറ്റയോൺസിന്റെ സൈസ് കുറയുമ്പോൾ കോവലന്റ് ക്യാരക്ടർ കൂടും. അപ്പോൾ അത് സൈസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. അതായത് ദ പ്രോപ്പർട്ടീസ് സ്മോളർ സൈസും പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ടു or related with the size, ഇതൊക്കെ ഇതിൻ്റെ അനോമലി ആയിട്ട് വരാറുണ്ട്. സിമിലർലി ഇവരുടെ ചാർജ് പെർ റേഡിയസ് റേഷ്യോ
ചാർജ് പെർ റേഡിയസ് റേഷ്യോ. കാരണം ചാർജ് പെർ റേഡിയസ് എന്ന് പറഞ്ഞാൽ ചാർജ് ഡിവൈഡഡ് ബൈ സൈസ്. അപ്പോൾ ഇവരുടെ സൈസ് പൊതുവെ ഭയങ്കര കുറവാണ്, ചാർജ് ജനറലി ഭയങ്കര ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചാർജ് പെർ റേഡിയസ് റേഷ്യോ എന്തായിരിക്കും? ഭയങ്കര ഹൈ ആയിരിക്കും. ചാർജ് പെർ റേഡിയസ് റേഷ്യോ ഭയങ്കര ഹൈ ആയിരിക്കും. ആൻഡ് ഇവരുടെ ദ തേർഡ് വൺ, ഇവർ ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാണിക്കാറുണ്ട്. ഇവർ ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാണിക്കും. അതേപോലെ ഹൈ അയണൈസേഷൻ എൻതാൽപ്പി കാണിക്കും. ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഹൈ അയണൈസേഷൻ എൻതാൽപ്പിയും കാണിക്കാൻ ചാൻസ് ഉള്ള എലമെന്റ്സ് ആണ്. ദെൻ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇവരുടെ കയ്യിൽ എന്തില്ല? വാക്കന്റ് ഡി ഓർബിറ്റൽ ഇല്ല. ഇവരുടെ കയ്യിൽ എന്തില്ല? വാക്കന്റ് ഡി ഓർബിറ്റൽ ഇല്ല. എന്താ നമുക്ക് പറയാം? സോ due to the unavailability of vacant d orbital, due to the unavailability of vacant d orbital, they show maximum covalency up to maximum covalency up to 4. ഓക്കെ, ദെൻ എന്താണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്? ഇറ്റ്സ് വെരി സിമ്പിൾ. നോക്കട്ടോ, എന്താണ് എന്ന് നമുക്ക് നോക്കാം. എടാ ഇവിടെ നോക്ക്, നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന ടീമിൽ ഈ നമ്മളിപ്പോൾ ബോറോണും അതേപോലെ തന്നെ അലൂമിനിയം, ബോറോണും തൊട്ട് താഴെയുള്ള അലൂമിനിയം കമ്പയർ ചെയ്യാണ്. ബോറോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരിക? ബോറോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2s2 2p1 ആണ്. ഓൺ ദ സെയിം സൈഡ് അലൂമിനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3s2 3p1 ആണ്. ഓക്കെ, ഈ 2sഉം 2pയും കഴിഞ്ഞാൽ ഇത് 2s ഇത് 2p. ഓക്കെ, ദെൻ 2sഉം 2pയും കഴിഞ്ഞാൽ ദെൻ അടുത്ത ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതാ വരിക? 3s വരിക. പക്ഷെ അലൂമിനിയത്തിൻ്റെ കേസിൽ ഇത് 3s ആണെങ്കിൽ 3sഉം 3pയും കഴിഞ്ഞാൽ അടുത്ത ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഒരു വാക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽ ഉണ്ട്. ബിക്കോസ് 3d ഓർബിറ്റൽസ് അവൈലബിൾ ആണ്, അതിൽ ഇലക്ട്രോൺസ് ഇല്ലാന്ന് മാത്രം. അതായത് ഒരു വാക്കൻ്റ് ഡി ഓർബിറ്റൽ അലൂമിനിയത്തിന് ഉണ്ട്, പക്ഷെ അത് ആർക്കില്ല? ബോറോൺ ഇല്ല. അങ്ങനെയാണെങ്കിൽ ബോറോൺ വാക്കൻ്റ് ഡി ഓർബിറ്റൽ ഇല്ലെങ്കിൽ ഇവൻ്റെ ഹൈബ്രിഡൈസേഷനിൽ മാക്സിമം ഇൻവോൾവ് ചെയ്യുക ഇത്രയും ഓർബിറ്റൽസ് ആണ്. ഇത്രയും ഓർബിറ്റൽസ് ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ, ഇത്രയും ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ഹൈബ്രിഡൈസേഷൻ ഏതാ വരിക? sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ കോവാലന്റ് ബോണ്ടുകളുടെ എണ്ണം എത്ര വരുള്ളൂ? 4 വരുള്ളൂ. അതായത് അവൻ്റെ മാക്സിമം കോവലൻസി അപ്പം എത്ര വരിക? 4 വരിക. അവൻ്റെ മാക്സിമം കോവലൻസി എത്ര വരിക? 4 വരിക. പക്ഷേ അലൂമിനിയത്തിനെ സംബന്ധിച്ച് അലൂമിനിയത്തിന് ഇതിനേക്കാളും കൂടുതൽ, അതായത് ഡി ഓർബിറ്റൽസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ചും കൂടി കൂടുതൽ കോവലന്റ് ബോണ്ട് ഉണ്ടാക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എസ്സിലുള്ള ഒരു ഓർബിറ്റൽ, പിയിലുള്ള 3 ഓർബിറ്റൽ, ഡിയിലുള്ള 2 ഓർബിറ്റലും ഇൻക്ലൂഡ് ചെയ്ത് sp3 d2 ഹൈബ്രിഡൈസേഷൻ ഇവൻ കാണിച്ചു കഴിഞ്ഞാൽ ഇവന് എത്ര കോവലന്റ് ബോണ്ട് വരെ ഉണ്ടാക്കും? 6 കോവലന്റ് ബോണ്ട് വരെ ഉണ്ടാക്കാം. ഇങ്ങനെ 6 കോവലന്റ് ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇവൻ്റെ കോവലൻസി 4നേക്കാളും കൂടുതലാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും, ഡ്യൂ ടു ദ അവൈലബിലിറ്റി ഓഫ് വാക്കന്റ് ഡി ഓർബിറ്റൽ. അപ്പോൾ ആ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ബോറോണിൻ്റെ ഫ്ലൂറൈഡ് നോക്കുമ്പോൾ BF3 കഴിഞ്ഞാൽ BF4 മൈനസ് വരെയൊക്കെ ഇവൻ ഉണ്ടാക്കും. പക്ഷെ അലൂമിനിയത്തിൻ്റെ കേസിൽ അത് AlF4 മൈനസ് അല്ല, AlF6 3 മൈനസ് വരെ അലൂമിനിയം എന്ത് ചെയ്യാറുണ്ട്? ഫോം ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ് ആണ് ഇവരുടെ അനോമലസ് പ്രോപ്പർട്ടീസ്. നമ്മളിപ്പോൾ 4 പറഞ്ഞത്. അഞ്ചാമത്തെ പ്രോപ്പർട്ടീസ് ആണ് ദേ ഫോം p-pi multiple bonds, p-pi multiple bonds with themselves as well as other എന്താണ് second period elements. For example, nitrogen triple bond nitrogen, oxygen double bond oxygen, carbon double bond carbon, carbon triple bond carbon, then carbon double bond oxygen, carbon triple bond oxygen, nitrogen double bond oxygen, etc. എടാ ഇത് നോക്ക്, എന്താണ് p-pi മൾട്ടിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ? സിംപിളി പൈ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഓർബിറ്റൽസ് ആരായിരിക്കും? p ഓർബിറ്റൽസ് ആയിരിക്കും. ആൻഡ് p-p ഇന്ററാക്ഷൻ, p-p സൈഡ് വൈസ് ഓവർലാപ്പ്, എസ്പെഷ്യലി 2p സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ഭയങ്കര സ്ട്രോങ്ങർ ആണ്. ആരെക്കാളും? 3p ഓവർലാപ്പിങ്ങിനെക്കാളും. അപ്പോൾ ഈ 3p എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ
നമ്മൾ ഈ പറയുന്ന നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് നൈട്രജൻ പറയുന്ന പോലെ ഫോസ്ഫറസ് ട്രിപ്പിൾ ബോണ്ട് ഫോസ്ഫറസ് ഉണ്ടോ? ഇല്ല. കാരണം ഫോസ്ഫറസിന്റെ കേസിൽ ഇത് 3p ഓർബിറ്റലാണ്, ഇവരുടെ ഓവർലാപ്പിംഗ് സ്ട്രെങ്ത് ഭയങ്കര കുറവാണ്. പക്ഷേ 2p ഓവർലാപ്പിംഗിന്റെ സ്ട്രെങ്ത് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഇവരാണ് നന്നായിട്ട് p മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാക്കുക. ഇനി ഇവർക്ക് വേറെ ഏതെങ്കിലും ഇപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു ഹയർ പി ബ്ലോക്ക് എലമെന്റിന്റെ കൂടെയൊക്കെ ഇവർ p മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാക്കും. കാരണം അവർക്ക് ചിലപ്പോൾ ഡി ഓർബിറ്റൽ ഉണ്ടാവും. അവരുടെ ഡി ഓർബിറ്റൽ ഇപ്പോൾ ഇവരുടെ പി ഓർബിറ്റൽ ഇങ്ങനെയാണ്, അവരുടെ ഡി ഓർബിറ്റൽ ഇങ്ങനെയാണെങ്കിൽ അവരുടെ ഡി ഓർബിറ്റൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും p d ഒക്കെ ഉണ്ടാക്കും. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ അല്ലേ? ദെൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇത്ര അനോമലസ് പ്രോപ്പർട്ടീസ് നമുക്ക് എല്ലാ ഗ്രൂപ്പിലും പഠിക്കാനുള്ളതാണ്. അത് ഞാനൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗ്രൂപ്പ് 13 എലമെന്റ്സ് അഥവാ ബോറോൺ ഫാമിലിനെ കുറിച്ച് എക്സ്ക്ലൂസീവ് ആയിട്ട് അങ്ങ് പറയുകയാണ്. ബോറോൺ ഫാമിലിയിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അപ്പോൾ ബോറോൺ ഫാമിലിയിൽ ഏതൊക്കെയാണ് എലമെന്റ്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ആൻഡ് ഏറ്റവും പുതിയതായിട്ട് നമ്മുടെ 7th പീരീഡിൽ ആരുണ്ട്? നൈഹോണിയം എന്ന് പറയുന്ന ഒരു എലമെന്റും ഉണ്ട്. ആരാണ്? നൈഹോണിയം. ഓക്കെ, ദെൻ ഇത്ര എലമെന്റ്സ് ഉള്ളത്. ഈ പ്രോപ്പർട്ടീസ് NCERT-ൽ ഇങ്ങനത്തെ ഒരു ചാർട്ട്, ഇങ്ങനത്തെ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ടേബിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഈ ടേബിൾ ഒന്ന് സമറൈസ് ചെയ്താൽ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ, കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് പറയാൻ പറ്റില്ല, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഏകദേശം നിങ്ങൾ പഠിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. സോ അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേബിളിൻ്റെ ട്രെൻഡ്. നമ്മളത് ഓരോരോ ഏരിയ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, പറയാൻ പോവാണ്. ഡോണ്ട് വെറി. ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എടുത്തൊന്ന് പറയാൻ പോകണം. ഏതൊക്കെയാണ് എലമെന്റ്? ദ ഫസ്റ്റ് വൺ ഈസ് ബോറോൺ, ദെൻ അലൂമിനിയം, ഗാലിയം, ഇൻഡിയം ആൻഡ് താലിയം. ബോറോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ബോറോൺ എന്ന് പറഞ്ഞാൽ 2nd പീരീഡിൽ വരുന്ന എലമെൻറ്റാണ്. അപ്പോൾ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് ആരാടാ? ഹീലിയം. ഹീലിയം കഴിഞ്ഞാൽ 2s2 പിന്നെ ഏതാടാ? 2p1. ഓക്കെ, ദെൻ അലൂമിനിയത്തിൻ്റെ കേസിൽ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് നിയോൺ ആണ്. നിയോൺ കഴിഞ്ഞാൽ 3s2 3p1. ഗാലിയത്തിൻ്റെ കേസിൽ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് ഹീലിയം, നിയോൺ, ആർഗൺ ആണ്. ദെൻ ഫോറസ് കഴിഞ്ഞാൽ അടുത്ത് ഫില്ല് ചെയ്യുന്ന ഓർബിറ്റിലാണ് ആര്? 3d. അപ്പോൾ 3d ഫുള്ള് ഫില്ല് ചെയ്തിട്ട് അടുത്തത് ആരുണ്ടാവുള്ളൂ? 4p ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ദെൻ ഇൻഡിയം. അപ്പോൾ ഹീലിയം, നിയോൺ, ആർഗൺ. ദെൻ അടുത്തത് ക്രിപ്റ്റോൺ. 5s2 4d10 ദെൻ 5p1. 4d10 5p1. താലിയത്തിൻ്റെ കേസിൽ ദിസ് ഈസ് സെനോൺ. ദെൻ 6s2 5d10. ദെൻ 5d10ൻ്റെ മുമ്പ് ഒരു ഓർബിറ്റിൽ നമ്മൾ വിട്ടു. ഏതാണ്? 4f ഓർബിറ്റിൽ ഉണ്ട്. 4f കാരണം 6s കഴിഞ്ഞാൽ പിന്നെ ഫില്ല് ചെയ്യുന്നത് 4f ആണ്. ദെൻ 4f14 5d10 6p1. ദെൻ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം കൂടാതെ ഒരു എലമെൻറ്റും കൂടി ഉണ്ട്. ആരാണ്? ഇറ്റ് ഈസ് നൈഹോണിയം. Configuration is radon 7s2, then 5f14 6d10 7p1. ആൻഡ് ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ അഡീഷണലി പറയാം. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഈ എലമെൻറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ബോറോൺ നമ്മൾ നോൺ മെറ്റൽ ആയിട്ടാണ് പറയുക. ബോറോൺ ഈസ് എ നോൺ മെറ്റൽ ആൻഡ് others are metals. സോ ബാക്കിയുള്ളവർ ഇൻക്ലൂഡിങ് അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നൈഹോണിയം ഒക്കെ മെറ്റൽസ് ആണ്. നൈഹോണിയം മീൻസ് ഹൈലി റേഡിയോ ആക്റ്റീവ് ഷോർട്ട് ഹാഫ് ലൈഫ് എലമെൻ്റ് ആണ്. നമുക്ക് അവിടേക്ക് പോവാം. ഓക്കെ, യെസ്, അത് തന്നെയാണ് നമ്മൾ അടുത്ത് പറയാൻ പോണത്, ഇവരുടെ അബണ്ടൻസ്. ഓക്കെ, സോ അബണ്ടൻസ് പറഞ്ഞാൽ ഇവർ എത്രത്തോളം നാച്ചുറൽ ഇവർ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നോക്കിക്കോ, അപ്പോൾ അബണ്ടൻസ് പറയുമ്പോൾ ബോറോൺ ഈസ് എ ഫെയർലി റയർ എലമെന്റ് എന്ന് നമ്മൾ പറയാം. ബോറോൺ ഈസ് ഫെയർലി റയർ എലമെന്റ്. അതായത് നമ്മൾ വിചാരിക്കുന്ന അത്രയൊന്നും ബോറോൺ എന്തല്ല, ആക്ച്വലി അവൈലബിൾ അല്ല. ബോറോൺ നമ്മൾ വിചാരിക്കുന്ന അത്രയൊന്നും എന്തല്ല അറ്റ്മോസ്ഫിയറിലോ അല്ലെങ്കിൽ നമ്മളുടെ എർത്ത് ക്രസ്റ്റിലോ അവൈലബിൾ അല്ല. ആൻഡ് ബോറോൺ ഈസ് എ നോ മെറ്റൽ ആൻഡ് ഇറ്റ്സ് വെരി റയർ. സോ ബോറോണിൻ്റെ അബണ്ടൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് 0.0001% ആണ് അവൻ്റെ മാസ് പെർസെൻറ്റേജ് വരുന്നത്. അപ്പോൾ ബോറോൺ ഈസ് എ റയർ എലമെന്റ്, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ ഒക്കറാസ് ഓർത്തോബോറിക് ആസിഡ്. അതായത് ബോറോണ് നാച്ചുറലി എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഈ കോമ്പൗണ്ടുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള, പക്ഷെ അവരുടെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓർത്തോബോറിക് ആസിഡ്. ആരാ ഓർത്തോബോറിക് ആസിഡ്? H3BO3. ഓർത്തോബോറിക് ആസിഡ് ഈസ് എ ആസിഡ്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ നോക്ക്, ഓർത്തോബോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആരാ?
H3BO3. H3BO3 നമുക്ക് വേണമെങ്കിൽ BOH thrice എന്ന് എഴുതാം. പക്ഷേ ഇവൻ എന്താണ്? ഒരു ആസിഡ് ആണ്. എങ്ങനെ ഇവൻ ആസിഡ് ആവുക? ഈ പറയുന്ന BOH thrice-നെ ഞാൻ വെള്ളത്തിലോട്ട് ഇടുമ്പോൾ, ഇവനെ ഞാൻ വാട്ടറിലോട്ട് ഇടുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ഒരു OH മൈനസിനെ ഇങ്ങോട്ട് വാങ്ങിക്കും. അതായത് ഇവൻ BOH4 മൈനസ് ആവും, പ്ലസ് എന്തോ അവിടെ H+ ആവും. ദാറ്റ് മീൻസ് ദ സൊല്യൂഷൻ ബിക്കംസ് മോർ നമ്പർ ഓഫ് എന്താവും? H+ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവനെ നമ്മൾ ആസിഡ് എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് അഡീഷണൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ അല്ലേ? ദെൻ അടുത്ത എലമെന്റ് ആണ് അടുത്ത കോമ്പൗണ്ട് ആണ് ബൊറാക്സ്. ആരാ ബൊറാക്സ്? Na2B4O7.10H2O. ഓക്കെ, ദെൻ ഇത് 7H2 ആയി കഴിഞ്ഞാൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആര്? കേർണൈറ്റ്. സോറി, 7H2 അല്ല 4H2O. ഓക്കെ, ദെൻ 4H2 ആയി കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? കേർണൈറ്റ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ദെൻ ദർ ആർ 2 ഐസോട്ടോപിക് ഫോം ഓഫ് ബോറോൺ. ബോറോൺ 2 ഐസോട്ടോപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ബോറോൺ 10ഉം ബോറോൺ 11ഉം. ബോറോൺ 11 ആണ് എന്ത്? മോസ്റ്റ് അബണ്ടന്റ്, 81%. ദെൻ ബോറോൺ 10 വെറും 19% ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ബോറോൺ അറ്റോമിക് വെയിറ്റ് ഈസ് നിയർലി നമ്മൾ 10.8 ആണ് എടുക്കുക, അല്ലെങ്കിൽ 11 ആണ് എടുക്കുക. ഓക്കെ, ദെൻ ഇനി അലൂമിനിയം ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ എർത്ത് ക്രസ്റ്റിലെ ദ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓക്സിജൻ. ഓക്സിജൻ കഴിഞ്ഞാൽ അടുത്തത് സിലിക്കൺ ആണ്. ആൻഡ് ദ തേർഡ് എലമെന്റ് ഈസ് അലൂമിനിയം. അതായത് എർത്ത് ക്രസ്റ്റിലെ ദ തേർഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ആണ് ആര്? അലൂമിനിയം. കണ്ടോ, അലൂമിനിയം ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ. ബിക്കോസ് ഓക്സിജനും സിലിക്കണും എന്തല്ല? മെറ്റൽ അല്ല, നോൺ മെറ്റൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ നമ്മൾ മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ എന്ന് പറയാം. ആൻഡ് ദ തേർഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദ എർത്ത് ക്രസ്റ്റ്, 8.3% ബൈ മാസ് ആഫ്റ്റർ ഓക്സിജൻ ആൻഡ് സിലിക്കൺ. ദെൻ ബോക്സൈറ്റ് ആണ് അവൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്. നമ്മളത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. Al2O3.2H2O. ദെൻ ക്രയോലൈറ്റ്. ആരാ ക്രയോലൈറ്റ്? Na3AlF6. അലൂമിനിയത്തിൻ്റെ വേറെ ഒരു മിനറൽ ആണ്. Na3AlF6 ആർ ദ important minerals of aluminium. Okay, then gallium, indium and thallium. ബാക്കി 3 elements ആണ് are less abundant element in nature. And nihonium. നൈഹോണിയത്തിന്റെ കഥ നമ്മൾ ആദ്യം പറഞ്ഞതാണ്. നൈഹോണിയം എന്താണ്? ഹൈലി റേഡിയോ ആക്റ്റീവ് ആണ്. നൈഹോണിയം എന്താണ്? ഹൈലി റേഡിയോ ആക്റ്റീവ് ആണ്. നൈഹോണിയം ഈസ് ഹൈലി റേഡിയോ ആക്റ്റീവ്. ഹൈലി റേഡിയോ ആക്റ്റീവ് man-made element. man-made element. ഓക്കെ അല്ലേ? ദെൻ ഇനി നമ്മൾ പറയാൻ പോണത് ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലോട്ടാണ്. ദ ഫസ്റ്റ് വൺ ഈസ് അറ്റോമിക് റേഡിയ. അറ്റോമിക് റേഡിയ പറയുമ്പോൾ നമുക്കറിയാം ജനറലി ടോപ്പ് ടു ബോട്ടം അറ്റോമിക് റേഡിയ എന്ത് ചെയ്യണം? കൂടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ജനറൽ ട്രെൻഡ് ഇത് ബോറോണ്, ദെൻ പിന്നെ അലൂമിനിയം, പിന്നെ ഗാലിയം, പിന്നെ ഇൻഡിയം, ദെൻ താലിയം. ഇങ്ങനെ നമ്മൾ വിചാരിക്കുക. പക്ഷേ ഈ ട്രെൻഡ് തെറ്റാണ്. ഈ ട്രെൻഡിൽ ഒരു പ്രശ്നമുണ്ട്. ഈ ട്രെൻഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോറോൺ എടുത്തു. ഓക്കെ, ബോറോൺ, ദെൻ അലൂമിനിയം, ദെൻ ഗാലിയം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇത് 2s2 എത്രയാടാ? 2p1 ആണ്. ഇത് 3s2 3p1 ആണ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 4s2 3d10 ആൻഡ് 4p1. ഇവിടെ 3d ഓർബിറ്റൽ വരുന്നുണ്ട്. ഇവിടെ ഗാലിയത്തിൻ്റെ കേസിൽ. ദെൻ ഡി ഓർബിറ്റൽ വരുമ്പോൾ എന്താ സംഭവിക്കുക? ജനറലി നമ്മൾ ടോപ്പ് ടു ബോട്ടം പറയുമ്പോൾ എന്താ പറയുക? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. എന്താ കാരണം? ബിക്കോസ് ദ നമ്പർ ഓഫ് ഷെൽസ് ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇന്നർ ഇലക്ട്രോൺസ് ഇൻക്രീസസ്. ഷീൽഡിങ് എഫക്റ്റ് ഇൻക്രീസ് ചെയ്യും. ഷീൽഡിങ് എഫക്റ്റ് ഇൻക്രീസ് ചെയ്യണോണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? ഈ പറയുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും, സൈസ് കൂടുന്ന പറയാം. പക്ഷേ ഗാലിയത്തിൻ്റെ കേസിൽ ഇവിടെ ഡി ഓർബിറ്റൽ വരുന്നുണ്ട്. തന്നെ ഈ ഡി ഓർബിറ്റൽസിന്റെ ഷീൽഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞ എസിനെയും പിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവാണ്. അതായത് ഡി ഓർബിറ്റലിൽ ഇലക്ട്രോണുകൾ നന്നായിട്ട് എന്ത് ചെയ്യില്ല? റിപ്പൽ ചെയ്യില്ല, അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ ഷീൽഡ് ചെയ്യില്ല. അങ്ങനെ ഷീൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്ത് ചെയ്യും? എഫക്റ്റീവ്ലി വന്ന് പതിക്കും. അങ്ങനെ ന്യൂക്ലിയർ ചാർജ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എഫക്റ്റീവ്ലി പതിച്ചു കഴിഞ്ഞാൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ സൈസ് എന്ത് ചെയ്യും? കുറയും. ദാറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ഈ പറയുന്ന ഗാലിയത്തിൻ്റെ കേസിൽ എൻ്റെ എക്സ്പെക്ടേഷൻ എന്തായിരുന്നു? എൻ്റെ എക്സ്പെക്ടേഷന് വിരുദ്ധമായിട്ട് അവിടെ സൈസ് നന്നായിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. കണ്ടോ, ഇത് ബോറോൺ ടു അലൂമിനിയം സൈസ് കൂടി. ദെൻ ഗാലിയം വീണ്ടും കൂടണമായിരുന്നു, പക്ഷേ ഗാലിയത്തിൻ്റെ സൈസ് കുറയാണ് ചെയ്തത്. എന്താ കാരണം? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡി ഓർബിറ്റൽ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ ട്രെൻഡ് ഇങ്ങനെ വരിക. ബോറോൺ ആണ് ഏറ്റവും ചെറുത്, സംശയമില്ല. പക്ഷേ പിന്നെ വരിക ഗാലിയം, ദെൻ പിന്നെ അലൂമിനിയം തന്നെയാണ്, ദെൻ ഇൻഡിയം, താലിയം. അവിടെ ഒന്നുമില്ല, പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അപ്പോഴും ശ്രദ്ധിക്കുക, താലിയത്തിൻ്റെ ഇന്ത്യത്തിൻ്റെ സൈസൊക്കെ കമ്പയറബിൾ ആണ്. വലിയൊരു ഡിഫറൻസ് സൈസിൽ എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. അപ്പോൾ ഇവിടെ എന്താണ് ഇതിൻ്റെ റീസൺ? ഇതിൻ്റെ റീസൺ ആയിട്ട് നമുക്ക് എന്താ പറയാം? ഇതിൻ്റെ റീസൺ ആയിട്ട് പറയാം ദ പ്രസൻസ് ഓഫ് ഡി ഓർബിറ്റൽ.
d orbital electron, presence of d orbital electron. So d orbital electron ഉണ്ടാകുമ്പോൾ ഷീൽഡിങ് എന്താ ചെയ്യുക, ഷീൽഡിങ് നമ്മുടെ എക്സ്പെക്ടേഷനേക്കാളും കുറയും. അപ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യടാ, കൂടും. സോ സൈസ് ഓഫ് ഗാലിയം ഡിക്രീസസ് ദാൻ അവർ എക്സ്പെക്ടേഷൻ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നമുക്ക് അയണൈസേഷൻ എൻതാൽപ്പിയിലോട്ട് പോകാം. അയണൈസേഷൻ എൻതാൽപ്പി, എടാ അയണൈസേഷൻ എൻതാൽപ്പി പറയുമ്പോൾ അവിടെ ഇതേപോലത്തെ പ്രശ്നം കിടക്കുന്നുണ്ട്. ആൻഡ് ഈ വാല്യൂസ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് 801 ബോറോണിൻ്റെ വാല്യൂ. ദെൻ അയണൈസേഷൻ എൻതാൽപ്പി ജനറലി എങ്ങനെ ടോപ്പ് ടു ബോട്ടം കുറയും. ജനറലി ടോപ്പ് ടു ബോട്ടം കുറയും ബിക്കോസ് ടോപ്പ് ടു ബോട്ടം സൈസ് കൂടുകയാണ്, അല്ലെങ്കിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയാണ്. അതുകൊണ്ട് അയണൈസേഷൻ എൻതാൽപ്പി കുറയും നമ്മൾ പറയാം. അപ്പോൾ ഇവിടെ നോക്ക്, ബോറോണിനേക്കാളും കുറവാണ് അലൂമിനിയം, തർക്കമില്ല. ആൻഡ് അലൂമിനിയത്തിനേക്കാളും കുറയേണ്ട ചങ്ങായിയാണ് ആര്, ഗാലിയം. പക്ഷേ ഗാലിയത്തിൻ്റെ വാല്യൂ അലൂമിനിയത്തിനേക്കാളും സ്ലൈറ്റ്ലി എന്താണ്, കൂടുതലാണ്. ആൻഡ് ഇൻഡിയത്തിൻ്റെ വാല്യൂ വീണ്ടും കുറഞ്ഞു. ആൻഡ് താലിയത്തിൻ്റെ വാല്യൂ നോക്ക് 589. ഈ 589 എന്ന് പറഞ്ഞാൽ ഈ 3 വാല്യൂസിനേക്കാളും കൂടുതലാണ്. അപ്പം നമ്മളൊരു ട്രെൻഡ് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക, ബോറോൺ ആണ് ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ. ദെൻ സെക്കൻഡ് വൺ ആരല്ല, അലൂമിനിയം അല്ല, ഈവൻ ഗാലിയം പോലും അല്ല, ആരാണ്, താലിയം. ഇറ്റ്സ് താലിയം. ദെൻ തേർഡ് പൊസിഷനിൽ ആര് വരുന്നുണ്ട്, ഗാലിയം വരുന്നുണ്ട്. ദെൻ അലൂമിനിയം, പിന്നെ എന്താണ്, ഇൻഡിയം. ആൻഡ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ താലിയത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. താലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ താലിയത്തിൽ എക്സസ് ആയിട്ട് വരുന്നത് എഫ് ഓർബിറ്റലാണ്. എഫ് ഓർബിറ്റലിൻ്റെ ഷീൽഡിങ് ഞാൻ നേരത്തെ പറഞ്ഞ ഡീനേക്കാളും എന്താണ്, കുറവാണ്. ഈവൻ ഡീൻ്റെ ഷീൽഡിങ്ങിനേക്കാളും കുറവാണ് എഫ് ഓർബിറ്റലിൻ്റെ ഷീൽഡിങ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇവിടെ എഫ് ഓർബിറ്റൽ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ 4f ഓർബിറ്റലും ഇവിടെ 3d ഓർബിറ്റലും വരുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ എന്താണ്, എഫ് ഓർബിറ്റലിൻ്റെ ഡി ഓർബിറ്റലിൻ്റെ ഷീൽഡിങ് പവർ എന്താണ്, ഭയങ്കര കുറവാണ്. സോ ഷീൽഡിങ് കുറയുന്നു. ഷീൽഡിങ് കുറയുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താ ചെയ്യുക, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ അയണൈസേഷൻ എന്താൽപ്പി നമ്മളുടെ എക്സ്പെക്ടേഷനേക്കാളും കൂടും. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ ട്രെൻഡ് പഠിച്ചോ, എങ്ങനെ ട്രെൻഡ് വരിക, ഇങ്ങനെ ആലോചിച്ചാൽ മതി. 2 ആൾക്കാർ മുമ്പിലേക്ക് വരും. ആൻഡ് താലിയം ഈസ് സെക്കൻഡ് പൊസിഷൻ. അപ്പോൾ ഇവിടെ BT ബോറോണ് താലിയം, കണ്ടോ, BT ഗെയിൻ, അങ്ങനെ ആലോചിച്ചാൽ മതി, BT ഗെയിൻ. അപ്പോൾ അയണൈസേഷൻ എന്താൽപ്പിൻ്റെ ഓർഡർ അങ്ങനെയാണ്. ഇറ്റ് ഈസ് BT ഗെയിൻ. എന്താ BT ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ഇത് സ്മോൾ ലെറ്റർ എഴുതിക്കോ. അപ്പോൾ ഇത് ബോറോണ്, താലിയം, ഗാലിയം, അലൂമിനിയം ആൻഡ് ഇൻഡിയം, കണ്ടോ, BT ഗെയിൻ. ഓക്കെ, അപ്പോൾ അയണൈസേഷൻ എന്താൽപ്പി സെറ്റ്. ഇനി അടുത്തത് ഇലക്ട്രോണെഗറ്റിവിറ്റി. ഈവൻ എന്തായാലും അതിൽ ഈ സൈസ് കാരണമുള്ള എന്തുണ്ട്, എക്സെപ്ഷൻ ഉണ്ട്. ഇവിടെ ഇലക്ട്രോണെഗറ്റിവിറ്റി ഓർഡർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോറോൺ ഹയസ്റ്റ് പൊസിഷൻ, ടോപ്പ് ടു ബോട്ടം ജനറലി കുറയുന്നതാണ്. ആൻഡ് ബോറോൺ ടു അലൂമിനിയം കുറഞ്ഞ്, പക്ഷേ അലൂമിനിയം ടു പിന്നീട് അങ്ങോട്ട് സ്ലൈറ്റ്ലി കൂടുകയാണ്. ആൻഡ് അലൂമിനിയാണ് ഇവിടുത്തെ എന്ത് ലോവസ്റ്റ് ഇലക്ട്രോണെഗറ്റീവ് എലമെന്റ് നമുക്ക് പറയാം. അല്ലെങ്കിൽ ദ മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ഇൻ ബോറോൺ ഫാമിലി ആരാണ്, അലൂമിനിയാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മെറ്റാലിക് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഈ ബോറോൺ ഫാമിലിയിൽ ഏറ്റവും നന്നായിട്ട് മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നത് ഈവൻ താലിയം ഒന്നുമല്ല, അത് ആര് തന്നെയാണ്, അലൂമിനിയാണ്. അതായത് ബോറോൺ ഫാമിലിയിൽ ഏറ്റവും നല്ല മെറ്റൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഇസ് അലൂമിനിയം. കാരണം എന്താണ്, ലോവസ്റ്റ് ഇലക്ട്രോണെഗറ്റിവിറ്റി. അപ്പോൾ ഇലക്ട്രോണെഗറ്റിവിറ്റിൻ്റെ ഓർഡർ നമ്മൾ ഇങ്ങനെ പറയാം, ബോറോണ്, ദെൻ ഏറ്റവും ഹയസ്റ്റ്, പിന്നെ ആരാടാ, പിന്നെ താലിയം, പിന്നെ ഇൻഡിയം, പിന്നെ ആരാണ്, പിന്നെ ഗാലിയം, ആൻഡ് ദ ലോവസ്റ്റ് വൺ ഈസ് അലൂമിനിയം. സോ ദിസ് ഈസ് ദ മെറ്റാലിക് ക്യാരക്ടർ. ഇവിടേക്ക് ഭയങ്കര ഹൈ ആണ്, അലൂമിനിയത്തിൻ്റെ മെറ്റാലിക് ക്യാരക്ടർ ഭയങ്കര ഹൈ ആണ് നമുക്ക് പറയാം. സോ ഇലക്ട്രോണെഗറ്റിവിറ്റി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇനി എവിടേക്ക് പോകാം, ഫിസിക്കൽ പ്രോപ്പർട്ടി. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ നമുക്ക് കാര്യമായിട്ട് നോക്കാനുള്ളത് ഒന്നുമില്ല. ഇവരെ മെറ്റൽസ് ആണോ നോൺ മെറ്റൽസ് ആണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബോറോണിൻ്റെ കേസിൽ ബോറോൺ ഈസ് എ നോൺ മെറ്റാലിക്, കണ്ടോ, ബോറോൺ നോൺ മെറ്റൽ ആണ്. പക്ഷേ നോൺ മെറ്റൽ ആണെങ്കിലും ഹാർഡാണ്, ബ്ലാക്ക് കളേർഡ് സോളിഡ് ആണ്. ശ്രദ്ധിക്കുക, നോൺ മെറ്റൽസ് ആണ് പക്ഷേ സോളിഡ് ആണ്. ബോറോൺ ഈസ് എ നോൺ മെറ്റൽ സോളിഡ് ലൈക്ക് കാർബൺ അങ്ങനെ തന്നെയാണ്, നോൺ മെറ്റൽ ആണ് പക്ഷേ എന്താണ്, സോളിഡ് ആണ്. ഓക്കെ, ഇനി ഇറ്റ് എക്സിസ്റ്റ് ഇൻ മെനി അല്ലോട്രോപ്പിക് ഫോം. ഇപ്പോൾ ബോറോൺ അല്ലോട്രോപ്പി കാണിക്കുന്നുണ്ട്. ഡ്യൂ ടു വെരി സ്ട്രോങ് ക്രിസ്റ്റലൈൻ ലാറ്റിസ് ബോറോൺ ഹാസ് അൺയൂഷ്വലി ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അത് നമുക്ക് നോക്കാനുള്ളതാണ്. മെൽറ്റിംഗ് പോയിന്റ് നോക്കാം. ബോറോണിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ജനറലി ഭയങ്കര ഹൈ ആണ്. സോ ഇനി ബാക്കി എലമെന്റ്സ് ഇൻക്ലൂഡിംഗ് അലൂമിനിയം നമ്മൾ അവരെ സോഫ്റ്റ് മെറ്റൽസ് ആയിട്ടാണ് പരിഗണിക്കുക, വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. സോ മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ അതുകൊണ്ട് അതിൽ സംശയമില്ല. ഇനി ഗാലിയം ഒരു എക്സെപ്ഷണൽ എലമെന്റ് ആണ്. ബോറോൺ, അലൂമിനിയം, ഗാലിയം തേർഡ് എലമെന്റ്. ഗാലിയത്തിന്റെ കേസിൽ അവന്റെ മെൽറ്റിംഗ് പോയിന്റ് ഭയങ്കര കുറവാണ്. ഇറ്റ്സ് അബൌട്ട് 303 കെൽവിൻ. അപ്പോൾ കണ്ടോ, ഗാലിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് 303 കെൽവിനാ, പക്ഷേ ബോയിലിംഗ് പോയിന്റ് ഭയങ്കര ഹൈ ആണ്. ഇറ്റ് ഈസ് 2676 കെൽവിൻ ആണ് വരിക.
ഓർത്തിരിക്കുക. സോ ഇത് കാരണം ഈ ഗാലിയത്തിൻ്റെ ഈ 303 കെൽവിൻ എന്ന് പറഞ്ഞാൽ എത്ര 30 ഡിഗ്രി സെൽഷ്യസ്. 30 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ നോർമൽ ഒരു കണ്ടീഷനിൽ ഈ ഗാലിയം ഇപ്പോൾ ഒരു സമ്മർ സീസണിൽ ഗാലിയം എന്തായിട്ടാണ് ഉണ്ടാവുക? സമ്മർ സീസണിൽ ടെമ്പറേച്ചർ നമ്മുടെ നാട്ടിലൊക്കെ 30 ഡിഗ്രി സെൽഷ്യസിന് മേലെ പോകും. 30 ഡിഗ്രി സെൽഷ്യസിന് മേലെ പോകുമ്പോൾ ഇവൻ എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. ഇനി ടെമ്പറേച്ചർ കുറഞ്ഞ ഒരു 20 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുമ്പോൾ ഒരു വിന്റർ സീസൺ ഒക്കെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവൻ എന്ത് ചെയ്യും? ഇവൻ കട്ടായിട്ടുണ്ടാവും. കാരണം 20 ഡിഗ്രി സെൽഷ്യസിൽ ഇവൻ മെൽട്ട് ആയിട്ടില്ല, അപ്പോൾ അവൻ സോളിഡാണ്. അപ്പോൾ ഒരു സീസണൽ എന്ത് കാണിക്കുന്നുണ്ട്? ഇവൻ ഒരു സോളിഡ് ലിക്വിഡ് പ്രോപ്പർട്ടി കാണിക്കും. ആൻഡ് മോർ ഓവർ ഇവന്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഭയങ്കര ഹൈ ആണ്. ഏത്? മെൽട്ടിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഭയങ്കര ഹൈ ആണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ, അതായത് മെൽട്ടിംഗ് പോയിന്റ് കുറവും ബോയിലിംഗ് പോയിന്റ് ഹൈ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ സ്വാഭാവികമായിട്ടും തെർമോമീറ്ററിൽ യൂസ് ചെയ്യാറുണ്ട്. അതായത് ടെമ്പറേച്ചർ മെഷർമെന്റിന് നമുക്ക് ഇവരെന്ത് ചെയ്യാം? യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഡെൻസിറ്റി ഓഫ് ദ എലമെന്റ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ഫ്രം ബോറോൺ ടു താലിയം. ആൻഡ് ഡെൻസിറ്റിന്റെ കേസിൽ നിങ്ങൾ ഓർത്തു വെച്ചോ, പി ബ്ലോക്കിൽ എല്ലാ ഗ്രൂപ്പിലും ഡെൻസിറ്റി ഇസ് ദ ഓൺലി പ്രോപ്പർട്ടി. നിങ്ങൾക്ക് ഒരു എക്സെപ്ഷനും ജനറലി കാണാൻ പറ്റാത്തൊരു പ്രോപ്പർട്ടിയാണ് എന്ത്? ഈ പറയുന്ന ഡെൻസിറ്റി ട്രെൻഡ്. അതാകെ കാർബൺ ഫാമിലിയിൽ നമ്മൾ ഡയമണ്ടിനെ എടുക്കുമ്പോൾ, അതായത് ഗ്രാഫൈറ്റിന് പകരം ഡയമണ്ടിന് എടുക്കുമ്പോൾ മാത്രമേ ആ ട്രെൻഡിന് ഒരു മാറ്റം വരുള്ളൂ. അത് ഞാൻ അവിടെ പറയാം. ബാക്കിയൊക്കെ ജനറലി ലെഫ്റ്റ് ടു റൈറ്റ് ഡെൻസിറ്റി എന്ത് ചെയ്യും? കൂടും. ബിക്കോസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. ടോപ്പ് ടു ബോട്ടം മാസ് നന്നായിട്ട് കൂടുന്നുണ്ട്, അതിനനുസരിച്ച് വോളിയത്തിന് എന്തില്ല? ഇൻക്രീസ് ഇല്ല. അതായത് മാസ് ബൈ ഡെൻസിറ്റി, മാസ് ബൈ വോളിയം. മാസിന്റെ ഇൻക്രീസ് ആക്ച്വലി എന്താണ്? ഷാർപ്പാണ്. പക്ഷെ വോളിയത്തിന്റെ ഇൻക്രീസ് ഷാർപ്പ് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മാസ് ഡോമിനേറ്റ് ചെയ്യും. മാസ് കൂടുന്നതുകൊണ്ട് തന്നെ ടോപ്പ് ടു ബോട്ടം ഡെൻസിറ്റി എന്ത് ചെയ്യും? കൂടും. നമുക്ക് ആ ട്രെൻഡുകൾ ഇവിടെ നോക്കാം. കണ്ടോ? ആദ്യം ഡെൻസിറ്റിന്റെ ട്രെൻഡ് നോക്കിക്കേ. ബോറോണ്, അലൂമിനിയം കൂടി, ഗാലിയം കൂടി, ഇൻഡിയം കൂടി, താലിയം കൂടി. കണ്ടോ? എല്ലാം കൂടിക്കൊണ്ടേയിരിക്കണം. ഇനി മെൽട്ടിംഗ് പോയിന്റ് ട്രെൻഡ്. മെൽട്ടിംഗ് പോയിന്റ് ട്രെൻഡ് നിങ്ങൾ നോക്കിക്കോ. മെൽട്ടിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ ആർക്ക് തന്നെ? ബോറോൺ തന്നെ. ഏറ്റവും കൂടുതൽ ബോറോൺ. പിന്നെ ഉള്ളത് ആക്ച്വലി ആരാണ്? അലൂമിനിയം. ദ നെക്സ്റ്റ് വൺ ഈസ് അലൂമിനിയം. ഓക്കെയാ? ദെൻ അലൂമിനിയം. പിന്നെ മെൽട്ടിംഗ് പോയിന്റ് ഗാലി അല്ല. ഗാലിയത്തിൻ്റെ മെൽട്ടിംഗ് പോയിന്റ് ഇവിടെ ഏറ്റവും കുറവാണ്. പിന്നെ ഉള്ളത് താലിയാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് താലിയം. പിന്നെ ഇൻഡിയം. പിന്നെ ആരാടാ? പിന്നെ ഗാലിയം. അതായത് ഗാലിയം ഷോ എക്സെപ്ഷണലി ലോ മെൽട്ടിംഗ് പോയിന്റ് 303 കെൽവിൻ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ ആ ഗ്രാഫ് ഓർത്തൊക്കെ. എങ്ങനെ ഗ്രാഫ്? ഇതാ ഇങ്ങനെ ഗ്രാഫ്. അപ്പോൾ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. അപ്പോൾ ആരാ ലോ മെൽട്ടിംഗ് പോയിന്റ് കാണിക്കുക? ഇറ്റ് ഈസ് ഗാലിയം. ഇറ്റ്സ് വെരി സിമ്പിൾ. ദെൻ ഇനി അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. എങ്ങനെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഇത് ഫസ്റ്റ് ലെറ്റർ നോക്ക്. ബാത്തിങ്ങോ അല്ലെങ്കിൽ ബാറ്റിങ്ങോ ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആലോചിക്കാം. ബാറ്റിംഗ് ഓർ ബാത്തിങ്. ഓക്കെ, ഇതാണ് മെൽട്ടിംഗ് പോയിന്റ് ട്രെൻഡ്. ദിസ് ഇസ് ട്രെൻഡ് ഓഫ് മെൽട്ടിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് ട്രെൻഡിൽ എക്സെപ്ഷൻ ഇല്ല. ബോയിലിംഗ് പോയിന്റ് ടോപ്പ് ടു ബോട്ടം കുറയുന്നു പഠിച്ചാൽ മതി. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. കണ്ടോ? ജനറലി കുറഞ്ഞു. സോ ഷാർപ്പ് ഡിക്രീസ് ആണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് ട്രെൻഡ്സ് ഇൻ കെമിക്കൽ റിയാക്ടിവിറ്റി. ആൻഡ് ദിസ് ഈസ് ദ പ്രോബബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെഷൻ എവർ. അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നീറ്റിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതിൽ നമ്മൾ ഏതൊരു ഗ്രൂപ്പ് നിങ്ങളെടുത്തോ ഇത് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ പറയുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതൊക്കെയാണ്? ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം 2s2 2p1 ഓർ ജനറലി ns2 np1 ആണ്. ns2 np1. അപ്പോൾ ഇവർ കാണിക്കുക ഒന്നെങ്കിൽ 3 ഇലക്ട്രോണോ കൊടുക്കും, അല്ലെങ്കിൽ ഇവർ +1 കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ +1 എങ്ങനെ കാണിക്കണം നമുക്ക് നോക്കണം. നമുക്ക് നോക്കാം. ഡോണ്ട് വറി, നമുക്കത് നോക്കാം. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുന്നതിന് മുമ്പ് ഇവരെല്ലാവരും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഇവരുടെ ഒരു +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഈ 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുമ്പോൾ ഈ ബോറോൺ 3+ എന്ന് പറയുന്ന ആൾ, ബോറോൺ 3+ എന്ന് പറയുന്ന ആൾ കോവാലൻ്റ് ആണ്. ബോറോൺ 3+ൻ്റെ ഏതൊരു കോമ്പൗണ്ട് എടുത്താലും കോവാലൻ്റാണ്. കാരണം അതിൻ്റെ റീസൺ പറയുന്നത് ബോറോണിൻ്റെ ആദ്യത്തെ അയണൈസേഷൻ എൻതാൽപ്പി, അയണൈസേഷൻ എൻതാൽപ്പി 1 ഇറ്റ്സെൽഫ് ആ പറയുന്ന പെർട്ടിക്കുലർ ഗ്രൂപ്പ്സ് എലമെൻസിൽ ഏറ്റവും കൂടുതൽ ബോറോൺ ആയിരിക്കും. സിമിലർലി രണ്ടാമത്തെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ IE2 ആണ്, മൂന്നാമത്തെ ഇലക്ട്രോൺ IE3 ആണ്. ഈ വാല്യൂ ഭയങ്കര ഹൈ ആയിരിക്കും. അതായത് സം ഓഫ് IE1 IE2 IE3 വാല്യൂ ഭയങ്കര ഹൈ ആയിരിക്കും. സോ ഇത് ഹൈ ആയതുകൊണ്ട് തന്നെ എന്ത് ബോറോൺ 3+ൻ്റെ അയോൺ, ബോറോൺ 3+ അയോൺസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതെന്താ? അയോൺസ് ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? അയണിക് ബോണ്ട് ഉണ്ടാവണം. അയണിക് ബോണ്ട് ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? അയണൈസേഷൻ നടക്കണം. അതായത് ഓരോരോ ഇലക്ട്രോൺ ഒഴിവാക്കി B3+ എന്ന് പറയുന്ന ഒരു അയോൺ ഉണ്ടാക്കണം. അത് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ബിക്കോസ് ഡ്യൂ ടു ഹൈ സം ഓഫ് ഫസ്റ്റ് 3 അയണൈസേഷൻ എൻതാൽപ്പി. അതുകൊണ്ട് ബോറോൺ 3+ കോമ്പൗണ്ടുകളൊക്കെ എന്താണ്? കോവാലൻ്റ് ആണ്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് അലൂമിനിയം ഓൺവേർഡ്സ് നിങ്ങൾ അലൂമിനിയം 3+ഉം ആൻഡ് അതേഴ്സും ബാക്കിയുള്ളവരൊക്കെ എന്തുണ്ടാക്കാറുണ്ട്?
ദേ ഫോം അയോണിക് ആൻഡ് കോവലന്റ്, രണ്ടും ഉണ്ടാക്കാം. അപ്പുറത്ത് വരുന്ന ആളനുസരിച്ചാണ് അയോണിക്കും കോവലന്റും അവർ ഫോം ചെയ്യും. അതായത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അവർ അയോണിക് ഉണ്ടാക്കുന്നു, കോവലന്റ് എല്ലാവരും ഉണ്ടാക്കും, അതുകൊണ്ട് അയോണിക് ഉണ്ടാക്കും എന്നർത്ഥം. ഓക്കെ, ദെൻ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇനി അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്, ബോറോൺ ഉണ്ട്, അലൂമിനിയം ഉണ്ട്, ഗാലിയം ഉണ്ട്, ഇന്ത്യ ഉണ്ട്, താലിയം ഉണ്ട്. ഇവർ ഏതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക? +3 ആൻഡ് +1. ബോറോണിൻ്റെ ഏറ്റവും സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 തന്നെയാണ്. ബോറോൺ ഏറ്റവും നന്നായിട്ട് കാണിക്കുക +3 തന്നെയാണ്. ബോറോൺ +3 കാര്യമായിട്ട് കാണിക്കുള്ളൂ. ബോറോണിൻ്റെ +1 അത്ര കണ്ട് എന്തല്ല, സ്റ്റേബിൾ അല്ല. ദെൻ അലൂമിനിയം, ഗാലിയം, ഇന്ത്യം +3 കാണിക്കും, +1 കാണിക്കും, ബട്ട് +3 ഈസ് മോർ സ്റ്റേബിൾ. +3 ഈസ് മോർ സ്റ്റേബിൾ. ആൻഡ് താലിയം +3 +1 കാണിക്കും, ബട്ട് സ്റ്റിൽ +1 ഈസ് മോർ സ്റ്റേബിൾ. +1 ഈസ് മോർ സ്റ്റേബിൾ. അതായത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ +3 ആണ് കാര്യമായിട്ട് കാണിക്കുക, ദെൻ ഇവരെ +3 +1 കാണിക്കും, പക്ഷേ സ്റ്റിൽ +3 സ്റ്റേബിൾ. ആൻഡ് താലിയത്തേക്ക് എത്തിയപ്പോൾ +1 ആയി സ്റ്റേബിൾ. അതായത് നിങ്ങൾ ജനറലി നോക്കുമ്പോൾ ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് +3 ഡിക്രീസ് ചെയ്യുന്നുണ്ട്, ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് +1 സ്റ്റെബിലിറ്റി ഓഫ് +1 എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ റീസൺ ഈസ്, ഇതിൻ്റെ റീസൺ ആണ് ഇനേർട്ട് പെയർ എഫക്റ്റ്. എന്താണ്? ഇനേർട്ട് പെയർ എഫക്റ്റ്. ആൻഡ് ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനേർട്ട് പെയർ എഫക്റ്റ് എന്താണ്? ഇനേർട്ട് പെയർ എഫക്റ്റ്. സോ ഇനേർട്ട് പെയർ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കണം എന്താണ് ഇനേർട്ട് പെയർ എഫക്റ്റ്. ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾ നോക്ക്, ഇത് ബോറോൺ അല്ലേ, അലൂമിനിയം അല്ലേ, ഗാലിയം അല്ലേ, ഇന്ത്യ ഉണ്ട്, താലിയം ഉണ്ട്. ബോറോണിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ എഴുതുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ബോറോണിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 2s2 2p1 ആണ്, ഇവിടെ 3p1 ആണ്, ഇവിടെ 4p1, ഇവിടെ 5p1, 6p1. ഇന്നർ ഓർബിറ്റൽ നോക്കുമ്പോൾ ഇവിടെ 1s ഉണ്ട്, അതായത് s ഓർബിറ്റൽ ഉണ്ട്. അലൂമിനിയത്തിൻ്റെ കേസിൽ 1sഉം 2sഉം ഉണ്ട്, വിച്ച് മീൻസ് s ഉണ്ട്, 2s ഉണ്ട്, ദെൻ 2p ഉണ്ട്, കാരണം 2p കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? 3p വരുന്നത്. ദെൻ ഗാലിയത്തിൻ്റെ കേസിൽ 4p വരെ ഉള്ളതുകൊണ്ട് തന്നെ 4pൻ്റെ ഉള്ളിൽ 3d ഉണ്ട്, അതായത് s ഓർബിറ്റൽ ഉണ്ടാവും, p ഓർബിറ്റൽ ഉണ്ടാവും, d ഓർബിറ്റൽ ഉണ്ടാവും. ഈവൻ ഇന്ത്യ ആണെങ്കിലും എസും പിയും ഡിയും ഉണ്ട്. ആൻഡ് താലിയത്തിൻ്റെ കേസിൽ ഇന്നർ ഓർബിറ്റലാണ് ഞാൻ എഴുതുന്നത്, എസും പിയും ഡിയും എഫും ഉണ്ട്. അതായത് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് ഡി ആൻഡ് എഫ് ഇലക്ട്രോൺ ഇൻക്രീസ് ചെയ്യും. ഡി ആൻഡ് എഫ് ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഷീൽഡിങ് കുറയും. എന്ത് കുറയും? ഷീൽഡിങ് കുറയും. ഷീൽഡിങ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് നമ്മളുടെ എക്സ്പെക്ടേഷനേക്കാളും കൂടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ? കാരണം കുറേ ആൾക്കാർ ഷീൽഡ് ചെയ്യണില്ല. അങ്ങനെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ഇവിടെ ഔട്ടറിൽ ആരൊക്കെയാണ് ഉള്ളത്? ഔട്ടറിലുള്ളത് NS ഓർബിറ്റലും ഉണ്ട്, NS ഓർബിറ്റലും ഉണ്ട്, NP ഓർബിറ്റലും ഉണ്ട്. ഈ NSCക്കും NPക്കും ആണ് ന്യൂക്ലിയർ ചാർജ് നമ്മൾ ഏറ്റവും ബാലൻസിൽ അവരാളുള്ളത്. അപ്പോൾ NSഉം NPയും ന്യൂക്ലിയസിനോട് അട്രാക്ട് ചെയ്യും. പക്ഷേ NS ഓർബിറ്റൽ ഹാവ് മോർ പെനിട്രേറ്റിംഗ് പവർ. കാരണം NSൻ്റെ സിമ്മട്രിക് നാച്ചർ കാരണം NS ഓർബിറ്റലിന് നന്നായിട്ട് ന്യൂക്ലിയസിൻ്റെ അടുത്തോട്ട് പെനിട്രേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. സോ അപ്പോൾ പെനിട്രേറ്റിംഗ് പവർ ഓഫ് NS ഈസ് ഗ്രേറ്റർ ദാൻ NP. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ എസ് ഓർബിറ്റൽ ഇലക്ട്രോൺസ് ആർ മോർ ടുവേർഡ്സ് എന്താവും? നമ്മളുടെ ന്യൂക്ലിയസ് ആവും. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ഈ NSൻ്റെ അവൈലബിലിറ്റി എന്ത് ചെയ്യുന്നറിയോ? കുറയും. അവൈലബിലിറ്റി ഓഫ് NS ഇലക്ട്രോൺസ് ഡിക്രീസസ്. അവൈലബിലിറ്റി ഓഫ് NS ഇലക്ട്രോൺസ് ഡിക്രീസ് ചെയ്യുക. അതായത് കെമിക്കൽ റിയാക്ഷന് ഞാനിപ്പോൾ താലിയത്തിൻ്റെ കേസിൽ ഇവിടെ അപ്പോൾ നമുക്ക് 6pയിലുള്ള ഒരു ഇലക്ട്രോണിക് കിട്ടും, 6sലുള്ള 2 ഇലക്ട്രോണിക് കിട്ടും, 3 ഇലക്ട്രോണെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ 3 ഇലക്ട്രോണെ കൊടുത്തു കഴിഞ്ഞാൽ +3. പക്ഷേ 3 ഇലക്ട്രോണെ കൊടുക്കൂല, കാരണം എസ് ഓർബിറ്റൽ ഇലക്ട്രോൺസ് ആർ മോർ ടുവേർഡ്സ് ന്യൂക്ലിയസ്. അതുകൊണ്ട് എസിൻ്റെ പെനിട്രേഷൻ പവർ കൂടുതലായതുകൊണ്ട് തന്നെ അവനെ കിട്ടാനുള്ള ചാൻസ് കുറയും എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് അങ്ങനെ പറയേണ്ടി വരും. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. സോ എസ് ഓർബിറ്റൽ ഇലക്ട്രോൺസ് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അതിന് വിളിക്കുന്ന പേരാണ് ഇനേർട്ട് പെയർ എഫക്റ്റ്, വിച്ച് മീൻസ് ദ റിലക്ടൻസ് ഓഫ് എസ് ഓർബിറ്റൽ ഇലക്ട്രോൺ to participate in chemical bonding.
അതുകൊണ്ട് എപ്പോഴും സ്റ്റെബിലിറ്റി ഓഫ് higher oxidation state top to bottom decrease ചെയ്യും and stability of higher oxidation state minus to top to bottom എന്ത് ചെയ്യും increase ചെയ്യും. ഇതാണ് inert bare effect. അപ്പോൾ top to bottom വരുമ്പോൾ താലിയം +1 കാണിക്കും +3 കാണിക്കാൻ മടിക്കും. ഓക്കെ അല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അടുത്തതാണ് ഇവരെല്ലാവരും 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാര്യമായിട്ട് കാണിക്കുന്നത് ഞാൻ പറഞ്ഞത്. +1 സ്റ്റേബിൾ ആവുന്ന ആൾക്കാരുണ്ട് ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഷോ എന്താണ് ഈ പറയുന്ന +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയാൽ നമ്മുടെ ഏറ്റവും ലാസ്റ്റിൽ വരുന്ന എലമെന്റ്സ് ആരൊക്കെയാണ്? ഇൻഡിയം, അതേപോലെ തന്നെ താലിയം അല്ലെങ്കിൽ ഗാലിയം. ഇപ്പോൾ ഗാലിയത്തിനെ സംബന്ധിച്ച് ഗാലിയത്തിൻ്റെ +1 പോസിബിൾ ആണ്, ഗാലിയത്തിൻ്റെ +3 പോസിബിൾ ആണ്. എടാ ആരാടെ മോർ സ്റ്റേബിൾ? ഇവനല്ലേ മോർ സ്റ്റേബിൾ. അപ്പോൾ നിങ്ങളൊരു ഗാലിയം +1 എടുത്തു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനിൽ അവന് ഗാലിയം 3+ ആവാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. ദിസ് ഈസ് ഓക്സിഡേഷൻ റിയാക്ഷൻ വിച്ച് മീൻസ് ഇറ്റ് ആക്ട് ആസ് എ ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ്. അതായത് ഗാലിയം പ്ലസ് ഒരു ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ് ആണ്. യെസ് ഓർ നോ? ആൻഡ് ഇനി തിരിച്ച് നമ്മൾ താലിയം പ്ലസും താലിയം 3+ നോക്കുകയാണെങ്കിൽ താലിയം 3+ നോക്കുകയാണെങ്കിൽ ആരാ മോർ സ്റ്റേബിൾ? സോ താലിയം plus is more stable. അപ്പോൾ ഇത് ഏത് റിയാക്ഷനാ? This is reduction reaction which means it acts as a better oxidizing agent. അപ്പോൾ താലിയം 3+ ഒരു better oxidizing agent ആണ്, ഗാലിയം പ്ലസ് ഒരു better reducing agent ആണ് due to inert pair effect. ഇൻഡയറക്ട്ലി പറയാം, അല്ലെങ്കിൽ stability of their corresponding oxidation state. ഓക്കെ അല്ലേ? ദെൻ അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ കാര്യം ഇങ്ങനെ പറഞ്ഞാൽ മതി, സ്റ്റെബിലിറ്റി ഓഫ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് വരിക? ബോറോൺ കഴിഞ്ഞാൽ അലൂമിനിയം പ്ലസിനേക്കാളും സ്റ്റേബിൾ ആണ് ആര്? ഗാലിയം പ്ലസ്. അതിനേക്കാളും സ്റ്റേബിൾ ആണ് ആര്? ഇൻഡിയം പ്ലസ്. അതിനേക്കാളും സ്റ്റേബിൾ ആണ് ആര്? ടെലൂറിയം പ്ലസ് അല്ലേ. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ലൂയിസ് അസിഡിക് ക്യാരക്ടർ ഓഫ് MX3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഇപ്പോൾ EX3 ഓർ MX3 എന്ന് വേണ്ട, EX3 എന്ന് എടുക്കാം. അപ്പോൾ ഇത് E ആണ് ആൻഡ് ഇവിടെ 3 ഹാലജൻ എക്സ്. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇവിടെ 6 ഇലക്ട്രോൺ ഉള്ളത്. സോ ഇവന് ലൂയിസിലോട്ട് ഇവനൊരു 2 ഇലക്ട്രോൺ കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവന് എന്ത് കംപ്ലീറ്റ് ആക്കി? ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കി. അങ്ങനെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ ഇവൻ നിലവിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണെന്ന് പറയാം. പറഞ്ഞൂടെ? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ നല്ല ഒരു ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ ആയിരിക്കും. ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റേഴ്സിന് നമുക്ക് എന്ത് വിളിക്കാം? ലൂയിസ് ആസിഡ്സ് വിളിക്കാം. എന്ത് വിളിക്കാം? ലൂയിസ് ആസിഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ലൂയിസ് ആസിഡ് ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ടോപ്പ് ടു ബോട്ടം സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ആക്ച്വലി കുറയുന്നുണ്ട്. കുറയുന്നുണ്ട്. കാരണം സൈസ് കൂടുമ്പോൾ എഫക്റ്റ് ന്യൂക്ലിയർ ചാർജ് കുറയുക ചെയ്യുക. അപ്പോൾ ഇലക്ട്രോൺ ആക്സെപ്റ്റിംഗ് എബിലിറ്റി കുറയും. അതായത് ലൂയിസ് ആസിഡ് ക്യാരക്ടർ ജനറലി എന്താ ചെയ്യുക? കുറയുക ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ് ശ്രദ്ധിച്ചോ. ഇനി അടുത്തത് നമ്മൾ BF3. ഓക്കെ, ഇവിടെ തന്നെ നമ്മൾ BF3, പിന്നെ ആരാണ്? BCl3, പിന്നെ BBr3 ആൻഡ് BBI3. ഓക്കെ, BI3 എടുക്കണ്ട, BBr3 വരെ എടുത്തോ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ലൂയിസ് ആസിഡ് ക്യാരക്ടർ കൂടുക ചെയ്യുക. എന്ത് കൂടും? ലൂയിസ് ആസിഡ് ക്യാരക്ടർ കൂടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ബോണ്ടിങ് കുറയുന്നതാണ്. എന്താണ്? ബാക്ക് ബോണ്ടിങ് കുറയുന്നതാണ്. അപ്പോൾ എന്താ ബാക്ക് ബോണ്ടിങ് നോക്കാം. അപ്പോൾ സപ്പോസ് ഇത് ബോറോൺ ആണെന്ന് വിചാരിച്ചോ. ബോറോണിൻ്റെ ചുറ്റിലും 3 ഫ്ലൂറിൻ. ഓക്കെ, ഈ ഫ്ലൂറിൻ്റെ കയ്യിൽ ഒരുപാട് എന്തുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ആൻഡ് ഈ ബോറോണിൻ്റെ കയ്യിലാണെങ്കിൽ നമുക്കറിയാം ബോറോൺ ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസേഷനാണ്. ഒരു വാക്കം പി ഓർബിറ്റലുണ്ട്. സോ ഈ ബോറോണിൻ്റെ വാക്കൻറ്റ് പി ഓർബിറ്റൽ നമുക്കറിയാം ബോറോൺ ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ. ആൻഡ് ഫ്ലൂറിൻ്റെ ഏതോ ഓർബിറ്റൽ? ഇത് 2p ഓർബിറ്റലാണ്. ബോറോണിൻ്റെ ഏതോ ഓർബിറ്റൽ? 2p. സോ 2p ഓർബിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് ബാക്ക് ഡൊണേറ്റ് ചെയ്യും. സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഷെയറിംഗ് എന്ന് പറയാം ഒരു പരിധി വരെ, പക്ഷേ എന്തല്ല, നമ്മുടെ നോർമൽ കോലൻ ബോണ്ട് അല്ല. അപ്പോൾ ഇത് എല്ലായ്പ്പോഴും ഇവൻ തന്നെ കൊടുത്തോളുന്നില്ല. അതേപോലെ പാർഷ്യലി ഇവിടുന്നും ആവാം ഈ ഷെയറിങ്. ഓക്കെ, ദെൻ സിമിലർലി ഇവിടുന്ന് ആവും ഈ ഷെയറിങ്. അപ്പോൾ ഇതാണ് ബാക്ക് ഡൊണേഷൻ. ദെൻ ബാക്ക് ഡൊണേഷൻ ഏറ്റവും നന്നായിട്ട് നടക്കുക ഈ BFൻ്റെ കേസിൽ ബാക്ക് ബോണ്ടിങ് ഭയങ്കര കൂടുതലാണ്. ദെൻ BCLൻ്റെ കേസിൽ അത്ര സ്ട്രോങ്ങർ അല്ല. ദെൻ അതിനേക്കാളും കുറവായിരിക്കും ആരുത്? BBRൻ്റെ. അതെന്താ കാരണം? ഈ ബാക്ക് ബോണ്ടിങ് കുറയാനുള്ള കാരണം എന്താ? ബിക്കോസ് ഇവിടെ BF3 എന്ന് പറഞ്ഞാൽ ഇത് 2p 2p ആ. ഇത് 2p 3p ആ.
2p 3p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് കുറയും. എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് കുറയുന്നതുകൊണ്ട് തന്നെ ബാക്ക് ബോണ്ടിങ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇവിടുത്തെ ബാക്ക് ബോണ്ടിങ്ങിന്റെ സ്ട്രെങ്ത് ഭയങ്കര കുറവാണ്. അപ്പോൾ BF3ന്റെ കേസിൽ ഇവന്റെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഒരു പരിധി വരെ ഫ്ലൂറിൻ എന്ത് ചെയ്ത് കവർ ചെയ്ത്, ഒരു പരിധി വരെ ഫ്ലൂറിൻ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ഇനി ഒരു ഇലക്ട്രോണെ വാങ്ങിക്കാൻ എന്തുണ്ടാവും? കുറച്ചൊരു മടി ഉണ്ടാവും. ആ മടിയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത് സ്വാഭാവികമായിട്ടും. അപ്പോൾ BF3ന്റെ കേസിൽ അവിടെ ബാക്ക് ഡൊണേഷൻ ഭയങ്കര സ്ട്രോങ്ങർ ആയതുകൊണ്ട് തന്നെ ഇവന് ഇനി ഇലക്ട്രോണെ വാങ്ങിക്കാൻ മടിയായിരിക്കും. അപ്പോൾ ലൂയിസ് ആസിഡ് ക്യാരക്ടർ കുറവാണ്. പക്ഷേ ഇവിടെ ബാക്ക് ബോണ്ടിങ് കുറവായതുകൊണ്ട് തന്നെ അവൻ്റെ ലൂയിസ് ആസിഡ് ക്യാരക്ടർ എന്ത് ചെയ്യും? നന്നായിട്ട് കൂടും നമുക്ക് പറയാം. ഇനി ഇത് രണ്ടും കൂടാതെ ബാക്ക് ബോണ്ടിങ്ങും അതേപോലെ തന്നെ ലൂയിസ് ആസിഡും കൂടാതെ ചില ആൾക്കാർ ചെയ്യുന്ന പരിപാടികളുണ്ട്. ഇപ്പം നമ്മൾ ലൂയിസ് ആസിഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ BF3 ഉണ്ടെന്ന് വിചാരിച്ചോ. BF3ക്ക് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ വാങ്ങിക്കണം. ഇവിടെ ഇപ്പോൾ NH3 ഉണ്ടെങ്കിൽ അവൻ NH3ൻ്റെ കയ്യിൽ നിന്നാണ് ഇത് ഇവിടേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ ഒരു അഡക്റ്റ് ഫോം ചെയ്യും. ഇത് നമ്മൾ ഇവിടെ ഇക്വിലിബ്രിയത്തിലും അതേപോലെ തന്നെ കെമിക്കൽ ബോണ്ടിങ്ങിലൊക്കെ പറയുന്നതാണ്. പക്ഷേ AlCl3 പോലെയുള്ള ചില ആൾക്കാരുണ്ട്. അപ്പോൾ AlCl3 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതൊരു ക്ലോറിൻ. ഓക്കെ, എന്നാൽ ഈ ക്ലോറിൻ്റെ കയ്യിൽ ഇനിയും ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആര്? അലൂമിനിയം. ആൻഡ് ഇവിടെ ബാക്ക് ഡൊണേഷൻ്റെ പവർ ഭയങ്കര കുറവായിരിക്കും. കാരണം അലൂമിനിയത്തിൻ്റെ 3p എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് ഭയങ്കര മോശമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു AlCl3 കൂടി ഉണ്ടെന്ന് വിചാരിച്ചാൽ, ഒരു AlCl3 കൂടി ഉണ്ട്. ക്ലോറിൻ. ഓക്കെ, ദെൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോണിന് ഈ ക്ലോറിന് ആർക്ക് ഷെയർ ചെയ്യും? ഈ അലൂമിനിയത്തിന് ഷെയർ ചെയ്യും. കാരണം അവരുടെ ഓർബിറ്റലിൻ്റെ എക്സ്റ്റെൻഡ് ഈ പറയുന്ന അലൂമിനിയത്തിൻ്റെ വാക്കൻറ്റ് ഡി ഓർബിറ്റലും ഈ ക്ലോറിൻ്റെ പി ഓർബിറ്റലും തമ്മിൽ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺ പെയറിന് ഡൊണേറ്റ് ചെയ്യും. സിമിലർലി ഈ ക്ലോറിൻ്റെ ഒരു പെയർ ഓഫ് ഇലക്ട്രോണിന് ഈ അലൂമിനിയത്തിനും കൊടുക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ദിസ് ഈസ് ഡയമർ ഫോർമേഷൻ. എന്താണ് ഡയമർ ഫോർമേഷൻ? അപ്പോൾ ഡയമറൈസേഷൻ ആണ് അവിടെ നടക്കുക. AlCl3 ബിക്കംസ് Al2Cl6 ഡയമറൈസേഷൻ പ്രോസസ്. അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി കവർ ചെയ്യാൻ ഇവർക്ക് 3 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നെങ്കിൽ അവരുടെ ലൂയിസ് ആസിഡ് ക്യാരക്ടറിന്, ദെൻ ബാക്ക് ബോണ്ടിങ് ഒരു പരിധി വരെ, ദെൻ അടുത്തത് എന്താണ്? ഡയമറൈസേഷൻ. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് നമ്മൾ ഇനി റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഓക്സിജൻ, അതേപോലെ തന്നെ ബാക്കി എലമെൻറ്റ്. ഇവിടെ എയർ ആണ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നത്. എയർ എന്ന് പറഞ്ഞാൽ ഓക്സിജനും ഉണ്ട്, നൈട്രജനും ഉണ്ട്. ശ്രദ്ധിച്ചോ, ഇവിടെ രണ്ടാൾക്കാർ നമ്മളിവിടെ ആദ്യം റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഓക്സിജൻ പറയാൻ പോവാണ്. റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യാത്ത രണ്ടാൾക്കാരുണ്ട്. ഡസ് നോട്ട് റിയാക്ട്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ക്രിസ്റ്റലൈൻ ബോറോൺ. ഈ ക്രിസ്റ്റലൈൻ ബോറോണിൻ്റെ ബോണ്ടിങ് നേച്ചർ ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഇവൻ ആരായിട്ട് റിയാക്ട് ചെയ്യില്ല? ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യില്ല. ആൻഡ് സെക്കൻഡ് വൺ ഈസ് അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ കേസിൽ അലൂമിനിയം ഓക്സൈഡ് ലെയർ ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? ഓക്സൈഡ് ലെയർ ഫോർമേഷൻ. ഈ ഓക്സൈഡ് ലെയർ ഉണ്ടാക്കണോണ്ട് തന്നെ ഈ ഓക്സൈഡ് ലെയർ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ്. എന്ത് ലെയറാണ്? പ്രൊട്ടക്റ്റീവ് ലെയറാണ്. സോ ഇത് പ്രൊട്ടക്റ്റീവ് ലെയർ ആയതുകൊണ്ട് തന്നെ ഈ ഫർദർ അലൂമിനിയം, അതായത് ഈ ലെയറിൻ്റെ ഉള്ളിലുള്ള അലൂമിനിയത്തിന് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുന്നതിന് ഈ ഓക്സൈഡ് ലെയർ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യും. നമ്മൾ അലൂമിനിയം പാത്രങ്ങളൊക്കെ ശ്രദ്ധിച്ച് അലൂമിനിയം ഈ പറയുന്ന യൂട്ടൻസിൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തൊരു തിളക്കമില്ലായ്മ ഉണ്ടാവും. അത് ഈ ഓക്സൈഡ് ലെയറിൻ്റെ ഫോർമേഷനാണ്. പക്ഷേ നിങ്ങൾ അവിടെ എന്തെങ്കിലും വെച്ച് സ്ക്രാച്ച് ചെയ്താൽ അല്ലെങ്കിൽ അതിനെ എക്സസ് ആയിട്ട് ഹീറ്റ് ചെയ്താലൊക്കെ സ്വാഭാവികമായിട്ട് ആ ലെയർ പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ അലൂമിനിയം പാത്രത്തിൽ വല്ലാണ്ട് കുക്ക് ചെയ്തെന്നൊക്കെ പറയുന്നത്. ബിക്കോസ് അലൂമിനിയം പാത്രത്തിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അലൂമിനിയം ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് അലൂമിനിയം ഓക്സൈഡ് ഉണ്ടാവും. സോ ഈ Al2O3 എന്തുണ്ട്? ചെറുതായിട്ട് കാർസിനോജനിക് പ്രോപ്പർട്ടി ഉണ്ട്. അത് നമ്മൾ കഴിക്കും തോറും സ്വാഭാവികമായിട്ട് നമുക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് എന്ന് പറയപ്പെടുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന അലൂമിനിയത്തിൻ്റെ ഓക്സൈഡ് ലെയർ ഫോർമേഷൻ ഉണ്ട്. പക്ഷേ അമോർഫസ് ബോറോൺ ആവട്ടെ അതേപോലെ തന്നെ അലൂമിനിയം ആവട്ടെ, നിങ്ങൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ B2O3 അതേപോലെ തന്നെ Al2O3 പോലെയുള്ള കോമ്പൗണ്ടുകൾ എന്ത് ചെയ്യാറുണ്ട്? ഉണ്ടാക്കാറുണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ. ഓർ ജനറലി നമുക്ക് E+O2 ഗീവ്സ് എന്ത് ചെയ്താടാ? E2O3 എന്ന് എഴുതാം. സിമിലർലി E+N2 നൈട്രജൻ ആണെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? En എന്ന് എഴുതാം. പക്ഷേ ദിസ് ഇസ് വെരി 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 ഹൈ. ഇത് ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ റിയാക്ഷൻ നടക്കുകയുള്ളൂ. ബിക്കോസ് ഈ നൈട്രജൻ്റെ ട്രിപ്പിൾ ബോണ്ട് പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് ടാസ്ക്. ഓക്കെ, അപ്പോൾ അത് പൊട്ടിക്കണമെങ്കിൽ ഈ റിയാക്ഷൻ ഹൈ ടെമ്പറേച്ചറിൽ നടക്കുള്ളൂ, അല്ലാണ്ട് നോർമൽ കണ്ടീഷനിൽ നടക്കൂല. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഈ പറയുന്ന ഓക്സിജനിൽ ഇവന്മാർ ഓക്സൈഡുകൾ ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ഏതൊക്കെ ഓക്സൈഡുകൾ? ഇവിടെ നോക്കടാ,
യെസ് E2O3. ഈ E2O3 എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആവാം? E2O3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് B2O3 ആവാം. ഓക്കെ, B2O3 ആകാം. അതേപോലെ തന്നെ Al2O3 ആകാം. പിന്നെ Ga2O3 ആകാം. then In2O3 ആകാം, In2O3, then Tl2O3. ഓക്കെ, Tl2O3 ഇവരൊക്കെ ഉണ്ടായി എന്ന് വിചാരിച്ചോ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ നേച്ചർ. അതായത് ഓക്സൈഡിൻ്റെ അസിഡിക് ബേസിക് ആംഫോട്രിക് നേച്ചർ എന്തായാലും പഠിച്ചു വെക്കണം. ഈ പറയുന്ന B2O3 ആക്ച്വലി അസിഡിക് ആണ്. നമുക്കറിയാം മെറ്റൽ ഓക്സൈഡ്സ് ആർ ജനറലി ബേസിക്. അപ്പോൾ എപ്പോഴും മേലെ വരുന്ന ആൾ അസിഡിക് ആവാനും താഴെ വരുന്ന ആൾ ബേസിക് ആവാനും ചാൻസ് ഭയങ്കര ഹൈ ആണ്. ആൻഡ് Al2O3 ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ഓൺവേർഡ്സ് നമ്മൾ പഠിക്കുന്നതാണ്. ആംഫോട്രിക് ഇവിടെ ആരും കൂടെ കൂടി, ഗാലിയം കൂടെ കൂടി. ആൻഡ് In2O3 ആൻഡ് Tl2O3 ഇവർ രണ്ടുപേരും എന്താണ്? ബേസിക് ആണ്. അപ്പോൾ ഇത് അസിഡിക്, ഇത് ആംഫോട്രിക്, ഇത് ബേസിക്. ഓക്കെ അല്ലേ? സെറ്റ്. ദെൻ ഇനി റിയാക്ടിവിറ്റി ടുവേർഡ്സ് ആസിഡ് ആൻഡ് ബേസ്. റിയാക്ടിവിറ്റി ടുവേർഡ്സ് ആസിഡ് ആൻഡ് ബേസ് ആണ് അടുത്ത് പറയാൻ പോണത്. സോ ബോറോൺ, ഓക്കെ, അടുത്തത് ബോറോൺ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് ബേസ്. ബോറോൺ ആസിഡിനെട്ടോ ബേസിനെട്ടോ റിയാക്ട് ചെയ്യില്ല. അലൂമിനിയം റിയാക്ട് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അലൂമിനിയം പ്ലസ് HCl നമ്മൾ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് AlCl3 കിട്ടും പ്ലസ് H2 കിട്ടും. അതായത് ഇവൻ ആരെ ഡിസ്പ്ലേസ് ചെയ്തു? ഹൈഡ്രജനെ അലൂമിനിയം ഡിസ്പ്ലേസ് ചെയ്തു. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. സിമിലർലി അലൂമിനിയം ആരായിട്ട് റിയാക്ട് ചെയ്യുന്ന വിചാരിച്ചോ? ബേസിനിട്ട് റിയാക്ട് ചെയ്യുന്ന വിചാരിച്ചോ? അലൂമിനിയം ബേസിനിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? NaAlOH4 കിട്ടും. NaAlOH4 പ്ലസ് എന്തും കിട്ടൂടാ? H2 കിട്ടും. കണ്ടോ? അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഹൈഡ്രജൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്. ആൻഡ് സിമിലർലി ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ സംഭവങ്ങളൊക്കെ പറയാം. ആൻഡ് അലൂമിനിയം എങ്ങാനും HNO3 ആയിട്ടാണ് റിയാക്ട് ചെയ്യണമെങ്കിൽ അലൂമിനിയം HNO3 കൂടെ റിയാക്ട് ചെയ്യും ഇനീഷ്യലി. പക്ഷേ പിന്നീട് ഒരു നൈട്രേറ്റിൻ്റെ അലൂമിനിയം പ്ലസ് HNO3 ഇവിടെ സ്വാഭാവികമായിട്ടും NO2 ഉണ്ടാവും. അതേപോലെ തന്നെ Al2O3 ഉണ്ടാവും. പിന്നെ H2 ഉണ്ടാവും. ഈ Al2O3 എന്താണ്? അഗെയിൻ പ്രൊട്ടക്റ്റീവ് ഷീൽഡാണ്. എന്താണ്? പ്രൊട്ടക്റ്റീവ് ആണ്. അപ്പോൾ അലൂമിനിയം HNO3 റിയാക്ട് ചെയ്യും, പക്ഷേ കാര്യമായിട്ട് റിയാക്ഷൻ ഉണ്ടാവില്ല. കാരണം എന്താണ്? ഫർദർ ഈ പറയുന്ന Al2O3 ഉണ്ടായി കഴിഞ്ഞാൽ അവന് റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ട് കുറയും. ബിക്കോസ് ഓക്സൈഡ് ലെയർ ഈസ് ദാറ്റ് മച്ച് എന്താണ്? ഹൈ ആണ്. ഓക്കെ, യെസ്. ദെൻ അടുത്തതാണ് റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹാലജൻ. ഇറ്റ്സ് വെരി സിമ്പിൾ. ദെൻ റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹാലജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എലമെൻറ്റ് ഏതെങ്കിലും ഒരു ഹാലജനോട് റിയാക്ട് ചെയ്യുന്നു, എന്താ കിട്ടുക? EX3 കിട്ടും. ആൻഡ് ഹിയർ എക്സ് ഈസ് എയ്തർ ഫ്ലൂറിനോ, ക്ലോറിനോ, ബ്രോമിനോ, അയഡിനോ ആകാം. ആൻഡ് ഇനി ഇവിടെ തന്നെ നമുക്ക് താലിയത്തിൻ്റെ കേസിൽ ഏതൊക്കെ എലമെൻറ്റ്സ്? ബോറോണ്, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ശ്രദ്ധിച്ചോ, താലിയത്തിൻ്റെ TLX3 എന്തില്ല? എക്സിസ്റ്റ്, സ്റ്റേബിൾ അല്ല. TLX3 ഡസ് നോട്ട് എക്സിസ്റ്റ്. എന്താ കാരണം? ബിക്കോസ് Tl3+ എന്താണ്? ഹൈലി അൺസ്റ്റേബിൾ ആണ്. Tl3+ ഹൈലി അൺസ്റ്റേബിൾ ആണ്. ആൻഡ് ഇനി ഇവിടെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൂറൈഡുകൾ ഉണ്ടാകാം, ക്ലോറൈഡുകൾ ഉണ്ടാകാം, ബ്രോമൈഡുകൾ ഉണ്ടാകാം, അതേപോലെ തന്നെ അയോഡൈഡ് ഉണ്ടാകാം. സോ അക്കോർഡിംഗ് ടു ഫജാൻസ് റൂള് നമ്മളുടെ ആനയോൺ, ഇവരൊക്കെ ആനയോണുകളാണ്. ആനയോണിൻ്റെ സൈസ് കൂടുമ്പോൾ കോവലൻ്റ് ക്യാരക്ടർ കൂടും. അതുകൊണ്ട് തന്നെ ക്ലോറൈഡും ബ്രോമൈഡും അയണൈഡൊക്കെ കോവലൻ്റ് ആണ്. പക്ഷെ ഫ്ലൂറൈഡ് മാത്രം എന്തായിട്ട് നമ്മൾ പരിഗണിക്കുക? അയണിക് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പരിഗണിക്കുക. ഇവരെന്താണ്? അയണിക് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോൺ ഒഴികെ ബാക്കി എല്ലാ ട്രൈക്ലോറൈഡുകളും എന്ത് ചെയ്യുന്നറിയോ? ഹൈഡ്രോളൈസ് ചെയ്യും. സോ എക്സെപ്റ്റ് ബോറോൺ all others are hydrolyzed. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അലൂമിനിയം എന്ന് വിചാരിച്ചോ, അലൂമിനിയം Cl3 പ്ലസ് H2O. ഇത് ബേസിൻ്റെ പ്രസൻസിലാണെങ്കിൽ നമുക്ക് AlOH4 കിട്ടും. AlOH4 മൈനസ്. ഓക്കെ, ദെൻ ഇനി അതല്ല AlCl3 H2O തന്നെയാണ്. പക്ഷേ ഇത് അസിഡിക് മീഡിയ ആണെങ്കിൽ നമുക്ക് AlOHന് പകരം എന്താ കിട്ടുക എന്നറിയോ? H2O6 ആണ് കിട്ടുക. AlH2O6 3+. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ, ബേസിൻ്റെ പ്രസൻസിൽ AlOH4 മൈനസും വാട്ടർ ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? AlH2O6 ആണ് എന്ത് ചെയ്യുക? കിട്ടുക.
ഓക്കെ അല്ലേ? ദെൻ ഇത്രയാണ് റിയാക്ടിവിറ്റി ഓഫ് ഈ പറയുന്ന ബോറോൺ ഫാമിലി. ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞാൽ നമുക്ക് ബോറോൺ ഫാമിലിയിൽ പ്രത്യേകിച്ച് എന്തില്ല, നമുക്ക് നിലവിൽ എലമെൻ്ററി സ്റ്റേറ്റോ അല്ലെങ്കിൽ അല്ലോട്രോപ്സോ ഒന്നും തന്നെ ഇല്ല, അത് പഠിക്കാനില്ല. ദെൻ യൂസസ് ഓഫ് ബോറോൺ ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഡയറക്റ്റ്ലി പറഞ്ഞു പോവാം. ബോറോൺ ഫൈബർ നമ്മൾ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് അല്ലെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് ഷീറ്റുകൾ, ലൈറ്റ് കോമ്പോസിറ്റ് മെറ്റീരിയൽ ഫോർ എയർക്രാഫ്റ്റ്, കാരണം ഭയങ്കര ഹാർഡാണ് പക്ഷേ എന്താണ് ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് അതിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ബോറോൺ 10 എന്ന് പറയുന്ന ഐസോടോപ്പിന് ഹൈ അബിലിറ്റി ടു അബ്സോർബ് ന്യൂട്രോൺസ്, ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെറ്റൽ ബോറൈഡ്സിനെ ന്യൂക്ലിയർ ഇൻഡസ്ട്രിയിൽ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ആയിട്ടോ കൺട്രോൾ റോഡ്സ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ദ മെയിൻ ഇൻഡസ്ട്രിയൽ പർപ്പസ് ഓഫ് ബൊറാക്സ് ആൻഡ് ബോറിക് ആസിഡ്, ബൊറാക്സ് ആരാന്ന് നിങ്ങൾക്ക് അറിയാം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബോറിക് ആസിഡ് നമുക്കറിയാം H3BO3. അവർ നമ്മൾ ഹീറ്റ് റെസിസ്റ്റൻറ്റ് ഗ്ലാസ്, അതായത് പൈറക്സ് പോലെയുള്ള ഹീറ്റ് റെസിസ്റ്റൻറ്റ് ഗ്ലാസ് വൂള്, ഫൈബർ ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ബൊറാക്സിനെ നമ്മൾ സോൾഡറിങ് ഫ്ലക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ അതേപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന എർത്തൻ വേസിൽ, നമ്മളെ എർത്തൻ വേസിൽ നമ്മൾ കോട്ടിംഗ് ആയിട്ട് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ വീട്ടിലൊക്കെയുള്ള പാത്രങ്ങളിൽ കുറേ ഒരു പുറത്ത് ഭയങ്കര എന്താ പറയുക നല്ല രസമുള്ള കോട്ടിംഗ് ഒക്കെ ഉണ്ടാവും. ആ കോട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇവരെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്തിന് മെഡിസിനൽ സോപ്പിൽ നമ്മൾ ഈ പറയുന്ന ബൊറാക്സിനെ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഓർത്തോബോറിക് ആസിഡിൻ്റെ അക്വ സൊല്യൂഷനെ നമ്മൾ മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് യൂസസ് ഓഫ് അലൂമിനിയം ഇവിടെ ഉണ്ട്. അലൂമിനിയത്തിൻ്റെ മെയിൻ യൂസസ് എന്ന് കഴിഞ്ഞാൽ ഈ അലൂമിനിയം നല്ലൊരു മെറ്റലാണ്, നല്ല ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണ്. സ്വാഭാവികമായിട്ട് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എയർക്രാഫ്റ്റ് പാർട്സിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഒരുപാട് അലോയിസിന് മെയിൻലി നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ ഒരുപാടായിട്ട് നമ്മൾ അലൂമിനിയത്തിന് എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് അടക്കാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ഓഫ് സ്റ്റെബിലിറ്റി ഫ്രം ദ ഓപ്ഷൻസ് പ്രൊവൈഡഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഉള്ളത് താലിയം +1 താലിയം 3+1 ആണ്. നമുക്കറിയാം താലിയത്തിൻ്റെ +1 ഈസ് കമ്പയറിംഗ് ടു താലിയം +3 മോർ സ്റ്റേബിൾ ആണ്. ഇവിടെ ഉള്ളത് താലിയം +3 താലിയം +1 ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി ഇൻഡിയം +3 Indium 3+ ഈസ് മോർ സ്റ്റേബിൾ ദാൻ Indium +1 എന്നാണ്. ഇവിടെ അലൂമിനിയം പ്ലസ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ അലൂമിനിയം 3+. അപ്പോൾ ഇതൊക്കെ എന്തായാലും തെറ്റാണ്, കാരണം അലൂമിനിയം 3+ തന്നെയാണ് മോർ സ്റ്റേബിൾ. ഈവൻ ഗാലിയം 3+ ആണെങ്കിൽ ഗാലിയം 3+ ഭയങ്കര സ്റ്റേബിൾ ആണ്. പക്ഷേ ഇവിടെ ഇങ്ങനൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും, അതായത് Indium 3+ ആണോ Indium Plus ആണോ മോർ സ്റ്റേബിൾ. ഇന്ത്യത്തിൻ്റെ കേസിൽ അതിൻ്റെ അപ്പുറത്ത് വരുന്ന അയോണിനും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ സ്റ്റെബിലിറ്റി പറയുക. അപ്പോൾ ആക്ച്വലി അയഡിനാണ് വരുന്നതെങ്കിൽ Indium 3+ അല്ല, Indium +1 തന്നെയാണ് മോർ സ്റ്റേബിൾ. അപ്പോൾ ഇതും തെറ്റിപ്പോയി. അങ്ങനെയാണെങ്കിൽ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലൂടെ അടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റെബിലിറ്റി ഓഫ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് among അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ഇൻക്രീസസ് ഇൻ ദ ഓർഡർ. നമുക്കറിയാം ഇവിടെ ഏറ്റവും സ്റ്റെബിലിറ്റി കുറവ് അലൂമിനിയം +1-ന്, ദെൻ ഗാലിയം +1, ഇൻഡിയം +1, പിന്നെ ആരാടാ താലിയം +1. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓർഡർ വരിക. അപ്പോൾ താലിയം, ഇൻഡിയം, ഗാലിയം, അലൂമിനിയം, ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ അടുത്തത്, വിച്ച് എലമെൻറ്റ് ഹൂസ് ട്രൈ ഹാലൈഡ് കനോട്ട് ബി ഹൈഡ്രോളൈസ്ഡ് ടു ഫോം MH2O6 3+. നമുക്കറിയാം ഇറ്റ് ഈസ് ബോറോൺ ആണ് ഹൈഡ്രോളൈസേഷൻ കാണിക്കാത്തത്. ആൻഡ് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ആലോചിക്കാം, ഒന്നുകിൽ NCERT ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരിക്കലും ബോറോണിൻ്റെ കൂടെ RH2O വരില്ല. ബോറോണിൻ്റെ മാക്സിമം കോലൻസി എത്ര വരുള്ളൂ, 4 വരുള്ളൂ. സോ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ E0 values for അലൂമിനിയം, താലിയം, അലൂമിനിയം 3+, താലിയം 3+ ഒക്കെ തന്നിട്ടുണ്ട്. ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് among the following. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അലൂമിനിയം പ്ലസിന് അലൂമിനിയം ആവാനുള്ള റിഡക്ഷൻ ടെൻഡൻസി ഭയങ്കര ഹൈ ആണ്, പ്ലസ് ആണ് വരുന്നത്. പക്ഷേ താലിയം പ്ലസിന് താലിയം ആവാനുള്ള ടെൻഡൻസി എന്താണ്, നെഗറ്റീവ് ആണ്. അതായത് അലൂമിനിയം പ്ലസ് സ്റ്റേബിൾ അല്ല, അലൂമിനിയം പ്ലസ് അലൂമിനിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ അൺസ്റ്റേബിൾ ആണ്. അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ താലിയം പ്ലസ് താലിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റിൽ എന്താണ് സ്റ്റേബിൾ ആണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനൊരു റിഡക്ഷൻ ടെൻഡൻസി ഇല്ലാത്തത്. പക്ഷേ അലൂമിനിയം 3+ന് അലൂമിനിയം ആവാനുള്ള ടെൻഡൻസി ഇല്ല, പക്ഷേ താലിയം 3+ന് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് എന്നർത്ഥം. അതായത് നോക്കിക്കോട്ടോ, ഇവിടുത്തെ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഞാൻ എഴുതുകയാണെങ്കിൽ അലൂമിനിയം പ്ലസിന് അലൂമിനിയം ആകാൻ താല്പര്യമില്ല, പക്ഷേ താലിയം പ്ലസിന് താലിയാകാൻ താല്പര്യമുണ്ട്. സോറി, ഇത് താല്പര്യമുണ്ട്, ഇത് താല്പര്യമില്ല. സോറി കേട്ടോ, ഇത് താല്പര്യമുണ്ട്, ഇത് താല്പര്യമില്ല. ഇനി അലൂമിനിയം 3+ന് എന്താവാൻ, അലൂമിനിയം ആകാനും സ്വാഭാവികമായിട്ടും എന്തില്ല, താല്പര്യമില്ല. ബട്ട് താലിയം 3+ന് എന്താവാൻ, താലിയാകാൻ താല്പര്യമുണ്ട്. ഓക്കെ അല്ലേ? ഇനി അലൂമിനിയം ഈസ് മോർ ഇലക്ട്രോ പോസിറ്റീവ് ദാൻ താലിയം.
ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, ബിക്കോസ് അത് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി വെച്ചിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ദെൻ താലിയം 3+ ഈസ് എ ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. കാരണം ഈ റിയാക്ഷൻ നടക്കണതാണ്. താലിയം 3+ ടു താലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിഡക്ഷൻ ആണ്. സോ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ട് ആസ് എ ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻറ്റ്, അല്ലാണ്ട് റെഡ്യൂസിങ് ഏജൻറ്റ് അല്ല. അപ്പോൾ ഇത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി അടുത്തത് അലൂമിനിയം പ്ലസ് ഈസ് അൺസ്റ്റേബിൾ ഇൻ സൊല്യൂഷൻ. കറക്റ്റാണ്, അൺസ്റ്റേബിൾ ആണ്. ഇനി താലിയം ക്യാൻ ഈസിലി ഓക്സിഡൈസ്ഡ് ടു താലിയം പ്ലസ് ആസ് കമ്പയർഡ് ടു താലിയം 3+. അതായത് താലിയത്തിന് എവിടേക്ക് പോകാനാണ്? താലിയം പ്ലസ് ആവാനാണ്. ഇത് ഓക്സിഡേഷനാണ്, ഇത് ഓക്സിഡേഷനാണ്. പക്ഷേ ഇതിലേതാണ് മോർ ഫീസിബിൾ? ബിക്കോസ് താലിയത്തിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് താലിയം പ്ലസ് ആണ്. അപ്പോൾ ഇത് ഈസിലി എന്ത് ചെയ്യും? ഈ ഓക്സിഡേഷൻ പെട്ടെന്ന് നടക്കും, ഈ ഓക്സിഡേഷൻ പെട്ടെന്ന് നടക്കൂല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓപ്ഷൻ 2 ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കി 3ഉം കറക്റ്റാണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. Which of the following is correct statement? Which of the following is correct statement? So correct statement ആണ് ചോദിച്ചിട്ടുള്ളത്. Then wait. Okay, which of the following is correct statement? Gallium plus is more stable than indium plus. നമുക്കറിയാം ഇതാണ് സ്റ്റെബിലിറ്റി ഓർഡർ. അലൂമിനിയം പ്ലസ് ഗാലിയം, indium, thallium. Okay, this is the stability order. So gallium plus is more stable than indium plus. തെറ്റാണ്. Aluminium plus is more stable than indium plus. തെറ്റാണ്. Gallium plus is more stable than aluminium 3+. correct ആണ്. Aluminium 3+ is more stable than gallium 3+, which is wrong. Option 3 is the right answer. Okay അല്ലേ? നമ്മൾ ഓർഡർ കറക്റ്റ് പഠിച്ചതാണ്. ഇനി the correct order of atomic radii of group 13 element is. ഗ്രൂപ്പ് 13 എലമെന്റിന്റെ അറ്റോമിക് റേഡിയ ആണ് പറയുന്നത്. ഗ്രൂപ്പ് 13 എലമെന്റിന്റെ അറ്റോമിക് റേഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോൺ, അലൂമിനിയം. നോക്കണം, നമുക്ക് ഓർമ്മയുണ്ട്, ഇതാണ് ജനറലി വരേണ്ട ട്രെൻഡ്. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. പക്ഷേ ഇവിടെ നമ്മൾ എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗാലിയം നേരെ ഇങ്ങോട്ട് കയറും. അപ്പോൾ ബോറോണ്, ദെൻ ഗാലിയം, പിന്നെ അലൂമിനിയം, ദെൻ ഇൻഡിയം, ദെൻ താലിയം. ഓക്കെ അല്ലേ? യെസ്, ദിസ് ഈസ് ദ കറക്റ്റ് ഓർഡർ. ദിസ് ഈസ് ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ ആ ഓർഡർ ബോറോൺ, ഗാലിയം, അലൂമിനിയം, ഇൻഡിയം, താലിയം. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ്, an element that cannot form MF6 3-. അതായത് മാക്സിമം കോലൻസ് ഇവിടെ എത്ര വരുന്നുണ്ട്? 6 വരുന്നുണ്ട്. ബോറോൺ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചാവാൻ തന്നെ. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ബോറോണിൻ്റെ മാക്സിമം കോലൻസ് എത്ര പോകുള്ളൂ? 4 പോകുള്ളൂ, അല്ലാണ്ട് 6 പോകില്ല. അടുത്ത ക്വസ്റ്റ്യൻ, അലൂമിനിയം ക്ലോറൈഡ് ഇൻ അസിഡിഫൈഡ് അക്വസ് സൊല്യൂഷൻ ഫോം എ കോംപ്ലക്സ് എ. ദ ഫോർമുല ഓഫ് എ ആൻഡ് അസിഡിഫൈഡ് അക്വസ് ആണ്. ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. ബേസിക് H2O പ്രസൻസിലാണെങ്കിൽ നമുക്ക് AlOH4- കിട്ടുക. പക്ഷേ ഇവിടെ എന്തായിരുന്നു കിട്ടിയിരുന്നത്? AlH2O 6 3+ ആയിരുന്നു. ഓർമ്മ ഉണ്ടാവും അല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ AlH2O ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തന്നെയാണ് കറക്റ്റ്. ഓപ്ഷൻ 1 വരിക. ഹൈബ്രിഡൈസേഷൻ അലൂമിനിയത്തിൻ്റെത് ഏതൊക്കെ ഓർബിറ്റലാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇത് 3s, ഇത് 3p. ഓക്കെ അല്ലേ? ദെൻ ഇവിടെ വാക്കൻ്റ് ആയിട്ട് ആരും ഉണ്ട്? 3d ഓർബിറ്റൽസും ഉണ്ട്. 3d ഓർബിറ്റൽസും ഉണ്ട്. എസ്സിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് എക്സൈറ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ s ഓർബിറ്റൽ, ദെൻ ഒരു s ഓർബിറ്റൽ, ദെൻ 3 p ഓർബിറ്റൽ, 2 d ഓർബിറ്റൽ. ഏതാ ഹൈബ്രിഡൈസേഷൻ? sp3d2 ഹൈബ്രിഡൈസേഷൻ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് സ്വാഭാവികമായിട്ടും അടുത്ത ഒരു ഗ്രൂപ്പിലോട്ട് കടക്കാം, നമ്മളുടെ കാർബൺ ഫാമിലി. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഗ്രൂപ്പ് നമ്പർ 14 അഥവാ കാർബൺ ഫാമിലിയിലോട്ടാണ് പോണത്. നമുക്ക് അതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ കാർബൺ ഫാമിലിയിൽ നമുക്ക് ആദ്യം എലമെൻറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരോ ഇത് നമ്മൾ സെഷൻ വൈസ് നമുക്ക് എന്ത് ചെയ്യാം? ഇത് മാറ്റിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു കാര്യം, എലമെൻറ്റ്സ് ആരൊക്കെയാണ്? കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ് അല്ലേ? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ നോൺ മെറ്റലാണ്, സിലിക്കണും ജെർമേനിയം മെറ്റലോയിഡ്സ് ആണ്. ദെൻ നമ്മുടെ NCERT തന്നെ സിലിക്കണ് നോൺ മെറ്റലായിട്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓപ്ഷൻ അനുസരിച്ച് അത് എടുക്കുക. അതായത് ഇപ്പോൾ കാർബൺ, സിലിക്കൺ, ജെർമേനിയം ഈ 4 ആരാണ് മെറ്റലോയിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജെർമേനിയം എടുത്താൽ മതി. ഇനി അതല്ല, ഈ ഇങ്ങനൊരു 4 ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജെർമേനിയം എടുത്താൽ മതി. ഇനി ഓപ്ഷനിൽ ജെർമേനിയം ഇല്ല, പകരം ഇവർ 4 ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ സിലിക്കണ് മെറ്റലോയിഡ് ആയിട്ട് എടുക്കുക. പ്രശ്നം തീർന്നു. ഇനി ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി നോക്ക്. റെസിസ്റ്റിവിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കണ്ടക്ടിവിറ്റി കുറയാം. അപ്പോൾ ഇവിടെ റെസിസ്റ്റിവിറ്റി ഭയങ്കര ഹൈ ആണ്. സോ വിച്ച് മീൻസ് കാർബൺ നല്ലൊരു കണ്ടക്ടർ അല്ല എന്നർത്ഥം അല്ലേ. ദെൻ ഇവിടെ നോക്ക് 50-50, അതായത് ഇവിടെ റെസിസ്റ്റിവിറ്റി കുറച്ചും കൂടി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റി കുറഞ്ഞിട്ട് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി അത്യാവശ്യം നന്നായിട്ട് കൂടി. ഇനി ഇവിടെ നോക്ക് ടിന്നിൻ്റെ ലെഡിൻ്റെയും കേസിൽ നോക്ക്, ടിന്നും ലെഡും മെറ്റൽസ് ആണ്. മെറ്റൽസ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ റെസിസ്റ്റിവിറ്റി ഭയങ്കര കുറവാണ്, വിച്ച് മീൻസ് കണ്ടക്ടിവിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടക്ടിവിറ്റിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ടാക്കാം. ബാക്കിയെല്ലാം നമുക്ക് പറയാനുള്ളതാണ്. ഇതൊക്കെ നമ്മൾ എടുത്തെടുത്ത് പറയും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഏതൊക്കെയാണ് എലമെൻറ്റ്സ്? കാർബൺ, ഓക്കെ വെയിറ്റ്, കാർബൺ, ദെൻ സിലിക്കൺ, ഓക്കെ കാർബൺ ഉണ്ട്, സിലിക്കൺ ഉണ്ട്, ജർമേനിയം ഉണ്ട്, ടിന്നുണ്ട്, ലെഡ് ഉണ്ട്, ആൻഡ് ദ ലാസ്റ്റ് എലമെന്റ് ഈസ് ഫ്ലറോവിയം. ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. നമ്മൾ നേരത്തെ 13th ഗ്രൂപ്പിന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഏത് വരും? ഹീലിയം 2s2 2p2 വരും ആൻഡ് സോൺസ്. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഭയങ്കര എളുപ്പമാണ്. ഇത് മാത്രം ഹീലിയം 2s2 2p2 വരും ആൻഡ് ബാക്കിയുള്ളത് നിങ്ങൾ ഫില്ല് ചെയ്യുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർബൺ ഇവിടെ എന്താണ്? നോൺ മെറ്റൽ ആണ്. ദെൻ ബാക്കി രണ്ട് പേര് മെറ്റലോയിഡ് ആണ് ആൻഡ് സിലിക്കൺ ഈസ് മെറ്റലോയിഡ് ഓർ നോൺ മെറ്റൽ. ദെൻ ടിന്ന് ലെഡ് നമുക്ക് എന്തായിട്ട് എടുക്കാം? മെറ്റൽസ് ആയിട്ട് എടുക്കാം. ടിന്നും ലെഡും മെറ്റലാണ്. ആൻഡ് ഫ്ലറോവിയം ഈസ് റേഡിയോ ആക്റ്റീവ് മാൻമെയ്ഡ് എലമെന്റ്. റേഡിയോ ആക്റ്റീവ് മാൻമെയ്ഡ് മെറ്റൽ, റേഡിയോ ആക്റ്റീവ് മാൻമെയ്ഡ് മെറ്റൽ. ഓക്കെ അല്ലേ? ദെൻ ഇനി നമ്മൾ ഇവരുടെ അബണ്ടൻസിക്കാണ് പോണത്. സോ കാർബൺ ഈ എർത്ത് ക്രസ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോ 17th മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ആണ് എർത്ത് ക്രസ്റ്റിലെ ആര്? കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ കാർബൺ ഒരുപാട് എലമെന്ററി സ്റ്റേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് കമ്പൈൻഡ് സ്റ്റേറ്റും കാർബൺ എന്ത് ചെയ്യുന്നുണ്ട്? കാണിക്കുന്നുണ്ട്. അപ്പോൾ എലമെന്ററി സ്റ്റേറ്റ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോള്, അതേപോലെ തന്നെ ഗ്രാഫൈറ്റ്, പിന്നെ ഡയമണ്ട്, ഫുള്ളറീന്, ഇതൊക്കെ ആക്ച്വലി എലമെന്റൽ സ്റ്റേറ്റ് ആണ്. കമ്പൈൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കാർബണൈറ്റ്സ്, ഹൈഡ്രോ കാർബൺ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇങ്ങനെ ഒരുപാട്. ആൻഡ് നമുക്കറിയാം ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ വലിയൊരു ബ്രാഞ്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. ദെൻ കാർബൺ 2 ഐസോട്ടോപ്പുകളാണ് ഉള്ളത്. കാർബൺ 12ഉം കാർബൺ 13ഉം രണ്ടും നാച്ചുറലി ഒക്കറിങ് ഐസോട്ടോപ്പുകളാണ്. ഇത് കൂടാതെ മൂന്നാമതൊരു ഐസോട്ടോപ്പും കൂടി ഉണ്ട്. ഏതാണ്? കാർബൺ 14. ആൻഡ് കാർബൺ 14 ഐസോട്ടോപ്പ് ഈസ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. പക്ഷേ അതിൻ്റെ റേഡിയോ ആക്റ്റീവ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 5770 ഇയേഴ്സ് ആണ്. സോ നമുക്ക് ഈ പറയുന്ന ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലൊക്കെ കാർബൺ ഡേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ദെൻ സിലിക്കൺ ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ എർത്ത് ക്രസ്റ്റ്. നമുക്കറിയാം ഓക്സിജൻ കഴിഞ്ഞാൽ നമ്മളെ മണ്ണിൽ മൊത്തം സിലിക്കണം. അതാണ് സിലിക്കൺ ഇത്ര അബണ്ടൻസ് വരാൻ കാരണം. അപ്പോൾ എർത്ത് ക്രസ്റ്റിൽ ആൻഡ് ഇവർ നാച്ചുറൽ സിലിക്കൈറ്റും സിലിക്കേറ്റ്സ് ആയിട്ടും, സിലിക്ക മീൻസ് സിംപ്ലി നമ്മുടെ മണ്ണ് തന്നെ സിലിക്കേറ്റ്സ് ആയിട്ടൊക്കെ അവൈലബിൾ ആണ്. സിലിക്കൺ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ് ഓഫ് സെറാമിക്, ഗ്ലാസ് ആൻഡ് സിമെന്റ്. ജർമേനിയം എക്സിസ്റ്റ് ഇൻ ഓൺലി ട്രേസ് എമൗണ്ട്. സോ ടിന്നിന് നമുക്ക് കാസിട്രൈറ്റ് ആയിട്ട് SnO2 ആണ് ടിന്നിൻ്റെ ഒരു മിനറൽ. ലെഡിൻ്റെ മിനറലാണ് ആര്? ലെഡിൻ്റെ ഓറാണ് PbS, അഥവാ നമ്മൾ അതിനെ ഗലീന എന്നാണ് വിളിക്കുക. സോ ജർമേനിയത്തിന് സിലിക്കണൊക്കെ നമുക്ക് സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. സോ ഇത്രയൊക്കെയാണ് ഒക്കറൻസിൽ പറയാനുള്ളത്. അതൊക്കെ നന്നായിട്ട് NCERT വായിച്ചു നോക്കാനുള്ള കാര്യങ്ങളാണ്. അതാണ് ഞാൻ വേഗം ഓടിച്ചിട്ട് പോകുന്നത്. ഓക്കെ, ദെൻ അറ്റോമിക് റേഡിയോ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എക്സെപ്ഷൻ ഒന്നും തന്നെ ഇല്ല. കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ് അറ്റോമിക് സൈസ് ജനറലി ഇൻക്രീസ് ചെയ്യാണ്. കാർബണേക്കാളും സിലിക്കൺ കൂടുതലാണ്. ജർമേനിയം, ടിന്ന്, ലെഡ് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ദെൻ അയണൈസേഷൻ എൻതാൽപ്പിയും അങ്ങനെ തന്നെയാണ്, എക്സെപ്ഷൻ ഇല്ല. കാർബൺ ഗ്രേറ്റർ, പിന്നെ ആരാണ്? സിലിക്കൺ, ജർമേനിയം, ടിന്ന്, അതേപോലെ തന്നെ ഇവിടെ ഓക്കെ ഒരൊറ്റ കാര്യം, എക്സെപ്ഷൻ ഇല്ല എന്നല്ല, ഒറ്റ കാര്യം ഇവിടെ നോക്ക് നിങ്ങൾ. കാർബണിലോട്ട് സിലിക്കൺ കുറഞ്ഞു, സിലിക്കണിൽ നിന്ന് ജർമേനിയം വീണ്ടും കുറഞ്ഞു, ടിന്ന് കുറഞ്ഞു. പക്ഷെ ലെഡിലോട്ട് ഒരു സ്ലൈറ്റ് ഇൻക്രീസ്. ഓക്കെ, ദെൻ സ്ലൈറ്റ് ഇൻക്രീസ് ആണ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എഫ് ഓർബിറ്റലും ഡി ഓർബിറ്റൽ ഇലക്ട്രോൺസും വല്ലാണ്ട് കൂടി പോകുന്നതുകൊണ്ടുള്ള ഒരു ഇൻക്രീസ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, കാരണം നമുക്കത് ഇൻക്രീസ് തന്നെയാണ് ലെഡ്. അപ്പോൾ ഓർഡർ വരുമ്പോൾ ഇങ്ങനെ പറയാം: കാർബൺ, സിലിക്കൺ, ജർമേനിയം, പിന്നെ ആരാടാ? ലെഡ്. ഏറ്റവും കുറവാർക്കാണ്? ടിന്നിനാണ്. ഓക്കെ, ആ ഒരു ട്രെൻഡ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ദെൻ അടുത്തത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലോട്ട് പോകാം. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓർഡർ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര രസമാണ്. കാർബൺ ഈസ് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ്. ദെൻ സിലിക്കൺ, അതേപോലെ തന്നെ ജർമേനിയം,
ടിന്നിൻ്റെ ഇലക്ട്രോണെഗറ്റിവിറ്റി സംവാട്ട് സിമിലർ ആണ്, 1.8 റേഞ്ചിൽ തന്നെ വരുന്നത്. ആൻഡ് ലെഡിക്ക് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യും. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് വരിക. നമുക്കിവിടെ ഗ്രാഫിക്കലി കാണാൻ പറ്റും. കാർബണ് ഭയങ്കര ഹൈ ആണ് ഇവർ 3 ആൾക്കാരും, ആൻഡ് ലെഡിക്ക് ചെറിയ ചെറിയ ഇൻക്രീസ്. ഓക്കെ, ബട്ട് ജനറലി നമ്മൾ പറയുമ്പോൾ ടോപ്പ് ടു ബോട്ടം കുറയാണ്. അത് കാർബൺ ടു സിലിക്കൺ അത് വാലിഡ് ആണ്, ബട്ട് അതർവൈസ് അവിടെ എക്സെപ്ഷൻ ഉണ്ട് എന്ന് തന്നെ പറയാം. then അടുത്തത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. സോ ഓൾ ഗ്രൂപ്പ് 14 എലമെന്റ്സ് ആർ സോളിഡ്. എല്ലാവരും സോളിഡ് ആണ്, ഇൻക്ലൂഡിങ് കാർബൺ ആകട്ടെ, സിലിക്കൺ ആകട്ടെ, ജർമേനിയം, ടിന്ന്, ലെഡ് എല്ലാവരും സോളിഡ് ആണ്. ദെൻ കാർബൺ ആൻഡ് സിലിക്കൺ ആർ നോൺ മെറ്റൽസ്. ജർമേനിയം ഈസ് എ മെറ്റലോയിഡ്, വെറാസ് ടിൻ ആൻഡ് ലെഡ് ആർ സോഫ്റ്റ് മെറ്റൽ വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ അല്ലേ? ദെൻ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ഗ്രൂപ്പ് 14 എലമെന്റ് ആർ മച്ച് ഹയർ ദാൻ ദാറ്റ് ഓഫ് കറസ്പോണ്ടിങ് ഗ്രൂപ്പ് 13 എലമെന്റ്. അതായത് ഗ്രൂപ്പ് 13 എലമെന്റിനേക്കാളും മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആർക്ക് കൂടുതലാണ്? ഗ്രൂപ്പ് 14 എലമെന്റ്സിന് കൂടുതലാണെന്ന് നമുക്ക് പറയാം. അതിന്റെ ട്രെൻഡ് നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെൻസിറ്റിന്റെ ട്രെൻഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഡെൻസിറ്റി ലെഫ്റ്റ് ടു റൈറ്റ് ടോപ്പ് ടു ബോട്ടം കൂടുന്നു. കാർബണേക്കാൾ ഡെൻസർ ആണ് സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ പറയുന്ന കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണ്? ഗ്രാഫൈറ്റ് ആണ്. ആരാണ്? ഗ്രാഫൈറ്റ്. ഇത് സപ്പോസ് ഡയമണ്ട് ആയിരുന്നെങ്കിൽ, ഡയമണ്ട് ആണെങ്കിൽ സിലിക്കണേക്കാളും എന്താണ് കുറച്ചും കൂടി ഡെൻസർ ആണ് ആര്? ഡയമണ്ട്. അപ്പൊ ട്രെൻഡ് സിലിക്കൺ, കാർബൺ, ജർമേനിയം, ടിന്ന്, ലെഡ് എന്ന് വരും. അപ്പൊ NCERT നമുക്ക് ഡാറ്റ ഡയറക്ട്ലി കൊടുത്തിട്ടുള്ളത് ആക്ച്വലി ഡയമണ്ടിനാണ്. നമുക്ക് ആ ഒരു ടേബിൾ നോക്കിയാൽ കാണാം. കണ്ടോ? ഡെൻസിറ്റിന്റെ വാല്യൂ നോക്ക്. ഇവിടെ കാർബൺ ഹൈയും ദെൻ സിലിക്കൺ ഇങ്ങനെ വരിക. പക്ഷെ ഇവിടെ ഒരു ഇതിട്ട് അവർ കൊടുത്തിട്ടുണ്ട്, ഇത് ഗ്രാഫൈറ്റ് അല്ല, ഇത് ഡയമണ്ട് ആണ്. സോ ഗ്രാഫൈറ്റ് ആണ് പറയുന്നതെങ്കിൽ നമ്മളുടെ ജനറൽ ട്രെൻഡ് തന്നെയാണ് വരിക. ഓക്കെ അല്ലേ? സോ അത് രണ്ടും ശ്രദ്ധിക്കുക. ദെൻ അടുത്തത് ഓക്കെ. ദെൻ അടുത്തത്, അപ്പോൾ നമ്മൾ അബണ്ടൻസ് പറഞ്ഞു, അയണൈസേഷൻ എന്താൽപ്പി പറഞ്ഞു, ഇലക്ട്രോനെഗറ്റിവിറ്റി പറഞ്ഞു. എന്നാൽ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡെൻസിറ്റി കഴിഞ്ഞു. എന്നാൽ അടുത്തത് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇവിടെ മെൽറ്റിംഗ് പോയിന്റിന്റെ വാല്യൂസ് നിങ്ങൾ നോക്കിയേ. മെൽറ്റിംഗ് പോയിന്റ് ആക്ച്വലി കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന് വരെ കുറഞ്ഞു. ലെഡിലോട്ട് ഒരു സ്ലൈറ്റ് ഇൻക്രീസ് കാണാൻ പറ്റും. ലെഡിലോട്ട് മെൽറ്റിംഗ് പോയിന്റിൽ ഒരു സ്ലൈറ്റ് ഇൻക്രീസ് കാണാൻ പറ്റും. നോക്ക് മെൽറ്റിംഗ് പോയിന്റ് വാല്യൂസ് നോക്ക് കേട്ടോ. മെൽറ്റിംഗ് പോയിന്റ് വാല്യൂസ് നോക്ക്. കണ്ടോ? കുറഞ്ഞു, ദെൻ വീണ്ടും കുറഞ്ഞു, 505 കുറഞ്ഞു. പക്ഷെ ലെഡിക്ക് ഒരു സ്ലൈറ്റ് ഇൻക്രീസ്. പക്ഷെ ബോയിലിംഗ് പോയിന്റിൽ കാണാൻ പറ്റില്ല. ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഗ്രാഫ് ഇങ്ങനെ വരിക. മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെ വരിക? മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞു ലെഡിക്ക് ഒരു സ്ലൈറ്റ് ഇൻക്രീസ്. അതായത് കാർബൺ ഗ്രേറ്റർ ദാൻ സിലിക്കൺ, പിന്നെ ഗ്രേറ്റർ ദാൻ ജർമേനിയം, ഗ്രേറ്റർ ദാൻ ടിന്ന്, ലെസ് ദാൻ ലെഡ് എന്ന് വരും. ഇവിടെ നേരെ കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? സെറ്റ്. ദെൻ അടുത്തത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് ട്രാൻസ് ഇൻ കെമിക്കൽ റിയാക്ടിവിറ്റി. അതായത് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുമ്പോൾ ആദ്യം നമുക്ക് ഇവരുടെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയണം. ഇവർ ഏതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് കാണിക്കുകയെന്ന്. സോ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇവരുടെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവർ ഏറ്റവും നന്നായിട്ട് കാണിക്കുക +4 ആണ്. കൂടാതെ ഇവർ +2 കാണിക്കും. അതേപോലെ തന്നെ എന്തും കാണിക്കുന്നുണ്ട്? -4 കാണിക്കുന്നുണ്ട്. ആൻഡ് +4 കോമ്പൗണ്ട്സ് ആർ പ്രിഡോമിനൻ്റ്ലി നമുക്ക് എന്ത് തന്നെ പറയാം? കോവലൻ്റ് എന്ന് തന്നെ പറയാം. അതിൻ്റെ കാരണം തന്നെ ആദ്യത്തെ 4 അയണൈസേഷൻ എന്താൽപ്പി ഭയങ്കര ഹൈ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ +4 ആൾക്കാർ അയണിക് അല്ല കോവലൻ്റ് ആവാനുള്ള ചാൻസാണ് കൂടുതൽ. അപ്പം അയണിക് കാണിക്കുന്നുണ്ട്, ടോപ്പിലോട്ടൊക്കെ വരുമ്പോൾ അയണിക് കോമ്പൗണ്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്നാലും പറയാം +4 കോമ്പൗണ്ട്സ് ആർ പ്രിഡോമിനൻ്റ്ലി അയോണിക്. ഓക്കെ, +4 compounds are predominantly covalent. ഓക്കെ. ദെൻ അടുത്തത്, അപ്പോൾ നമുക്ക് അതിൻ്റെ റീസൺ ആയിട്ട് എന്ത് പറയാം? ഹൈ IE1 പ്ലസ് IE2 പ്ലസ് IE3 പ്ലസ് IE4 പറയാം. ഓക്കെ, IE4. ഓക്കെ. ദെൻ ഇനി ഇവിടെ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുമ്പോൾ ഇവിടെ ഏതൊക്കെ എലമെൻ്റ് ഉണ്ടാ? കാർബൺ ഉണ്ട്, സിലിക്കൺ ഉണ്ട്, ജർമേനിയം ഉണ്ട്, ടിന്ന് ഉണ്ട്, ലെഡ് ഉണ്ട്. ആൻഡ് ഈ കാർബണിൻ്റെ സിലിക്കണിൻ്റെ കേസിൽ +4 ആണ് ഏറ്റവും സ്റ്റേബിൾ. ജർമേനിയത്തിൻ്റെ ടിന്നിൻ്റെയും കേസിൽ +4ഉം +2ഉം കാണിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ +4 ഈസ് ജനറലി ഹൈലി സ്റ്റേബിൾ. ആൻഡ് ലെഡിൻ്റെ കേസിൽ +2 ആണ് മോർ സ്റ്റേബിൾ. റീസൺ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇനേർട്ട് പെയർ എഫക്റ്റ് ആണ്. ബിക്കോസ് സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ടോപ്പ് ടു ബോട്ടം കുറയും, സ്റ്റെബിലിറ്റി ഓഫ് +2 ടോപ്പ് ടു ബോട്ടം കൂടും. എന്താ റീസൺ?
ഇനേർട്ട് പെയർ എഫക്റ്റ് ഞാൻ ഇവിടെ ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യൂല, ഇത് നിങ്ങൾ 13th ഗ്രൂപ്പിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അവിടെ നിങ്ങൾ നോക്കുക. ഓക്കെ അല്ലേ? ദെൻ ഇനി -4 ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി, -4 ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി ടോപ്പ് ടു ബോട്ടം കുറയുക ചെയ്യുക. ആൻഡ് ദ റീസൺ ഈസ് വെരി സിമ്പിൾ. നമുക്കറിയാം ടോപ്പ് ടു ബോട്ടം മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും? മെറ്റാലിക് ക്യാരക്ടർ കൂടും. മെറ്റാലിക് ക്യാരക്ടർ കൂടുമ്പോൾ മെറ്റൽസ് ജനറലി എന്ത് കാണിക്കൂല? നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കൂല. അപ്പോൾ നോൺ മെറ്റൽസ് ആയിട്ടുള്ള കാർബൺ ആണ് കാര്യമായിട്ട് -4 കാണിക്കുക, ബാക്കിയുള്ളവരൊക്കെ +4 അല്ലെങ്കിൽ +2 ആണ് കാണിക്കുക. ഓക്കെ അല്ലേ? ദെൻ ഇനി അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് +4 ആൻഡ് +2 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനേർട്ട് പെയർ എഫക്റ്റ് നമ്മൾ ഓൾറെഡി ഗ്രൂപ്പ് 13 അത് പറഞ്ഞതാണ്. ഗ്രൂപ്പ് 13 അവിടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക നോക്കുക. ആൻഡ് ഇവിടെ ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളിപ്പം സപ്പോസ് ഇവിടെ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ് നോക്കുമ്പോൾ ഇവനാണ് ഏറ്റവും സ്റ്റേബിൾ. എസ് ആണോ? ദിസ് ഈസ് ദ സ്റ്റെബിലിറ്റി ഓഫ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ജെർമേനിയം 2+, സപ്പോസ് ജെർമേനിയം 2+ഉം ജെർമേനിയം 4+ നോക്കുമ്പോൾ സ്റ്റിൽ വി നോ ദാറ്റ് ജെർമേനിയം 4+ ഈസ് മോർ സ്റ്റേബിൾ. അതായത് ജെർമേനിയത്തിന് നന്നായിട്ട് ഓക്സിഡേഷൻ നടക്കും. വിച്ച് മീൻസ് ഇറ്റ് ആക്ട് ആസ് എ ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ്. സിമിലർലി നിങ്ങൾ ലെഡ് 4+ഉം ലെഡ് 2+ഉം ആണ് നോക്കണമെങ്കിൽ സ്റ്റിൽ ലെഡ് 2+ ഈസ് മോർ സ്റ്റേബിൾ. ഇവനാണ് മോർ സ്റ്റേബിൾ. എസ് ആണോ? ഇവിടെ ഇവനാണ് സ്റ്റേബിൾ. എസ് ആണോ? അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നടന്നതിന് പകരം ഇവിടെ എന്താ നന്നായിട്ട് നടക്കുക? റിഡക്ഷൻ. അതായത് ലെഡ് 4+ ബെറ്റർ എന്താണ്? ഓക്സിഡൈസിങ് ഏജന്റ് ആണ് നടത്താം. ലെഡ് 4+ എന്താണ്? ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പോൾ ആ കാര്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ശ്രദ്ധിക്കാം. ആൻഡ് ഇവിടെയും നമുക്ക് കാർബണിൻ്റെ അനോമലസ് പ്രോപ്പർട്ടീസ്, കാർബണിൻ്റെ മാക്സിമം കോവലൻസി എത്രയാണ്? 4 ആണ്. ബാക്കിയുള്ള എലമെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? 4നേക്കാളും വലിയ. സോ മാക്സിമം covalency of carbon is equal to 4. Then others show more than 4 നമുക്ക് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിലിക്കണിൻ്റെ കേസിൽ സിലിക്കൺ F6 2-, അതേപോലെ തന്നെ സിലിക്കൺ കഴിഞ്ഞാൽ ജെർമേനിയത്തിൻ്റെ Cl6 2-, ടിന്ന് OH6 2- ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആക്ച്വലി ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഇവിടുത്തെ സ്റ്റെബിലിറ്റിനെ പറ്റി നമുക്കൊന്ന് കമൻറ്റ് ചെയ്യണം, പക്ഷേ നമുക്ക് ഹാലൈഡ്സിൽ ഓൾറെഡി എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാം. ദെൻ അടുത്തത് റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഓക്സിജൻ ആണ്. ആൻഡ് വിച്ച് ഇസ് വെരി സിമ്പിൾ. ഇവന്മാർ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എലമെൻറ്റ് +O2 2 ടൈപ്പ് ഓഫ് ഓക്സൈഡുകൾ ഉണ്ടാകാം. ഒന്നെങ്കിൽ EO2 അല്ലെങ്കിൽ എന്താണ്? EO എന്ന് പറഞ്ഞാൽ മോണോക്സൈഡ്, മറ്റേത് ഡയോക്സൈഡ്. പക്ഷേ EO ആരുണ്ടാക്കൂല? എക്സെപ്റ്റ് സിലിക്കൺ. ബിക്കോസ് SiO എന്ന് പറയുന്ന ആൾ ഹൈലി അൺസ്റ്റേബിൾ ആണ്. സിലിക്കൺ മോണോക്സൈഡ് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ സിലിക്കൺ അല്ലാത്ത ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കുന്ന ഡയോക്സൈഡുകൾ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, SiO2, GeO2, ദെൻ SnO2, ദെൻ PbO2, ഇത്രയും ഓക്സൈഡുകളുണ്ട്. ദെൻ മോണോക്സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ്, ജെർമേനിയത്തിൻ്റെ ഓക്സൈഡ്, ടിന്നിൻ്റെ മോണോക്സൈഡ്, ലെഡിൻ്റെ മോണോക്സൈഡ്. ആസ് യൂഷ്വൽ ഇവരുടെ ആസിഡിക് ഓർ ബേസിക് നേച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒറ്റ കാര്യം ഓർത്താൽ മതി, ടിന്നിൻ്റെ ലെഡിൻ്റെ മോണോക്സൈഡ് ഡയോക്സൈഡ് ഒക്കെ ആംഫോട്രിക് ആണ്. ഇവൻ ആംഫോട്രിക്, ഇവരും ആംഫോട്രിക്. ഓക്കെ. കാർബൺ മോണോക്സൈഡ് ന്യൂട്രലാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻസിൽ. ബാക്കി എല്ലാവരും അസിഡിക്. ഓക്കെ, പണി കഴിഞ്ഞു. ദെൻ ഇത് ഓർത്ത് വെച്ചോ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ദെൻ അടുത്തത് റിയാക്ടിവിറ്റി ടുവേർഡ്സ് എവിടേക്ക് പോകാം? നമുക്ക് വാട്ടറിലോട്ട് പോകാം. റിയാക്ടിവിറ്റി ടുവേർഡ്സ് വാട്ടർ. ഓക്കെ. റിയാക്ടിവിറ്റി ടുവേർഡ്സ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ വാട്ടറിനിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ വാട്ടറിനിട്ട് റിയാക്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബണ്, സിലിക്കണ്, ജെർമേനിയം, ടിന്ന്, ലെഡ്, ഈ 3 ആൾക്കാരും വാട്ടറിനിട്ട് എന്ത് ചെയ്യില്ല? റിയാക്ട് ചെയ്യില്ല. സോ ഡു നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ. Water due to strong bond between elements. ഈ ആറ്റത്തിൻ്റെ എലമെൻ്ററി സ്റ്റേറ്റിൽ തന്നെ കാർബണിൻ്റെ, സിലിക്കണിൻ്റെ, ജെർമേനിയത്തിൻ്റെ ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് വാട്ടറിനിട്ട് അവർ നോർമൽ കണ്ടീഷനിൽ റിയാക്ട് ചെയ്യില്ല. പക്ഷേ ടിന്ന് വാട്ടറിനിട്ട് റിയാക്ട് ചെയ്യും. സോ ദേ റിയാക്ട് വിത്ത് വാട്ടർ. റിയാക്ട് വിത്ത് വാട്ടർ. സോ Sn + H2O നമുക്ക് എന്ത് കിട്ടുടാ?
SnO2 പ്ലസ് H2 കിട്ടും. SnO2 പ്ലസ് H2 കണ്ടോ, ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തു. പക്ഷെ ലെഡ് അഗെയിൻ റിയാക്ട് ചെയ്യില്ല. പക്ഷെ റീസൺ വേറെയാണ്. ഡു നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ ഡ്യൂ ടു ഓക്സൈഡ് ലെയർ ഫോർമേഷൻ. അപ്പോൾ ലെഡ് ഇനീഷ്യലി വാട്ടറിനായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, പിന്നീട് ഈ ലെഡും വാട്ടർ റിയാക്ട് ചെയ്യുന്നുണ്ടാവുന്ന ഓക്സൈഡ് അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് എന്ത് ചെയ്യും, ആക്ട് ചെയ്യുന്ന അർത്ഥം. ഓക്കെ, ദെൻ റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹാലോജൻ ആണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. സോ എലമെന്റ് പ്ലസ് ഹാലോജൻ, നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഹാലോജൻസ് ഉണ്ടാകും. ഒന്നെങ്കിൽ EX2 അല്ലെങ്കിൽ ഏതാണ് EX4. ആൻഡ് EX2ഉം EX4ഉം കമ്പയർ ചെയ്യുമ്പോൾ ഈ EX4 ആണ് മോർ കോവലൻറ്റ്. ബിക്കോസ് ഇത് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റും ഇത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും ആണ്. അക്കോർഡിംഗ് ടു ഫജാൻസ് റൂള് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ കാറ്റയോണിൻ്റെ ചാർജ് കൂടുന്തോറും കോവലന്റ് ക്യാരക്ടർ എന്ത് ചെയ്യും, കൂടും. ആൻഡ് അടുത്ത പോയിന്റ്, നമ്മൾ EX4 നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ PbF4 ആരൊക്കെയാണ്, PbF4ഉം SnF4ഉം എന്താണെന്നറിയോ, അയോണിക് ആണ്. എന്താണ് അയോണിക്? അതിപ്പോൾ എങ്ങനെ മനസ്സിലായത്? ഫ്ലൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളർ ആനയോൺ ആക്ച്വലി ലാർജർ ആനയോൺ ആണെങ്കിൽ അത് കോവലന്റ് ക്യാരക്ടറിൻ്റെ കോവലന്റിലേക്കാണ് എത്തിക്കുക. അപ്പോൾ ഫ്ലൂറൈഡ് വരുമ്പോൾ അയണിക് ക്യാരക്ടർ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് മോർ ഓവർ ഇനി ഫജാൻസ് റൂൾ പ്രകാരം കാറ്റയോണിൻ്റെ സൈസ് കൂടുമ്പോൾ അഗെയിൻ അയണിക് ക്യാരക്ടർ കൂടും അല്ലേ. കാറ്റയോണിൻ്റെ സൈസ് കുറയുമ്പോൾ കോവലന്റ് ക്യാരക്ടർ കൂടുമെങ്കിൽ കാറ്റയോണിൻ്റെ സൈസ് കൂടുമ്പോൾ അയണിക് ക്യാരക്ടർ. അപ്പോൾ വലിയ കാറ്റയോൺ ഉള്ള രണ്ട് ആൾക്കാരാണ് PB അതേപോലെ തന്നെ SN. ഇനി ചെറിയ ആനയോൺ ഉള്ളതാണ് ആര്, ഫ്ലൂറൈഡ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ രണ്ടുപേരും അയണിക് ആണ്. ഓൾ others are covalent. ആൻഡ് ഇവിടെ ഇനി അടുത്തത് പറയാനുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ PbI4ൻ്റെ കേസാണ്. PbI4 ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇങ്ങനെ ഒരാൾ ഫോം ചെയ്യുന്നേ ഇല്ല. ഡസ് നോട്ട് എക്സിസ്റ്റ് ഡ്യൂ ടു ഹൈ എനർജി ഓഫ് എക്സൈറ്റേഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ ഫ്രം 6s to 6p. പല രീതിയിലും ഇത് പറയാം. ആൻഡ് ഫസ്റ്റത്തെ രീതി ഇതാണ്. ഇവിടെ നോക്കിക്കോ, ലെഡിൻ്റെ കേസിൽ ഇതാണ് 6s, ഇതാണ് 6p. ഇവിടുന്ന് ഒരു ഇലക്ട്രോണിന് ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്താൽ മാത്രമേ, എക്സൈറ്റ് ചെയ്താൽ മാത്രമേ 4 അയഡിനെ ഇവന് കയറ്റാൻ പറ്റുള്ളൂ. ആ എക്സൈറ്റേഷൻ എനർജി ഭയങ്കര കുറവാണെന്ന് അർത്ഥം, ഭയങ്കര കൂടുതലാണ്. അത് ഈ എക്സൈറ്റേഷൻ നടക്കൂല. അപ്പോൾ നമ്മൾ ആലോചിക്കും ആ എക്സൈറ്റേഷൻ കൂടുതലായതുകൊണ്ട് ഇത് വേറെ എന്തെങ്കിലും ഫാക്ടർ കൊണ്ടൊക്കെ ആവാലോ. യെസ്, വേറൊരു ഫാക്ടറും കൂടി ഉണ്ട്. അതായത് ഇവിടുത്തെ ലാറ്റിസ് എൻതാൽപ്പി കൺസിഡർ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ലാറ്റിസ് എൻതാൽപ്പി കൺസിഡർ ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ നമുക്കറിയാം ഈ പറയുന്ന എനർജി കൊടുക്കൽ വേറെ ഏതെങ്കിലും ഒരു എനർജി ആയിരിക്കും. അതായത് ഇവിടുത്തെ ലാറ്റിസ് എൻതാൽപ്പി വെച്ചിട്ടോ അല്ലെങ്കിൽ അയഡൈഡിൻ്റെ ബാക്കി കാര്യം അങ്ങനെയും പറയാം. അയഡൈഡ് ഇതാരാ, അയഡൈഡ് -1. അയഡിന് സ്വാഭാവികമായിട്ടും എന്താണ്, ഈ പറയുന്ന ലെഡിന് അതിൻ്റെ ഒരു ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊണ്ടുപോകാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. അതായത് ലെഡ് 4+ എന്താക്കാൻ, ലെഡ് 2+ ആക്കി നിർത്താനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. അത് വെച്ചിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് NCERT പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാൻ പറഞ്ഞത് മാത്രം. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് EX4 നമ്മൾ കഴിച്ചു. ഇനി EX2നെ പറ്റി കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ ഈസ് EX2. ഓക്കെ, EX2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം EX2 നമുക്ക് മെയിനായിട്ട് പറയേണ്ടത് അതിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡറാണ്. ഇപ്പോൾ ജെർമേനിയത്തിൻ്റെ X2, ടിന്നിൻ്റെ X2, അതേപോലെ തന്നെ ലെഡിൻ്റെ X2 ആരാ മോർ സ്റ്റേബിൾ? ലെഡിൻ്റെ X2. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഇനേർട്ട് പെയർ എഫക്റ്റ് തന്നെ. ദിസ് ഈസ് ദ സ്റ്റെബിലിറ്റി ഓർഡർ. കറക്റ്റ് അല്ലേ? ഇനി ഇപ്പോൾ ലെഡ് 4+, ലെഡ് X4ഉം ലെഡ് X2ഉം കമ്പയർ ചെയ്യുമ്പോൾ ആരാ മോർ സ്റ്റേബിൾ? ലെഡ് X2 ആയിരിക്കും സ്റ്റെബിലിറ്റി. അപ്പോൾ ലെഡ് 4+ കമ്പയർ ചെയ്യുമ്പോൾ ഇവന് റിഡക്ഷൻ ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്, വിച്ച് മീൻസ് ഇറ്റ് ആക്ട് ആസ് എ ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻറ്റ്. സിമിലർലി നമ്മൾ SnX4ഉം അതേപോലെ തന്നെ SnX2 എടുക്കുമ്പോൾ SnX4 ഈസ് മോർ സ്റ്റേബിൾ. ആണോ? ഇതാണ് നമ്മുടെ സ്റ്റെബിലിറ്റി ഓർഡർ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ SnX2ഉം XnX4ഉം കമ്പയർ ചെയ്യുമ്പോൾ ഇവന് നന്നായിട്ട് ഓക്സിഡേഷൻ ടെൻഡൻസി ഉണ്ട്, വിച്ച് മീൻസ് ഇറ്റ് ആക്ട്സ് എ ബെറ്റർ റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്താണ് പറഞ്ഞതാണ്, ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, ഞാൻ വീണ്ടും പറഞ്ഞത് മാത്രം. ആൻഡ് ഇവിടെ ഒറ്റ കാര്യം കൂടി നിങ്ങൾ നമ്മളെ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് കാർബണിൽ അഡീഷണലി പറയാനുള്ളൊരു കാര്യമാണ്, എക്സെപ്റ്റ്
except CCl4, all others are hydrolyzed. All others are hydrolyzed due to availability of vacant d orbital. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അത് നടക്കുന്നത് നമുക്ക് നോക്കാം. ഇതാണ് ഇപ്പോൾ സപ്പോസ് ഇത് SiCl4 ആണെന്ന് വിചാരിച്ചു. ഈ SiCl4ൻ്റെ കേസിൽ ഡി ഓർബിറ്റൽ ഉണ്ട്. ഈ ഡി ഓർബിറ്റലിലോട്ട് ആദ്യം ഇവനൊരു H2O എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? ഇവനൊരു H2O ആക്സെപ്റ്റ് ചെയ്യും ഈ വാക്കൻ ഡി ഓർബിറ്റലിലേക്ക്. ഈ H2O ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ H2O എന്ന് പറഞ്ഞാൽ അവിടേക്ക് OH- ആണ് കമ്പൈൻ ചെയ്യുക. ബാക്കി ഒരു H+ ഒരു Cl- കൂടെ അവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് HCl ഉണ്ടാവും. വിച്ച് മീൻസ് ഇവിടെ SiOH. അതായത് ആദ്യം ഈ H2 ഇവിടേക്ക് അറ്റാക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു വാക്കൻ ഓർബിറ്റൽ ഉണ്ടാവണം. അത് CCl4ൻ്റെ കേസിലില്ല. CCl4ൻ്റെ കേസിൽ ആകെ 4 ഓർബിറ്റലുള്ളത്. അത് 4 ക്ലോറിൻ ഒക്യുപ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതവിടെ നടക്കൂല, നമുക്ക് എന്ത് ചെയ്യാം പറയാം. ദെൻ ഇനി അഗൈൻ ഒരു 3 H2 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് 3 HCl റിമൂവ് ആവും. ബാക്കി ആരാ ഉണ്ടാവുക? ബാക്കി SiOH 4 times and this compound is also known as silicic acid. എന്താ വിളിക്കുക? സിലിസിക് ആസിഡ് എന്ന് വിളിക്കാം. ഓക്കെ, സിലിസിക് ആസിഡ്. ക്ലിയർ അല്ലേ? ദെൻ ഇനി അടുത്തതാണ് കാറ്റനേഷൻ പ്രോപ്പർട്ടി. ആൻഡ് കാറ്റനേഷൻ പ്രോപ്പർട്ടി ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. വെയിറ്റ് ഒരു മിനിറ്റ് ഇവിടെ ഒരു കാര്യം കൂടെ. ഞാൻ നേരത്തെ ഇവിടെ കോമ്പൗണ്ടുകൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SiF6 ഈ സംഭവം SiF6 ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യും. കാരണം നമുക്കറിയാം ഇപ്പോൾ SiF4 പോലെ തന്നെ SiF6 സിലിക്കൺ വേണമെങ്കിൽ അതിൻ്റെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഒരു 2- ഉണ്ടാക്കാം. ഇവൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സിലിക്കൺ തന്നെ ക്ലോറൈഡ് SiCl6 2- എക്സിസ്റ്റ് ചെയ്യൂല. ഡു നോട്ട് എക്സിസ്റ്റ്. സോ ദ റീസൺ ഈസ് വെരി സിമ്പിൾ. എന്താണ്? സ്റ്റെറിക് റീസൺ ആണ്. എന്താണ് സ്റ്റെറിക് റീസൺ? ബിക്കോസ് ഒരു കുഞ്ഞു സിലിക്കണിന് 6 വലിയ ക്ലോറിൻ ആറ്റത്തിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. മാക്സിമം ഒരു 4 ഹോൾഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കാരണം വാക്കൻ ഡി ഓർബിറ്റൽ വെച്ച് പറയരുത്. സിലിക്കണിൻ്റെ കേസിൽ വാക്കൻ ഡി ഓർബിറ്റൽ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് SiCl6 2- ഫോം ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാക്കൻ ഡി ഓർബിറ്റൽ ഇല്ലാത്തതുകൊണ്ടാണ് പറയരുത്. വിച്ച് ഇസ് ഇൻകറക്റ്റ്. അതിൻ്റെ കാരണം എന്താണ്? ഡ്യൂ ടു സൈസ് റീസൺസ് ഓർ സ്റ്റെറിക് റീസൺസ് എന്ത് ചെയ്താൽ മതി, പറഞ്ഞാൽ മതി. കാറ്റനേഷൻ എന്താ? കാറ്റനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റി. ഈ കാറ്റനേഷൻ എബിലിറ്റി കാർബൺ ഭയങ്കര കൂടുതലാണ്. കാർബൺ ആണ് നമ്മളെ പീരിയോഡിക് ടേബിളിൽ തന്നെ കാറ്റനേഷൻ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന വൺ ഓഫ് ദ എലമെൻറ്റ്. അപ്പോൾ കാർബൺ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ സിലിക്കൺ. ദെൻ ജെർമേനിയം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ടിന്ന്. ലെഡ് കാറ്റനേഷൻ കാണിക്കൂല. ലെഡ് കാറ്റനേഷൻ എന്തെയില്ല കാണിക്കൂല. അപ്പോൾ കാറ്റനേഷൻ കാണിക്കാത്ത എലമെൻറ്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഇസ് ലെഡ്. ഓക്കെ, സോ എന്താണ് കാറ്റനേഷൻ നമുക്ക് മനസ്സിലായി. സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റിയാണ്. എന്നാൽ കാറ്റനേഷൻ കൂടാനുള്ള വൺ ഓഫ് ദ പ്രോബബിൾ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മളുടെ സൈസ് ഭയങ്കര കുറവല്ലേ? കാർബണിൻ്റെ സൈസ് ഭയങ്കര കുറവാണ്. സോ സൈസ് കുറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബോണ്ട് സ്ട്രെങ്ത്തും കൂടി വേണമെങ്കിൽ പറയാം. ബോണ്ട് സ്ട്രെങ്ത്ത് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് തന്നെ കാറ്റനേഷൻ ഭയങ്കര ഹൈ ആണ്. ആൻഡ് കാർബണ് 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരു പ്രോപ്പർട്ടി കാറ്റനേഷൻ. ദെൻ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എബിലിറ്റി ടു ഫോം p-pi മൾട്ടിപ്പിൾ ബോണ്ട്. ഈ 2 ഇവൻ്റെ ഗുണങ്ങൾ ഇവനെ നന്നായിട്ട് അല്ലോട്രോപ്സ് ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കും. സോ കാർബൺ എന്തുകൊണ്ടാണ് അല്ലോട്രോപ്സ് കൂടുതലായിട്ട് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ the reason is two reasons. The first one is catenation and the second one is ability to form p-pi multiple bond. ഇത് രണ്ടും അതിൻ്റെ റീസൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ദെൻ അപ്പോൾ എന്താണ് അല്ലോട്രോപ്സ്? ഡ്യൂ ടു പ്രോപ്പർട്ടി ഓഫ് കാറ്റനേഷൻ ആൻഡ് p-pi ബോണ്ട് ഫോർമേഷൻ കാർബൺ ഈസ് ഏബിൾ ടു ഷോ അല്ലോട്രോപിക് ഫോംസ്. ഓക്കെ, ദെൻ അപ്പോൾ കാർബണിൻ്റെ അല്ലോട്രോപ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാർബണ് മെയിൻലി 2 ടൈപ്പ് ഓഫ് അല്ലോട്രോപ്സ് ഉണ്ട്. സോ അപ്പോൾ അല്ലോട്രോപ്സ് ഓഫ് കാർബൺ ഞാൻ അഗെയിൻ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. സോ ഏതൊക്കെയാണ് ആ 2 അല്ലോട്രോപ്സ്? ദ ഫസ്റ്റ് വൺ ഈസ് അവൻ്റെ ക്രിസ്റ്റലൈൻ അല്ലോട്രോപ്സ് ആണ്. അതേപോലെ തന്നെ കാർബൺ എന്തുണ്ട്? അമോർഫസ് അല്ലോട്രോപ്സും ഉണ്ട്. ക്രിസ്റ്റലൈൻ അല്ലോട്രോപ്സിൽ പെട്ടതാണ് ഗ്രാഫൈറ്റ്, ഡയമണ്ട് ആൻഡ് ഫുള്ളറി. അമോർഫസിലുള്ളതാണ് കോള്, കോക്ക്, ചാർക്കോള്, സൂട്ട് എക്സെട്ര.
ഓക്കെ, നമ്മൾ ഇനി ഇതിൽ ഓരോന്നിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡയമണ്ട്. ഡയമണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കാർബണിൻ്റെ മാക്സിമം വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ആണ്. ഈ കാർബണിൻ്റെ 4 വാലൻസിയും തൊട്ടടുത്തുള്ള നിയറസ്റ്റ് കാർബൺ വെച്ചിക്കാണ്ട് അവൻ എന്ത് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നിയറസ്റ്റ് കാർബൺ വെച്ച് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ. ഏത് ഹൈബ്രിഡൈസേഷൻ വരിക? ഹൈബ്രിഡൈസേഷൻ ഈസ് sp3 hybridization. So sp3 hybridization ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ്, അങ്ങനെയാണെങ്കിൽ ബോണ്ട് ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ബോണ്ട് ലെങ്ത് ഈസ് നിയർലി 154 പൈക്കോമീറ്റർ ആണ് വരിക. സോ ഒരു ജയൻറ്റ്, ഇതിങ്ങനെ ഉണ്ടായി പോകണം. അപ്പോൾ ഒരു ജയൻറ്റ് നെറ്റ്വർക്ക് സ്ട്രക്ചർ ആണ്. സോ ഇറ്റ്സ് എ ജയൻറ്റ് നെറ്റ്വർക്ക് covalent structure or covalent solid നമുക്ക് പറയാം. So that's why which is very hard. That's why diamond is very hard. Giant structure ഉള്ളതുകൊണ്ട്. ആൻഡ് പ്രോബ്ലി ദ മോസ്റ്റ് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഓൺ എർത്തിലാണ്, നമുക്ക് അങ്ങനെ പറയാം. സോ ഇവൻ്റെ ഹാർഡ്നെസ് കാരണം നമുക്ക് ഇവൻ്റെ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഷാർപ്പ് ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എക്സാമ്പിൾ ഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഈ നാരോ ആയിട്ടുള്ള, ഇത് തിന്നായിട്ടുള്ള വയേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡൈ. സോ ഈ ഡൈസ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ മെറ്റൽസിൻ്റെ വയേഴ്സ് ഉണ്ടാക്കി എടുക്കാറുണ്ട്. അതിന് നമ്മൾ ഡയമണ്ടാണ് യൂസ് ചെയ്യുക. അതുപോലെ അബ്രേസീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്താ അബ്രേസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ അബ്രേസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടൂൾസൊക്കെ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ ഈ പറയുന്ന പല എന്താ പറയുക, ഭയങ്കര ഷാർപ്നെസ് കൂടിയ ടൂൾസൊക്കെ, നമ്മൾ വീട്ടിലെ കത്തി ഡയമണ്ട് വെച്ച് ഷാർപ്നെസ് കൂട്ടുന്നല്ല പറയുന്നത്, ചില ടൂൾസൊക്കെ ഷാർപ്പൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ടങ്സ്റ്റൺ ഫിലമെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഡയമണ്ടിൻ്റെ എന്താണ്, യൂസസ് ആണ്. സിമിലർലി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നതാണ് ഗ്രാഫൈറ്റ്. ആൻഡ് ഗ്രാഫൈറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 നിയറസ്റ്റ് കാർബണറ്റാണ് ബോണ്ട്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ വരിക sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഏതാ വരിക? sp2 ഹൈബ്രിഡൈസേഷൻ. സോ 3 ഇലക്ട്രോൺ ഹൈബ്രിഡൈസേഷന് വേണ്ടി പോയി. ആൻഡ് അപ്രോക്സിമേറ്റ്ലി 141.5 പൈക്കോമീറ്റർ ആണ് ബോണ്ട് ലെങ്ത് വരുന്നത്. ഇനി ഇവിടെ ഒരു 4ാമത്തെ ഇലക്ട്രോൺ ഉണ്ട്. സോ ഈ 4th ഇലക്ട്രോണിനെ കൊണ്ടാണ് ഇനി അടുത്ത പ്രശ്നം. 4th ഇലക്ട്രോണിനെ കൊണ്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ഈ 4th ഇലക്ട്രോൺ എന്തിൽ ഇൻവോൾവ് ചെയ്യും? പൈ ബോണ്ട് ഫോർമേഷൻ ഇൻവോൾവ് ഇൻ പൈ ബോണ്ട് ഫോർമേഷൻ. സോ ഈ പൈ ബോണ്ട് ആക്ച്വലി എന്ത് ചെയ്യും? ഡീലോക്കലൈസ് ചെയ്യും. ഈ പൈ ബോണ്ടാണ് ആക്ച്വലി എന്ത് ചെയ്യണത്? ഡീലോക്കലൈസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ബാക്കി ഇലക്ട്രോൺ, ഈ 3 ഇലക്ട്രോൺ ലോക്കലൈസർ ആണ്. പക്ഷേ ഈ 4th ഇലക്ട്രോൺ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ ആണ്. ഈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ കാരണമാണ് ഇവൻ എന്താവുന്നത്? ഇവൻ കണ്ടക്ടർ ആവുന്നത്. കണ്ടക്ടർ ആവും. ഓക്കെ, സോ അപ്പോൾ ആ ഒരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂ ടു ദ ഫ്രീ ഇലക്ട്രോൺ ഇൻ ഗ്രാഫൈറ്റ് ഇറ്റ് ഈസ് എ ഗുഡ് ഇലക്ട്രിക് കണ്ടക്ടർ ആണ്. ഓക്കെ, ദെൻ ഇനി അടുത്തത്, ഈ ഗ്രാഫൈറ്റുകളിൽ നമുക്കറിയാം ഒരു പ്ലാനാർ സ്ട്രക്ചറാണ് ഇതിനുള്ളത്, അല്ലേ? ഒരു പ്ലാനാർ സ്ട്രക്ചർ ആണുള്ളത്, അല്ലെങ്കിൽ ഒരു ഷീറ്റ് ലൈക്ക് സ്ട്രക്ചറാണ്, ഷീറ്റ് സ്ട്രക്ചറാണ്. ഈ ഷീറ്റുകൾക്കിടയിൽ ഉള്ള ബോണ്ട്, അതായത് 2 ഷീറ്റുകൾക്കിടയിലുള്ള ബോണ്ടാണ് ആക്ച്വലി ബോണ്ട് എന്ന് വിളിക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ ഇൻട്രാക്ഷൻ. ഇൻട്രാക്ഷൻ? വാണ്ടർവാൾസ് ഇൻട്രാക്ഷൻ. അവിടെ ഒരു വീക്ക് വാണ്ടർവാൾസ് ഇൻട്രാക്ഷൻ ഉണ്ട്. ഈ വീക്ക് വാണ്ടർവാൾസ് ഇൻട്രാക്ഷൻ കാരണം സ്വാഭാവികമായിട്ടും ഇതിന് വരുന്ന ബാക്കി കുറച്ച് ക്യാരക്ടറാണ് നമ്മൾ പറയുന്നത്. ഇവന് എന്ത് വരാറുണ്ട്? ഒരു ലൂബ്രിക്കൻ നാച്ചർ വരാറുണ്ട്. കാരണം ഈ ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു സ്ലിപ്പറി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വിച്ച് മീൻസ് ഇവനൊരു ഡ്രൈ ലൂബ്രിക്കൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാവുന്നതാണ്. ഡ്രൈ ലൂബ്രിക്കൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവനെ നമ്മൾ ഗ്രീസിന് പകരമൊക്കെ നമ്മൾ എന്തായിട്ട് പല സ്ഥലങ്ങളിലും ലൂബ്രിക്കൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? ആൻഡ് ദ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഗ്രാഫൈറ്റ് ഈസ് ദ thermodynamically മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് കാർബൺ ആരാണ്? ഈ ഗ്രാഫൈറ്റ് ആണ്. അതായത് ഗ്രാഫൈറ്റിൻ്റെ ΔH ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 ആണ് നമ്മൾ എടുക്കുക. ΔH ഫോർമേഷൻ ഓഫ് ഗ്രാഫൈറ്റ് 0 ആണ്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ഇത് നമ്മൾ ഡയമണ്ട് ആണെങ്കിൽ നമ്മൾ എത്ര പറയാമെന്നറിയോ? 1.9 കിലോജൂൾ പെർ മോൾ ആണ് നമ്മൾ പറയുക. ഇനി ഇത് ഫുള്ളറീൻ ആണെങ്കിൽ, ഫുള്ളറീൻ ആണെങ്കിൽ നമ്മൾ ഈ എനർജി ഫുള്ളറിൻ ഇന്നും കൂടും. അപ്പോൾ ഡയമണ്ട് കഴിഞ്ഞാൽ
കഴിഞ്ഞ് ഗ്രാഫൈറ്റ് കഴിഞ്ഞ് ഇത് ഫുള്ളറീൻ ആകുമ്പോൾ ഇറ്റ്സ് നിയർലി 38.1 കിലോ ജൂൾ പെർ മോളാണ് വരിക. കണ്ടോ? അപ്പോൾ ഇത്രയും പോയിന്റ് ഗ്രാഫൈറ്റിൻ്റെ തെർമോഡൈനാമിക്കൽ സ്റ്റെബിലിറ്റി, അതേപോലെ തന്നെ അവൻ്റെ എന്ത് സ്ലിപ്പറി ഓർ ലൂബ്രിക്കൻ നാച്ചർ, പിന്നെ എന്ത് കണ്ടക്റ്റിംഗ് നാച്ചറൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പറയണം. ഓക്കെ, ദെൻ സിമിലർലി നമ്മൾ ഫുള്ളറീൻ ആണ് പറയണമെങ്കിൽ ഫുള്ളറീന് നമ്മൾ ആദ്യം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ഫുള്ളറിനെ പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഗ്രാഫൈറ്റ് എടുക്കുക, ഗ്രാഫൈറ്റിലോട്ട് നമ്മളൊരു ഇലക്ട്രിക് ആർക്കിൻ്റെ പ്രസൻസിൽ ഓക്കെടാ, ഇലക്ട്രിക് ആർക്കിൻ്റെ പ്രസൻസിൽ ഒരു ഇനേർട്ട് അറ്റ്മോസ്ഫിയറിൽ, ഇനേർട്ട് ഗ്യാസ് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ആരുണ്ടാക്കാം? ഫുള്ളറീൻ ഉണ്ടാക്കാം. ഓക്കെ, ഫുള്ളറീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേജ് ലൈക്ക് സ്ട്രക്ചറാണ് ഫുള്ളറീൻ എപ്പോഴും ഉണ്ടാവുക. സോ ഒരു കേജ് ലൈക്ക് സ്ട്രക്ചറാണ്, കേജ് ലൈക്ക് സ്ട്രക്ചർ നമുക്ക് കാണാം. ഇതിൽ തന്നെ സ്ഫെറിക്കൽ സ്ട്രക്ചേഴ്സിന്, സ്ഫെറിക്കൽ ഫുള്ളറീൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബക്കി ബോൾസ്. എന്താ വിളിക്കുക? ബക്കി ബോൾസ്. ദെൻ ഈ പറയുന്ന ഫുള്ളറീനിൽ ആക്ച്വലി ഇങ്ങനെ നമ്മൾ ഹീറ്റ് ചെയ്തുണ്ടാക്കുന്നത് C17 ഓർ C16 അല്ലെങ്കിൽ CN ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് C16 ഈസ് ദ മേജർ ഫുള്ളറീൻ. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോണത് ഈ C16 ഫുള്ളറീനെ പറ്റിയിട്ടാണ്. C16 ഫുള്ളറീൻ ഈസ് ഓൾസോ നോൺ ആസ് ബക്ക്മിൻസ്റ്റർ ഫുള്ളറീൻ. എന്താ വിളിക്കുക? ബക്ക്മിൻസ്റ്റർ ഫുള്ളറീൻ. ബക്ക്മിൻസ്റ്റർ ഫുള്ളറീൻ. ഈ ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ്റെ പ്രത്യേകത ഒരു സോക്കർ ലൈക്ക് സ്ട്രക്ചറാണ് ഇവനുണ്ടാവുക. എന്ത് സ്ട്രക്ചറാണ്? ഒരു സോക്കർ ലൈക്ക് സ്ട്രക്ചർ ഈ ബക്ക്മിൻസ്റ്റർ ഫുള്ളറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. സോ സോക്കർ ലൈക്ക് സ്ട്രക്ചർ, സോക്കർ ലൈക്ക് സ്ട്രക്ചർ. ആൻഡ് ഈ സ്ട്രക്ചർ നിങ്ങൾ നോക്കിയേ, ഇതൊരു പെൻറ്റഗൺ അല്ലേ, 5 മെമ്പേർഡ് റിംഗ്. ഇതൊരു ഹെക്സഗൺ അല്ലേ, ഇതൊരു ഹെക്സഗൺ അല്ലേ. അപ്പോൾ ഇവിടെ ആക്ച്വലി പെൻറ്റഗൺ അഥവാ 5 മെമ്പേഴ്സ് റിംഗും ഉണ്ട്, ആൻഡ് ഹെക്സഗൺ ഉണ്ട് അഥവാ 6 മെമ്പേഴ്സ് റിംഗും ഉണ്ട്. then എത്ര പെൻറ്റഗൺ എത്ര ഹെക്സഗൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ എണ്ണം. പെൻറ്റഗണിൻ്റെ എണ്ണം 1 കണ്ടോ, 1 ഇത് 2, ഇപ്പോൾ 2 ആയിട്ടോ. ദെൻ 3 4 5 6 7 then ഇതാ 8 9 10 11 12 ടോട്ടൽ 12 പെൻറ്റഗൺ ഉണ്ടാവുക. എത്ര പെൻറ്റഗൺ? 12 പെൻറ്റഗൺ. ഇനി ഹെക്സഗൺ ആണെങ്കിൽ ടോട്ടൽ 20 ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ 1 2 3 4 5 then ഇതേപോലെ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 20 ഉണ്ടാവും. വേണമെങ്കിൽ ഇരുന്ന് എണ്ണിക്കോളി. ഓക്കെ, then കണ്ടോ ഇവിടെ ഒരു 5 എണ്ണം, then ഇതൊരു 5 എണ്ണം. സ്വാഭാവികമായിട്ട് ഇവിടെ കൂടെ ഒരു 5 എണ്ണം പോകുന്നുണ്ട്. പിന്നെ ബാക്കി 5 എണ്ണം ഇവിടെ പോയി, ബാക്കി 5 എണ്ണം ഇവിടെ ഉണ്ട് ഒരു 5 എണ്ണം. ഓക്കെ, അങ്ങനെ ടോട്ടൽ 20 ഹെക്സഗൺ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 12 പെൻറ്റഗണും 20 ഹെക്സഗണും ഇവിടെ ഉണ്ടാവും. ആൻഡ് മോർ ഓവർ ഒരു പെൻറ്റഗൺ എപ്പോഴും അതിൻ്റെ എഡ്ജ് ഷെയർ ചെയ്യുന്നുണ്ടാവും ആരറ്റാണ്? ഹെക്സഗൺ അറ്റാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എ പെൻറ്റഗൺ ഷെയർ ഇറ്റ്സ് എഡ്ജ് വിത്ത് hexagon only, but hexagon share edges with pentagon and hexagon. Okay, സോ അപ്പോൾ അതാണ് ഫുള്ളറീനെ പറ്റി നമുക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ സ്ട്രക്ചറിൽ പറയാനുള്ളത്. ആൻഡ് ഫുള്ളറീൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു സ്ഫെറിക്കൽ സ്ട്രക്ചർ ആണെന്ന്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ ബോണ്ടുകളും കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചറിൽ ഓക്കെ ഈ കാർബൺ എടുക്കണമെങ്കിൽ ഓക്കെ അവൻ 3 ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് ദെൻ വാട്ട് അബൌട്ട് ദിസ് കാർബൺ? ഈ കാർബൺ അതിൻ്റെ ബോണ്ടുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കാരണം എവിടെയെങ്കിലും വെച്ചിട്ട് ഇതിന് സ്റ്റോപ്പ് ഉണ്ടാവും. സിമിലർലി ഈവൻ ഗ്രാഫൈറ്റ് മാറി ഡയമണ്ട് ആണെങ്കിലും അത് അങ്ങനെ തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇൻകംപ്ലീറ്റ് ബോണ്ടുകൾ, ചില കാർബൺ അതിൻ്റെ ഏതെങ്കിലും ഒരു ഇലക്ട്രോണൊക്കെ ഫ്രീ ആയിട്ടുണ്ടാവും. ഇങ്ങനത്തെ ബോണ്ടുകളെയാണ് നമ്മൾ ഡാംഗ്ലിംഗ് ബോണ്ട് എന്ന് വിളിക്കുക, ഡാംഗ്ലിംഗ് ബോണ്ട്. പക്ഷേ ഫുള്ളറിൻ്റെ കേസിൽ അങ്ങനെ ഡാംഗ്ലിംഗ് ബോണ്ട് ഉണ്ടാവില്ല. കാരണം സ്ഫെറിക്കൽ ഓർ കേജ് ലൈക്ക് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ എല്ലാ ബോണ്ടുകളും കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ ഡാംഗ്ലിംഗ് ബോണ്ട് ഇല്ല. അതുകൊണ്ട് ഇവനെ നമുക്ക് ദ മോസ്റ്റ് പ്യൂറസ്റ്റ് സ്ട്രക്ചർ നമുക്ക് എന്ത് ചെയ്യാം പറയാൻ പറ്റും. അതായത് ഫുള്ളറീൻസ് ആർ ദ മോസ്റ്റ് fullerene are the purest form of carbon without dangling bonds. Okay, yeah, that is dangling bond.
വിത്തൗട്ട് ഡാംഗ്ലിംഗ് ബോണ്ട്. ഓക്കെ അല്ലേ? ആൻഡ് ഹൈബ്രിഡൈസേഷനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല തോന്നുന്നു. ആൻഡ് ഹൈബ്രിഡൈസേഷൻ ഈസ് വെരി സിമ്പിൾ. ഹൈബ്രിഡൈസേഷൻ ഏതന്നെ വരിക? sp2 തന്നെയാണ് വരിക. ആൻഡ് ഇവിടെ ഇലക്ട്രോണുകൾ കിടന്ന് എന്ത് ചെയ്യും? ആക്ച്വലി ഇവിടെ sp2 ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവും? ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാവും. യെസ് ആണോ? ഈ ഫ്രീ ഇലക്ട്രോൺ ഇവിടെ കിടന്ന് എന്ത് ചെയ്യും? ഡീലോക്കലൈസ് ചെയ്യും. സോ ഈ ഡീലോക്കലൈസേഷന് ആക്ച്വലി ഈ പറയുന്ന ഒരു കേജിൻ്റെ ഉള്ളിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്കൊരു അരോമാറ്റിക് നേച്ചർ ഉണ്ടെന്ന് പറയാം. അതായത് നമ്മൾ ബെൻസീനൊക്കെ പറയുന്ന പോലെ എല്ലായിടത്തും ഓരോരോ ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് ഒരു കോൺജുഗേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഇവൻ ഒരു അരോമാറ്റിക് നേച്ചർ ഉണ്ടെന്ന് നമുക്ക് പറയാം. അല്ലാണ്ട് എന്തില്ല? കണ്ടക്റ്റിംഗ് നേച്ചർ ഇല്ല. ബിക്കോസ് ഇത് ഈ ഒരു സ്ഫിയർ അല്ലെങ്കിൽ ഈ ഒരു കേജ് വിട്ട് ഇത് പുറത്തു പോലെ എന്താണ്? ആ ഇലക്ട്രോൺ ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ദെൻ ഇനി അമോർഫസ് ഫോമിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അമോർഫസ് ഫോം ഓഫ് എന്താണ്? കാർബൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ ആൾക്കാരെ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഹൈഡ്രോ കാർബൺ കത്തിച്ചു എന്ന് വിചാരിച്ചോ. ഏതെങ്കിലും ഒരു ഹൈഡ്രോ കാർബൺ കത്തിച്ചു. സപ്പോസ് ഒരു ലിമിറ്റഡ് എയറിൻ്റെ പ്രസൻസിലാണെന്ന് വിചാരിച്ചോ. അതായത് ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണ്. ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ നിങ്ങൾക്ക് കാർബൺ ബ്ലാക്ക് കിട്ടും. എന്താ കിട്ടുക? കാർബൺ ബ്ലാക്ക്. ഇനി കോള് കത്തിച്ചു കഴിഞ്ഞാൽ സിമിലർലി ലിമിറ്റഡ് എയറിലാണെങ്കിൽ നിങ്ങൾക്ക് കോക്ക് കിട്ടും. എന്താ കിട്ടുക? കോക്ക്. ഇനി വുഡാണ് കത്തിക്കണമെങ്കിൽ, മരം കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുകയെന്നറിയോ? അന്നേരം നമുക്ക് കിട്ടുന്നതാണ് കൽക്കരി. ഓക്കെ, ലിമിറ്റഡ് എയറിൻ്റെ പ്രസൻസിൽ നമുക്ക് എന്ത് കിട്ടും? ചാർക്കോൾ കിട്ടും. എന്ത് കിട്ടും? ചാർക്കോൾ. ഓക്കെ, ദെൻ അപ്പോൾ മരം കത്തിച്ചു കഴിഞ്ഞാൽ മരക്കരി കിട്ടുക ചാർക്കോൾ. ആൻഡ് കോള് സ്വാഭാവികമായിട്ടും കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോക്ക് കിട്ടും. ഓക്കെ, ദെൻ ഇനി നമുക്ക് യൂസസ് ഓഫ് കാർബൺ പറയാം. ആൻഡ് ഇത് നിങ്ങൾ വായിച്ചു നോക്കേണ്ട ഒരു ഏരിയ ആണ്. Graphite fibers are embedded with plastic material form high strength lightweight composite. Graphite fiber എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ യൂസ് ആണ് അല്ലേ? The composites are used in the products such as tennis racket, fishing rock, aircraft and canoes. അതായത് നമ്മളുടെ ഈ ലൈറ്റ് വെയിറ്റ് കാരണം നമുക്ക് ടെന്നീസ് റാക്കറ്റ്സിൽ എയർക്രാഫ്റ്റ് പ്രൊഡക്റ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? ഗ്രാഫൈറ്റ് ഫൈബേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും. സോ ഗ്രാഫൈറ്റ് ഒരു ഗുഡ് കണ്ടക്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രോഡ്സ്, ബാറ്ററിയിൽ ഇലക്ട്രോഡ്സ് ആയിട്ട് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിലൊക്കെ പഠിക്കാറുണ്ട് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകൾ. അത് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ബീയിങ് ഹൈലി പോറസ് ആക്ടിവേറ്റഡ് ചാർക്കോൾ ഈസ് യൂസ്ഡ് ഇൻ അഡ്സോർബിങ് പോയിസണസ് ഗ്യാസസ്. നമ്മളെ പല പോയിസണസ് ഗ്യാസ്, ഇപ്പോൾ എയർ കണ്ടീഷണർ, AC പോലെയുള്ള AC-യിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന പോയിസണസ് ഗ്യാസിനെ അഡ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ യൂസ് ചെയ്യാറുണ്ട്. ആക്ച്വലി ആക്ടിവേറ്റഡ് ചാർക്കോൾ നിങ്ങൾക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യാം. കാർബൺ ബ്ലാക്ക് ഈസ് യൂസ്ഡ് ആസ് എ ബ്ലാക്ക് പിഗ്മെന്റ് ഇൻ ബ്ലാക്ക് ഇങ്ക് ആസ് വെൽ ആസ് ഓട്ടോമൊബൈൽ ആസ് വെൽ ആസ് എ ഫില്ലർ ഇൻ ഓട്ടോമൊബൈൽ ടയേഴ്സ്. കോക്ക് ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ആൻഡ് ലാർജ്ലി, അതായത് നമ്മളുടെ കൽക്കരി. ഓക്കെ, സോ ആസ് എ റെഡ്യൂസിങ് ഏജന്റ് ഇൻ മെറ്റലർജി. ഡയമണ്ട് ഈസ് എ പ്രഷ്യസ് സ്റ്റോൺ ആൻഡ് യൂസ്ഡ് ഇൻ ജ്വല്ലറി. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ക്യാരറ്റിനൊക്കെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് കാർബൺ ഫാമിലി. ആൻഡ് കാർബൺ ഫാമിലിയിലെ കുറച്ച് ക്വസ്റ്റൻസും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓക്സൈഡ് ഈസ് ആംഫോട്ടറിക് ഇൻ നേച്ചർ? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ടിന്നിൻ്റെ, ലെഡിൻ്റെ, ഇങ്ങനെ ഓർത്താൽ മതി. ടിന്നിൻ്റെ, ലെഡിൻ്റെ ഓക്സൈഡുകളും അതേപോലെ തന്നെ മോണോക്സൈഡുകളും എന്താണ്? ആംഫോട്രിക് ആണ്. അപ്പോൾ ഇവിടെ ടിന്നിൻ്റെ കണ്ടോ SnO2 ഉണ്ട്. ദെൻ വേറെ ഒന്നുമില്ലല്ലോ, SN വെച്ചിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് അഗെയിൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തു. അടുത്തത് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ബോത്ത് ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ് ആർ യൂസ്ഡ് ആസ് ഡ്രൈ ലൂബ്രിക്കൻറ്റ്. അല്ല, ഡയമണ്ട് ഡ്രൈ ലൂബ്രിക്കൻ്റ് അല്ല, ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റി. ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ് ഹാവ് have a two-dimensional network structure. Diamond and graphite have a two-dimensional network. ഡയമണ്ടിൻ്റെ 2-dimensional network ആണ്, പക്ഷേ ഗ്രാഫൈറ്റിൻ്റെ 2-dimensional network ആണ്, പക്ഷേ ഡയമണ്ടിൻ്റെ 3-dimensional ആണ്. അപ്പോൾ അതും തെറ്റി. ഡയമണ്ട് ഈസ് എ കോവലന്റ് ആൻഡ് ഗ്രാഫൈറ്റ് ഈസ് അയണിക്. ഓക്കെ, രണ്ടുപേരും കോവലന്റ് ആണ്. അപ്പോൾ അതും തെറ്റി. Diamond is sp3 hybridized and graphite is sp2 hybridized, and which is correct? Option 4 is the correct statement. The incorrect statement among the following. അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. SN4+ ഈസ് അയണിക് ഇൻ നേച്ചർ. എടാ, നമ്മൾ അയണിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള 2 ഫ്ലൂറൈഡുകൾ ഉണ്ടായിരുന്നു, ടിന്നിൻ്റെ ലെഡിൻ്റെയും ഫ്ലൂറൈഡുകൾ. അപ്പോൾ അതാണിത്. SnF4 ഈസ് അയണിക്. കറക്റ്റ് അല്ലേ? അപ്പോൾ അവർ രണ്ടുപേരും അയണിക്കാണ്, ബാക്കിയുള്ളവരൊക്കെ കോവലൻ്റ് ആണ്. അപ്പോൾ അത് കറക്റ്റാണ്. PbF4 ഈസ് കോവലൻ്റ് ഇൻ നേച്ചർ.
PbF4 ആക്ച്വലി അയണിക് ആണ്, അല്ലാണ്ട് കോവലൻ്റ് അല്ല, അപ്പോൾ അത് തെറ്റി. ഓക്കെ, SiCl4 ഈസിലി ഹൈഡ്രോളൈസ്ഡ് കറക്റ്റ് ആണ്, ബിക്കോസ് എന്തുണ്ട്, വാക്കൻറ്റ് ഓർബിറ്റൽ ഉണ്ട്. GeX4 ഈസ് മോർ സ്റ്റേബിൾ ദാൻ GeX2 ബിക്കോസ് ജെർമേനിയം 4+ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ജെർമേനിയം 2+. അപ്പോൾ ഇവിടെ 2 ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ഈസ് നോട്ട് സ്റ്റേബിൾ. Which of the following species is not stable? SiCl6, SiF6 നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സ്റ്റെറിക് റീസൺ കാരണം, അതായത് ക്ലോറിൻ്റെ ഹയർ സൈസ് കാരണം സിലിക്കണിന് 6 ക്ലോറിന് ഹോൾഡ് ചെയ്യാൻ പറ്റൂല, അപ്പോൾ ഇവൻ സ്റ്റേബിൾ അല്ല. പക്ഷേ F6 സ്റ്റേബിൾ ആണ്. GeCl6 ജെർമേനിയം വലിയ ആളാണ്, അതുകൊണ്ട് വലിയ ക്ലോറിന് അവർക്ക് ഹോൾഡ് ചെയ്യാം. ടിന്ന് അത്യാവശ്യം വലിയ ആളാണ്, അതുകൊണ്ട് ഹൈഡ്രോക്സൈഡിന് ഹോൾഡ് ചെയ്യാം. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അടുത്തത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. Sn2+ ഈസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് while Pb4+ is an reducing agent. എടാ lead 2+ ആണോ lead 4+ ആണോ മോർ സ്റ്റേബിൾ? lead 4+ ആണ് മോർ സ്റ്റേബിൾ. അപ്പോൾ lead 4+ന് lead 2+ ആവാനുള്ള ടെൻഡൻസി ഉണ്ടാവും, അതായത് റിഡക്ഷൻ ടെൻഡൻസി, വിച്ച് മീൻസ് ഇറ്റ് ആക്ട് ആസ് എ ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻറ്റ്. കറക്റ്റ് അല്ലേ? അപ്പോൾ lead 4+ നല്ല ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്, അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞത് തെറ്റി. ഓക്കെ, ദെൻ അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ നോക്ക്. യെസ്, lead 4+ ഈസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്, അതുണ്ട്. lead 4+ അപ്പോൾ നല്ല ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. ഇനി ടിന്ന് 4+ഓ? ടിന്ന് 4+ഉം ടിന്ന് 2+ഉം കമ്പയർ ചെയ്യുമ്പോൾ ടിന്ന് 4+ ആണ് മോർ സ്റ്റേബിൾ. അപ്പോൾ ഇവർക്ക് നന്നായിട്ട് ഓക്സിഡേഷൻ നടക്കും, അതായത് ടിന്ന് 2+ ഈസ് എ ബെറ്റർ റെഡ്യൂസിങ് ഏജൻറ്റ്. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ? ടിന്ന് 2+ ഈസ് എ റെഡ്യൂസിങ് ഏജൻറ്റ് while Pb4+ ഈസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? സോ നമുക്ക് ഇനി പറയാനുള്ളത്, ഇപ്പം നമ്മൾ പഠിച്ചത് +1 P ബ്ലോക്ക് ആണ്. ഇപ്പോൾ +1 +2 എന്നൊന്നും ഇല്ല. P ബ്ലോക്കിൽ 13th and 14th ഗ്രൂപ്പാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള, അതായത് 15th, 16th, 17th, 18th എന്ന് പറയുന്ന ഗ്രൂപ്പാണ് പഠിക്കാനുള്ളത്. നമുക്കത് അടുത്തൊരു വീഡിയോയിൽ കാണാം, ബിക്കോസ് ദിസ് ചാപ്റ്റർ ഈസ് ലെങ്തി ആണ്, അതുകൊണ്ട് നമ്മളിത് 2 സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. സോ P ബ്ലോക്കിൻ്റെ അടുത്ത പാർട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതുവരെ ബൈ. സോ നന്നായിട്ട് വീഡിയോ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഏകദേശം നമ്മൾ ഫൈനൽ ആപ്പിൽ നിങ്ങളുടെ എൻറ്റയർ +1 +2 സിലബസ് വിത്ത് നീറ്റിൻ്റെ നിങ്ങൾ +1 +2 പഠിക്കാത്ത എക്സ്ട്രാ ചാപ്റ്ററുകൾ അടക്കം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് 1-2 ചാപ്റ്ററും കൂടെ അപ്ലോഡ് ചെയ്യാനുള്ള, അത് ഇന്നും നാളെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് തീർത്തു. അതായത് നിങ്ങൾക്ക് എൻറ്റയർ ആയിട്ട് നീറ്റിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സംഭവം അവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി സെഷൻസ് നമ്മൾ തന്നെ ഇവിടെ എടുക്കുന്നതായിരിക്കും. സോ ഇറ്റ്സ് വെരി നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നിന്നിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റിലോ ഒക്കെയുള്ള ഡീറ്റെയിൽസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബന്ധപ്പെടുക, അഡ്മിഷൻ ഉറപ്പാക്കുക. നിങ്ങൾക്കതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ആൻഡ് എസ്പെഷ്യലി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 25 വർഷങ്ങളിലായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഞങ്ങൾ വളരെ കുറഞ്ഞ കുട്ടികളിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു റേറ്റിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, നീറ്റും JEE പോലെയുള്ള എൻട്രൻസിന് ക്രാക്ക് ചെയ്യാൻ ഇവിടെ പറ്റുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ നമ്മളെ സംബന്ധിച്ചത് വലിയൊരു വിജയമാണ്. ആ ഒരു വിജയത്തിൻ്റെ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ കോഴ്സിലോട്ട് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. സോ ബൈ.